ഹലോ കുട്ടികളെ, വെൽക്കം ടു ചെല്ല ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഫാസ്റ്റ് ട്രാക്ക് സീരീസിൽ കവർ ചെയ്യാൻ പോകുന്ന പാഠം മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയ എന്നാൽ വളരെ രസകരമായ ഒരു പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ കുറച്ച് കൺസെപ്റ്റ് പഠിക്കുക, കുറച്ച് ടോപ്പിക്സിൽ നമ്മുടെ ഇക്വേഷൻസ് പഠിക്കുക, പിന്നെ കൂടുതലായിട്ട് ലോജിക്കലി അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന വളരെ ചെറിയൊരു പാഠമാണ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിരുത്തിയിട്ട് നമുക്കിത് വേണമെന്ന് പഠിച്ചാൽ കണ്ട നമുക്കിത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പാഠം മനസ്സിലാക്കിയിട്ട് വെറുതെ കാണാപാഠം പഠിക്കാതെ ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ടപ്പേച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് കുത്താൻ പറ്റും. ഓക്കെ അല്ലേ? 10-15 ഇക്വേഷൻസ് പോലും ഇല്ലാത്തൊരു വളരെ സിമ്പിൾ ആയ ചാപ്റ്ററാണ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കി കഴിഞ്ഞിട്ട് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പാഠമാണ് എന്ത് പറയും, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈ ഒരു പാഠം എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ കൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കി കവർ ചെയ്ത് പോകണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ പാഠം ഫുള്ളായി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ടെല്ലയുടെ തന്നെ ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കുട്ടികൾ നല്ലൊരു ഗൈഡ് എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അധികം സമയം കളയുന്നില്ല, നമുക്ക് എന്തിലേക്ക് പോകാം, നമ്മുടെ പാഠത്തിലേക്ക് പോകാം. ദാറ്റ് ഈസ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന വളരെ അടിപൊളിയായ പാഠം നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ പറയുന്നതിന് മുന്നേ ഞാൻ കുട്ടികൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാവേ. നോക്കിക്കോ, എന്താണ് ഞാൻ പറയാൻ പോകുന്നല്ലേ. നമുക്ക് ഫസ്റ്റ് ആയിട്ട് 3 കാര്യങ്ങൾ പഠിക്കണം. ചെറിയൊരു 4 പോയിന്റ് നമ്മൾ പഠിക്കണം. നോക്കല്ലേ, നമുക്ക് അത് നോക്കാം. എന്താ 4 പോയിന്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. എടാ, ഒരു ചാർജ് ഉണ്ടല്ലോ, ഒരു ചാർജ് റെസ്റ്റിൽ ഇരിക്കുകയാണെന്ന് ഇരിക്കുക. ഈ ഒരു ചാർജ് റെസ്റ്റിലാണെങ്കിൽ, ഈ ചാർജ് എവിടെയാണ്, റെസ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ റെസ്റ്റിലുള്ള ചാർജ് പ്രൊഡ്യൂസ് ചെയ്യും എന്തിനെ ഇലക്ട്രിക് ഫീൽഡ് ഓൺലി. അപ്പോ മൂവ് ചെയ്യാത്ത ചാർജ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ച് കുട്ടികൾ എന്ത് പറയണം, ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് ഇപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങി, അവരെന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വന്നു മൂവിംഗ് ചാർജ്. മൂവിംഗ് ചാർജ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡിനെയും പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണോ? രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചാൽ എന്താ, രണ്ട് കാര്യങ്ങൾ പഠിച്ചുള്ളൂ. ഒന്നുമില്ല, വെറുതെ ഒരു ചാർജ് അവിടെ ഇരിക്കുകയാണെങ്കിൽ അവൻ പ്രൊഡ്യൂസ് ചെയ്യും ഇലക്ട്രിക് ഫീൽഡിനെ. ആ ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങി, അവൻ 2 കാര്യത്തിനെ പ്രൊഡ്യൂസ് ചെയ്യും. അഡീഷണൽ ആയിട്ട് അവൻ നിൽക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവൻ മൂവ് ചെയ്യാൻ തുടങ്ങി, അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും. 2 കാര്യം. ഓക്കെ അല്ലെ? ഇനി 3ാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നു. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയോ, മാഗ്നറ്റിക് ഫീൽഡ് ഓൺലി. ഇനി ഈ 3 കാര്യങ്ങൾ ഇപ്പൊ സെറ്റ് അല്ലേ, ഇനി ഞാൻ പറയാൻ പോകുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. എൻട്രൻസ് വ്യൂവില് കൂടുതലായി ചോദിക്കപ്പെട്ടിരിക്കുന്ന പോയിന്റ് ഇതാണ്. എന്താണെന്ന് അറിയാം, ആരാണ്, ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പോയിന്റ് ആരും മറക്കരുത്, കാരണം വീണ്ടും റിപ്പീറ്റഡ് ആയിക്കോ ചോദിച്ചിട്ടുണ്ട്. ചെറിയൊരു പോയിന്റാ. ഓക്കെ ആണോ? മറക്കരുത്. ആരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക? ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് എഴുതിയിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആരാ പ്രൊഡ്യൂസ് ചെയ്യാന്ന് എഴുതിയിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് മാത്രം ആരാ പ്രൊഡ്യൂസ് ചെയ്യാന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, EM വേവ്സ് അല്ലേ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയണടാ, അപ്പോൾ നമ്മൾ പറയും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആരാ പ്രൊഡ്യൂസ് ചെയ്യാന്നറിയോ, EM വേവ്സ് ആരാ പ്രൊഡ്യൂസ് ചെയ്യാന്നറിയോ. ആക്സലറേറ്റിംഗ് ചാർജസ് അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ചാർജസ് ആണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുക, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. 4 പോയിന്റ്. എന്തൊക്കെയായിരുന്നു 4 പോയിന്റ്? വേഗം പറഞ്ഞ. ആദ്യം പറയുന്നു റെസ്റ്റിലുള്ള ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്തിനെ, ഇലക്ട്രിക് ഫീൽഡിനെ ഓൺലി. രണ്ടാമത്തത് മൂവിംഗ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്തിനെ നമ്മൾ മൂവിംഗ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്തു, ഇലക്ട്രിക് ഫീൽഡിനെയും പ്രൊഡ്യൂസ് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡിനെയും പ്രൊഡ്യൂസ് ചെയ്തു. 3ാമതായി നമ്മൾ പഠിച്ചു കറന്റ് കാര്യം കണ്ടക്ടർ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡ് ഓൺലി പ്രൊഡ്യൂസ് ചെയ്തു, മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അവസാനമായിട്ടായതും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണിത്, ആക്സലറേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്തിനെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ. ഓക്കെ ആണോ?
കുറെ പ്രാവശ്യം റിപ്പീറ്റഡ് ആയി ചോദിച്ച ചോദ്യമാണ് ഇത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞു, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഈ 4 കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു എന്തിനെ? ബയോ-സവാർട്സ് ലോ. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ബയോ-സവാർട്സ് ലോ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നുമില്ല. ബയോ-സവാർട്സ് ലോ എന്താ പറയുന്നത് അറിയോ? ഒരു സ്മോൾ കറന്റ് ക്യാരിങ് എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ചെറിയൊരു എലമെന്റ് ഉണ്ട്, അത് കറന്റ് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരണം ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ പഠിച്ചത്? ബയോ-സവാർട്സ് ലോ പഠിച്ചത്. ഓക്കെ അല്ലെ? ബയോ-സവാർട്സ് ലോ പറഞ്ഞത് എന്താണ്? ഒരു ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്താ നോക്കാം. ബയോ-സവാർട്സ് ലോ ക്യാൻ ബി അപ്ലൈഡ് ഫോർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു സ്മോൾ കറന്റ് ക്യാരിയിങ് എലമെന്റ്. ചെറിയ കറന്റ് ക്യാരിയിങ് എലമെന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇപ്പൊ നോക്കാം, ഇതാണ് എൻ്റെ ഒരു ചെറിയ കറന്റ് ക്യാരിയിങ് എലമെന്റ്. ഇത്ര ലെങ്ത് DL, ഒരു I പോകുന്നുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യും? നേരെ ഈ ഫോർമുല അപ്ലൈ ചെയ്യും. ലാസ്റ്റ് ഫോർമുല മതി. ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാനൊന്നും വേണ്ട. ഓക്കെ അല്ലേ? ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. dB = μ0/4π IDL sin θ/r². ഓക്കെ അല്ലേ? ഈ dB എന്ന് പറയുന്നത് ഐക്ക് പ്രൊപ്പോർഷണൽ ആണ്, sin θക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും, r² 1/r² പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ μ0/4π എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ μ0/4π വാല്യൂ എന്തായാലും പഠിക്കണം. ദാറ്റ് ഈസ് 10⁻⁻⁷. ഓക്കെ അല്ലേ? μ0/4π വാല്യൂ എത്രയാണ്? 10⁻⁻⁷. ഇത്ര പഠിച്ചാൽ മതി ഇതെന്ന്. ഓക്കെ അല്ലേ? ഇപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക, അനാവശ്യമായിട്ട് ഒന്നും പഠിക്കണം. നമുക്ക് അതിനുള്ള ടൈമില്ല. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും, അപ്പോൾ അത് ഉത്തരം ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് മാത്രം പഠിക്കണം, അതായിരിക്കണം നമ്മളുടെ മനസ്സിൽ. വെറുതെ വാരി വലിച്ച് ഒന്നും പഠിക്കരുത്. ഈ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് എങ്ങനെ പെട്ടെന്ന് ഉത്തരത്തിലെത്താം, ആ ഉത്തരം എത്താൻ ഞാൻ എന്തൊക്കെ പഠിക്കണം, ഇത്ര പഠിച്ചാൽ മതി അല്ലേ? ബാക്കി നമുക്ക് ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുക? പഠിച്ചിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ JEE ക്രാക്ക് ചെയ്യുക, എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറയുന്നു, ഇവിടെ ഇങ്ങനെ പഠിച്ചാൽ മതി. dB = μ0/4π IDL sin θ/r². പ്ലസ് ഒരു കാര്യം കൂടി പഠിക്കണം. ദാറ്റ് ഈസ് ഇൻ ദ വെക്ടർ ഫോം. എപ്പോഴും ചോദിക്കാറുണ്ട്. എങ്ങനെ? ഈ ബയോ-സവാർട്സ് ലോ വെക്ടർ ഫോമിൽ എഴുതാൻ പറയും. അപ്പൊ നമ്മൾ എഴുതും dB = μ0/4π IDL × r/r³ എന്ന് എഴുതാം. പഠിക്കാം, അതിനൊന്നും പറയാനില്ല. വെക്ടർ ഫോമിൽ എഴുതുക, കഴിഞ്ഞു. അടുത്തിലോട്ട് പോകാം. എന്താ അടുത്ത കാര്യം? ഓക്കെ, ഇപ്പൊ എന്താണെന്നറിയാം. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ബയോ-സവാർട്സ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്താ പറയാ, ഒരു പോയിന്റിലുള്ള, ശ്രദ്ധിക്കണം, ഇനി മുതലാണ് ഈ പാഠം വരാൻ പോകുന്നത്. ഓക്കെ, ഇനി മുതലാണ് ഈ പാഠം ഇൻട്രസ്റ്റിംഗ് ആകാൻ പോകുന്നത്. ഇനി മുതൽ ശ്രദ്ധിക്കാം. നോക്കിക്കോ, ബയോ-സവാർട്സ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. ആ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഡയറക്ഷൻ ഇല്ലേ? അല്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഡയറക്ഷൻ ഇല്ലേ? അത് ഇങ്ങോട്ടേക്കാണോ, അത് പുറത്തേക്കാണോ, അത് ഉള്ളിലോട്ടാണോ? എങ്ങനെയാ കണ്ടുപിടിക്കുക? അത് പറഞ്ഞാലാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ട് രീതിക്ക് നമുക്ക് ചെയ്യാം. ഒന്നെന്താണ്? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം. ഏതൊക്കെ? ഈ കറന്റ് എലമെന്റ് IDL × r³ വെച്ച് r വെച്ച് ചെയ്യാം. IDL × r വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ്. VVIMP അല്ലെ? വെരി ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ എഴുതി വെച്ചോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എങ്ങനെ ചെയ്യാം? പറഞ്ഞു തരാം, എളുപ്പത്തിൽ പറഞ്ഞുതരാം. നോക്കിക്കോളേ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നോക്കിക്കോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, തമ്പ് എങ്ങനെയാ? തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് എന്നാ പറയാ. പറഞ്ഞു തരാം, പേടിക്കാതിരിക്കും. പിന്നെ ഫിംഗേഴ്സ്, രണ്ട് കാര്യം. ഞാനിപ്പോൾ ഇവിടെ എന്താ എഴുതിയത്? എഴുതി നോക്കുക. ആദ്യം തമ്പെന്ന് എഴുതി. തമ്പ് എഴുതിയിട്ട് ഞാൻ എന്താ എഴുതിയത്? ദാറ്റ് ഇറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. അത് കറന്റിന്റെ ഡയറക്ഷനിൽ വെക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കട്ടെ കുട്ടികളെ, ഇവിടെ നോക്കിക്കോട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ പോവുകയാണെങ്കിൽ നോക്കിക്കോട്ടോ. ഓക്കെ അല്ലേ? ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു കറണ്ട് എലമെന്റ് വെച്ചു എന്ന് വിചാരിക്കുക. എനിക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആലോചിക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ എന്താ പറയുന്നത്? എന്റെ തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ്. കറന്റ് മേലോട്ടാ പോകുന്നത്. ഈ ഡയറക്ഷൻ കാണിക്കുന്ന കറന്റിനെയാണ്. ഓക്കെ, ഈ ഡയറക്ഷൻ ഞാൻ കാണിച്ചത് കറന്റിനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സാറേ നോക്കിക്കോട്ടോ, ഞാൻ എന്റെ തമ്പ് കൊണ്ടേ ആ ഡയറക്ഷനിൽ വെച്ചു. കണ്ട, അങ്ങനെ വെച്ചു അല്ലെ? ഇങ്ങനെ ഞാൻ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഫിംഗേഴ്സ് കേൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഞാൻ ഫിംഗേഴ്സ് കേൾ ചെയ്യണം. എങ്ങോട്ടാണ്? ഈ സൈഡിലൊക്കെ എങ്ങോട്ടാ? ഈ ഒരു സൈഡിൽ, ഇതിന്റെ റൈറ്റ് സൈഡിൽ മൊത്തം എങ്ങോട്ടാ? എന്റെ ഫിംഗേഴ്സ് ഉള്ളിലോട്ടാണ് കാണിക്കുന്നതെങ്കിൽ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഇൻടു വെച്ച് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ.
നോക്ക് അല്ലേ, ഞാൻ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ തമ്പ് വെച്ചു, ഫിംഗേഴ്സ് കേൾ ചെയ്തപ്പോ ഉള്ളിലോട്ട്. ഇനി ഈ സൈഡിൽ കാണാൻ പറഞ്ഞാൽ, ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കേൾ ചെയ്തു, ലെഫ്റ്റിലേക്ക് വരുമ്പോ നോക്കിക്കോ, ഇങ്ങനെ തിരിഞ്ഞു വരികയാണെ, കണ്ട ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ തിരിഞ്ഞു വരുമ്പോ പുറത്തോട്ട് അല്ലെ, ഇങ്ങനെ ഞാൻ വെച്ചു, ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോ അത് പുറത്തോട്ട് അല്ലെ, അങ്ങനെയല്ലേ വരിക അല്ലേ, നോക്കാം ഇങ്ങനെ വെച്ചു, കേൾ ചെയ്ത് വരുമ്പോൾ അത് പുറത്തോട്ട്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു ഡോട്ട്. മനസ്സിലായി? എളുപ്പം കാര്യല്ലേ? നോക്ക് ഒന്നുകൂടി പറയണോ? ഞാൻ കാണിച്ചു തരാം. നോക്ക ഇതൊന്ന് പറഞ്ഞ കുട്ടികള് ഫസ്റ്റ് എന്ത് ചെയ്യും? സാർ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ തമ്പാണ് ഫസ്റ്റ് അതിലുള്ളത്. അപ്പൊ നമ്മൾ തമ്പ് വെച്ച് ചെയ്യണം. ഓക്കെ ആണോ? ഞാൻ ഇനി കുറച്ച് തെറ്റുകൾ കാണിക്കും, കുട്ടികൾ അത് ആലോചിക്കണം, എന്താണ് ഈ സാറ് ചെയ്യുന്ന തെറ്റുകൾ എന്ന് പറഞ്ഞുതരാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പോയിട്ട് ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഇങ്ങനെ കാണിച്ചു. ഇത് ശരിയാണോ? ശരിയല്ല സാറേ. കാരണം എന്താ? തമ്പാണ് ഇങ്ങോട്ട് വരുന്നത്, കറണ്ടിന്റെ ഡയറക്ഷനിൽ വെക്കേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ചു, ഇങ്ങോട്ടേക്ക്. ഞാൻ പറയുന്നു അടിയിലോട്ടാണ് ഈ ഡയറക്ഷൻ, മനസ്സിലാവുന്നില്ലേ? അടിയിലോട്ടാണ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഐ ഈസ് ഡൗൺവേർഡ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സൈഡിൽ കാണാം, ഈ സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാം. സാറേ ഞാൻ കൈ കൊണ്ട് തമ്പിൽ വെച്ചു, നേരെ ഇവിടെ എങ്ങനെ ഇൻ ടു ദ പ്ലെയിൻ ആയി റെപ്രസെന്റ് ബൈ ഇൻറ്റു അല്ലേ, ഇൻറ്റു. ഇനി ഇപ്പുറത്തോട്ട് വരുമ്പോൾ എങ്ങനെ സാറേ വരിക? ഇങ്ങനെ കറങ്ങി പുറത്തോട്ട് വരിക, ദാറ്റ് ഈസ് ഡോട്ട് പ്രൊഡക്റ്റ്. ഡോട്ട് ഐ റെപ്രസെന്റ് ഇറ്റ് ആസ് ഡോട്ട്, അതായത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഓക്കെ അല്ലേ? ഈ കാര്യം മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഞാൻ വേറൊരു തെറ്റ് ചെയ്യാൻ പോവാണ്, കുട്ടികൾ മനസ്സിലാക്കണം. എനിക്ക് ഇങ്ങനെ കണ്ടുപിടിക്കണം. ഇങ്ങനെ കണ്ടുപിടിക്കണം. എന്താ? ഒരു കുട്ടി ചെയ്യാണ് കേട്ടോ, നോക്കിക്കോട്ടെ. ഒരു കുട്ടി ചെയ്തു, ഇതാണ് ഏറ്റവും വലിയ മണ്ടത്തരം ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോട്ടോ, ഇവിടെ എന്താ? ഇവിടെ ഇൻറ്റു, ഇവിടെ ഡോട്ട്. ശരിയാണോ? ഈ കുട്ടി ചെയ്ത് ശരിയാണോ? കറണ്ടിൽ വെച്ചു കേൾ ചെയ്തു. അല്ല, തെറ്റ. കാരണം അവൻ ലെഫ്റ്റ് ഹാൻഡ് ആണ് ഉപയോഗിച്ചത്. ഓക്കെ, അവൻ ലെഫ്റ്റ് ഹാൻഡ് ആണ് ഉപയോഗിച്ചത്. കുട്ടികൾക്ക് പല പ്രാവശ്യം തെറ്റ് വരുന്നതാണ്. എന്തെന്നറിയോ? ഈ പേൻ ഇങ്ങനെ എന്താ, കുറെ കുട്ടികൾ എന്താ റൈറ്റ് ഹാൻഡ് വെച്ചിട്ടുള്ള എഴുതുക. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും? സാറേ ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഉള്ളിലോട്ട് തെറ്റിക്കരുത്. ആ പേൻ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ കൈ കൊണ്ട് തന്നെ ചെയ്യുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരികയത്? ഞാൻ ആദ്യം എന്ത് ചെയ്തു? എന്റെ തമ്പെടുത്ത്, റൈറ്റ് ഹാൻഡ് എടുത്തു, അതിലെ തമ്പെടുത്തു. ഇങ്ങനെ തന്നെ പഠിക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. റൈറ്റ് ഹാൻഡ് ഞാൻ കണ്ടുപിടിച്ചു, തമ്പ് ഞാൻ വെച്ചു, കറണ്ടിലേക്ക് വെച്ചു, ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ ഇങ്ങനെ വെച്ചു. ഇനി ഇവിടെ കറങ്ങി വരുമ്പോൾ ഇവിടെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഇതാണ് കറക്റ്റ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് വരിക. ഇനി ഇങ്ങനെ പറഞ്ഞ കുട്ടികൾ കണ്ടുപിടിച്ചോ. എങ്ങനെ ചെയ്യാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ആ റൈറ്റ് ഹാൻഡ് എടുത്തു, തമ്പെടുത്ത് ഞാൻ കറണ്ടിന്റെ ഡയറക്ഷനിൽ വെക്കുന്നു. നോക്കുന്നു, ഇവിടെ എന്താ? ഫിംഗേഴ്സ് കേൾ ചെയ്യുന്നു, ഇവിടെ ഉള്ളിലോട്ട്, ദാറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ. ഇൻറ്റു അല്ലേ? എന്നിട്ട് കറങ്ങി ഇവിടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. കുട്ടികൾ രണ്ടെണ്ണം കൂടി ചെയ്ത് നോക്കട്ടാ. ഇങ്ങനെയുള്ളതും കൂടി ചെയ്യുക, ഇങ്ങനെയുള്ളതും ചെയ്ത്. ഇത് ഹോംവർക്ക് എല്ലാവരും ചെയ്തിട്ട് ആൻസർ പറയാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ സെറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ഫിനിറ്റ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ് പറയുന്നത്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് കണ്ടുപിടിക്കണം? എന്തിന്റെ? ഒരു ഫിനിറ്റ് ആയ കണ്ടക്ടറിന്റെ. ഓക്കെ അല്ലേ? ഒരു ഫിനിറ്റ് കണ്ടക്ടർ ഉണ്ട്. അതെന്താ പറയുന്നത്? ഇതിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ ആദ്യം തന്നെ μ0I/4πr ഇൻറ്റു sin θ1 പ്ലസ് sin θ2. ഇതിൽ രണ്ട് കാര്യം കുട്ടികൾക്ക് അറിയില്ല. μ0/4π എന്താണെന്ന് അറിയാം, 10⁻⁷ ആണ്, നമ്മൾ പഠിച്ചു. ഐ എന്തായാലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആർ എന്താണ്, പിന്നെ sin θയും sin θ1 sin θ2 എന്താണെന്ന് കുട്ടികൾ പഠിക്കണം. ഓക്കെ അല്ലേ? അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കോട്ടോ. ഞാനൊരു ഫിനിറ്റ് ആണ്, അതിന് ഒരു ഡെഫിനിറ്റ് ലെങ്ത് ഉണ്ട്. അതിന് ഞാൻ ഒരു ഫിനിറ്റ് ആയ കണ്ടക്ടർ വരച്ചു. ഓക്കെ അല്ലേ? എന്നിട്ട് എനിക്ക് ഈ പോയിന്റിലുള്ളതാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. ഈ പോയിന്റിൽ കണ്ടുപിടിക്കണം. ഞാൻ ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയോ? നോക്കിക്കോളെ. ആദ്യം ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, അതിൽ നിന്ന്, ആ പോയിന്റിൽ നിന്ന് എൻ്റെ കണ്ടക്ടറിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ആയില്ല അല്ലേ? എന്ത് ചെയ്യണം? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. കളറില്ല. ഓക്കെ, എന്ത് ചെയ്യണം? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ?
അതായത് ഈ എൻ്റെ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറുമായിട്ട് എന്ത് ചെയ്യണം, 90 ഡിഗ്രി ഉണ്ടാക്കണം. ഓക്കെ ആണോ? അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അതിന് ഞാൻ കൊടുത്തു എൻ്റെ R. എന്താണ് ഈ R എന്ന് പറഞ്ഞാൽ, അപ്പൊ ആ പോയിന്റിൽ നിന്ന്, മനസ്സിലായോ, ആ ഏത് പോയിന്റിലേക്കാണ് കണ്ടുപിടിക്കാൻ തന്നെ, ആ പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, എന്റെ കറന്റ് കാര്യം കണ്ടക്ടറിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ ആ ദൂരത്തെ ഞാൻ എന്ത് വിളിച്ചു, R എന്ന് വിളിച്ചു. കുട്ടികളെ ഇവിടെ R പെർപെൻഡിക്കുലർ എന്ന് പഠിക്കാം. അപ്പൊ എന്തായാലും നല്ല ഓർമ്മ വരും. ഓക്കെയാണ്. ν0I/4πr പെർപെൻഡിക്കുലർ ഡിവൈഡ് ഇൻറ്റു sin θ1 + sin θ2. ഓക്കെ അല്ലേ? അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ R പെർപെൻഡിക്കുലർ കിട്ടി. സാർ ഈ θ1 θ2 എന്താ? θ1 θ2 എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയോ? രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കണേടാ. രണ്ടാമത്തെ സ്റ്റെപ്പ്, ആ പോയിന്റിൽ നിന്ന് ഈ കണ്ടക്ടറിന്റെ രണ്ട് എൻഡിലേക്ക് എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ. അങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ R പെർപെൻഡിക്കുലർ അല്ലേ, അവനുമായി ആദ്യത്തെ എൻഡ് ഉണ്ടാക്കുന്നത് θ1 കൊടുക്കുക, രണ്ടാമത്തെ എൻഡ് ഉണ്ടാക്കുന്നത് θ2 കൊടുക്കുക. കിട്ടി, എല്ലാം കിട്ടി. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ചെയ്യാൻ പോകുന്ന മണ്ടത്തരങ്ങൾ ഇതാ പറയുന്നു. ആദ്യം ഞാൻ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി ഈ ഒരു പോയിന്റിൽ കണ്ടുപിടിക്കാനാണ് എന്നോട് പറഞ്ഞതെന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. നോക്കിക്കോട്ടെ, കുട്ടികൾ ചെയ്യുന്ന മണ്ടത്തരം കണ്ടോട്ടോ. നേരെ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഫസ്റ്റ് R പെർപെൻഡിക്കുലർ. ഇങ്ങനെയാണോ വരയ്ക്കേണ്ടത്? അല്ല. എങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്? പറ, എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഒരു പെർപെൻഡിക്കുലർ ലൈനാണ് വരയ്ക്കേണ്ടത്. എവിടേക്ക് ആയിക്കോട്ടെ, എങ്ങനെ വേണം ആയിക്കോട്ടെ, ആ പോയിന്റിൽ നിന്ന് എന്റെ കണ്ടക്ടറിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈനാണ് ഞാൻ വരയ്ക്കേണ്ടത്, അല്ലേ? ഒരു പെർപെൻഡിക്കുലർ ലൈനാണ് ഞാൻ വരയ്ക്കേണ്ടത്. 90 ഡിഗ്രി വരണം. എന്നിട്ടാണ് ചെയ്യേണ്ടതാണ് നോക്കിക്കോട്ടോ. ആ രണ്ട് എൻഡിലേക്ക് എന്ത് ചെയ്യണം, ഞാൻ ഓരോ ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്യുക. രണ്ട് എൻഡിലേക്കും ഓരോ ലൈൻ വെച്ച് കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആദ്യമായി കണക്ട് ചെയ്ത് θ1, രണ്ടാമത് കണക്ട് ചെയ്ത് θ2. മനസ്സിലായോ? എങ്ങനെ R പെർപെൻഡിക്കുലർ വരയ്ക്കണമെന്ന് മനസ്സിലായോ? ഒന്നുകൂടി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നോക്കിക്കോ, ലാസ്റ്റ് വൺ ശ്രദ്ധിക്കണം കുട്ടികളെ, ശ്രദ്ധിക്കണേ. ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കിക്കോ, ഈ ഒരു പോയിന്റാണ് കണ്ടുപിടിക്കണം. അതായത് വൺ എൻഡില് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ ആണോ? ആ ഒരു എൻഡിൽ കറക്റ്റ് എൻഡിലാണ് അവന് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ R പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കേണ്ടത്. എൻ്റെ R പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത് ഞാൻ ഇങ്ങനെയാണോ? പറ, ഇങ്ങനെയാണോ വരയ്ക്കേണ്ടത്? അല്ല, എങ്ങനെ വരയ്ക്കേണ്ടത്? ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ? കാരണം എന്താ, അതുമായിട്ട് 90 ഡിഗ്രി വരണം. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് അതിനെ പെർപെൻഡിക്കുലർ എന്ന് വരയ്ക്കുന്നത്. ഇതാണ് എൻ്റെ R എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, രണ്ട് ഇത് വരയ്ക്കുക. ഒരു എൻഡിലേക്ക് ഇങ്ങനെ വരയ്ക്കുക, മറ്റെൻഡിലേക്ക് ഇത് വരയ്ക്കുക. ഇത് എന്താ, അപ്പം ഈ ആംഗിൾ എത്രയും, ഈ ആംഗിൾ θ1 എത്രയായി പോവും, 0 ഡിഗ്രി ആയി പോവും. θ2 ഈ ആംഗിൾ കേട്ടോ. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കുക, നമ്മുടെ ഇക്വേഷൻ ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലേ? നോക്കിക്കോട്ടോ. എന്താ നമ്മുടെ ഇക്വേഷൻ? നോക്കിക്കോ, B = ν0/4πr പെർപെൻഡിക്കുലർ, ν0I/4πr പെർപെൻഡിക്കുലർ sin θ1 + sin θ2. മറക്കരുത്. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഒക്കെ മനസ്സിലായി. എന്താ പറയുക, ഒരു ഫിനിറ്റ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇപ്പം എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാം, സുഖമായിട്ട് ചെയ്യാം, ഒക്കെ പഠിപ്പിച്ചു തരാം. വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം ചെയ്യുക. എന്താ പറയുക, മനസ്സ് മടക്കാതെ ഈ ഒരു പാഠം ഞാൻ 1.5 മണിക്കൂറിൽ തന്നെ സെറ്റ് ചെയ്യുന്നുള്ള ഒരു ബോധത്തോടെ ഇരുന്നാൽ ഇതിപ്പോൾ തീരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് മനസ്സിലായി, എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനി നോക്കിക്കോട്ടോ. ഇൻഫിനിറ്റ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. എന്താണ്? ഒരു ഇൻഫിനിറ്റ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ് കേട്ടോ. ഇൻഫിനിറ്റ് സ്ട്രെയിറ്റ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ നിൽക്കുന്നില്ല അവർ. അങ്ങനെ അവർ നിൽക്കുന്നില്ല. അതായത് നോക്കിക്കോട്ടോ, ഇതിങ്ങനെ കണ്ടിന്യൂ പോകും. ഒരു ഫിനിറ്റ് ലെങ്ത് അല്ല അവനുള്ളത്, അവനിങ്ങനെ ലെങ്ത് അൺലിമിറ്റഡ് ആണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഈ സൈഡിലും കണ്ട, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളോട് എന്ത് പറഞ്ഞു? ഈ ഒരു പോയിന്റിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഏതാ പറഞ്ഞു? ഈ ഒരു പോയിന്റിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഫസ്റ്റ് ചെയ്യേണ്ട നമ്മൾ R പെർപെൻഡിക്കുലർ വരയ്ക്കണം സാറേ. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്? അല്ല, കറക്റ്റ് 90 ഡിഗ്രി വരുന്ന പോലെ വരയ്ക്കണം സാറേ. ഓക്കെ, ഇപ്പോൾ എനിക്ക് ആ പോയിന്റിൽ നിന്ന് 90 ഡിഗ്രി കിട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ R പെർപെൻഡിക്കുലർ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യേണ്ടത് രണ്ട് എൻഡിലേക്കും എന്ത് ചെയ്യണം, രണ്ട് എൻഡും കണക്ട് ചെയ്യുന്ന പോലെ ഓരോ ലൈൻ ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇങ്ങനെയാണോ കണക്ട് ചെയ്യേണ്ടത്? അല്ല, ലെങ്ത് കൂടുതലാണ്. ഇങ്ങനെയാണോ ലെങ്ത് ചെയ്യേണ്ടത്? അല്ല. ഇങ്ങനെയാണോ? അല്ല. ഇങ്ങനെയാണോ? അല്ല. കാരണം ഇത് ഇവിടെ തീരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണോ? അല്ല. അങ്ങനെ പോയാൽ അവിടെ മുട്ടില്ല. അങ്ങനെയാണെങ്കിൽ
ഇങ്ങനെ ഒരു ഏകദേശം ഇങ്ങനെ ഒരു ലൈൻ വരും. അതേപോലെ തന്നെ ഈ സൈഡിലും എങ്ങനെ വരിക? ഇവിടെയാണോ മുട്ടിക്കണ്ട? അല്ല. ഇവിടെയാണോ മുട്ടിക്കണ്ട? അല്ല. അല്ല. അങ്ങനെയാണോ? അല്ല 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 എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് ഇങ്ങോട്ടേക്ക് ദൂരമുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് ഇവിടെ തീരുന്നില്ല. ദിസ് ഈസ് ആൻ ഇൻഫിനിറ്റ് അല്ലെ? ഒരു ഇൻഫിനിറ്റ് അല്ലേ? ഇൻഫിനിറ്റ് സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഈ ആംഗിൾ എങ്ങനെയാവും? ഇങ്ങനെ ഏകദേശം ഇങ്ങനെയായിട്ട് നിൽക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറയുന്നു കുട്ടികൾ ശ്രദ്ധിക്കണേ. എൻ്റെ θ1 90 ഡിഗ്രി ആയി, θ2 90 ഡിഗ്രി ആയി. ഓക്കെ, θ1 90 ഡിഗ്രി ആയി, θ2 90 ഡിഗ്രി. അങ്ങനെയാണ് കുട്ടികൾ ഇക്വേഷൻ പറഞ്ഞ ബി ഈക്വൽ ടു പറ μ0 I/4πr പെർപെൻഡിക്കുലർ ഇൻറ്റു സൈൻ θ1 പ്ലസ് സൈൻ θ2 എന്നല്ലേ നമ്മൾ പഠിച്ചത്? സൈൻ θ1 പ്ലസ് സൈൻ θ2 എന്നല്ലേ പഠിച്ചത്? സൈൻ 90 എത്രയാ? 1. സൈൻ 90 പ്ലസ് സൈൻ 90 1 + 1 2. ഈ 2ഉം ഈ 4ഉം കൂടി ക്യാൻസൽ ആവും, വിച്ച് ഇംപ്ലൈസ് ബി ഈക്വൽ ടു μ0 I/4πr പെർപെൻഡിക്കുലർ ഇൻറ്റു 1 + 1 എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് എന്താ ഇത് 2 ആവും, ഈ 2ഉം ക്യാൻസൽ, ഈ 4ഉം ക്യാൻസൽ ആവും, വിച്ച് ഇംപ്ലൈസ് μ0 I/2πr പെർപെൻഡിക്കുലർ എന്നാവും. ഓക്കെ അല്ലേ? μ0 I/2πr പെർപെൻഡിക്കുലർ എന്നാണ് വരിക. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? അടുത്തിലോട്ട് പോയാലോ? അടുത്ത് നോക്കല്ലേ? ഇത് മനസ്സിലാകാത്ത ആരുമില്ലല്ലോ. ഇത് സെറ്റല്ലേ? എന്താ നമ്മൾ ചെയ്തത്? ഒന്നുകൂടി പറഞ്ഞുതരാം, പെട്ടെന്ന് പറഞ്ഞുതരാം. ഇൻഫിനിറ്റ് സ്ട്രൈറ്റ് കാര്യം കണ്ടക്ടർ ആണ്. ഞാൻ എന്ത് ചെയ്തു? ഇതാണ് എൻ്റെ കണ്ടക്ടർ കേട്ടോ. ഇതാണ് എൻ്റെ കണ്ടക്ടർ. ഇത് ഞാൻ വരച്ച ലൈനാണ് കേട്ടോ. ഇതാണ് എൻ്റെ കണ്ടക്ടർ വരേണ്ടത് കേട്ടോ. ഇത് കൂടെയാണ് കറണ്ട് പോണത്. ഒരു കറണ്ട് ഇങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു? ഒരു ആർ പെർപെൻഡിക്കുലർ വരച്ചു. അതാണ് ഈ ആർ പെർപെൻഡിക്കുലർ. ഈ പോയിന്റിലാണ് എന്നോട് കാണാൻ പറഞ്ഞത്, പോയിന്റ് പി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ആർ പെർപെൻഡിക്കുലർ വരച്ചു. പിന്നെ എനിക്ക് ലൈൻ ജോയിൻ ചെയ്യണം. ലൈൻ കൂട്ടിമുട്ടില്ല. കാരണം എന്താ? അതിന് ലെങ്ത് ഇല്ല, അതിന്റെ ഇൻഫിനിറ്റ് ലെങ്ത് ആണ്. അപ്പൊ അതെന്താവും? ഈ രണ്ട് ലൈനും ഇങ്ങനെ ഏകദേശം 90 ഡിഗ്രിയിലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ θ1 സൈൻ θ2 90 ആവും. സൈൻ 90 1 + 1 2. ഈ 2ഉം ക്യാൻസൽ ആവും. μ0 I/2πr പെർപെൻഡിക്കുലർ. ഇത് പെർപെൻഡിക്കുലറിന്റെ സൈൻ ആണ് എഴുതിയിരിക്കുന്നത് കേട്ടാ, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഇനി കുട്ടികൾ ഈ ആർ എന്ത് ചെയ്യുന്നത്? ഇതൊരു ഫിനിറ്റ് ആണ്. ഈ കണ്ടക്ടറിന്റെ ലെങ്ത് ഒക്കെ എടുത്ത് എഴുതുന്ന കുറേ കുട്ടികളുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ആർ പെർപെൻഡിക്കുലർ എന്ന് തന്നെ പറഞ്ഞു പഠിക്കുക. ഓക്കെ അല്ലേ? ചില കുട്ടികൾ കാണാം ഈ റോഡ് തന്നിട്ടുണ്ടാവും, അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ആ ലെങ്ത് ആയിട്ട് ഈ ആറിനെ എഴുതും. അങ്ങനെ ചെയ്യരുത് കേട്ടാ. ആ ലെങ്ത് എന്ന് പറയുന്നതല്ല, അത് ആർ പെർപെൻഡിക്കുലർ ആണ് കേട്ടോ. അതിന്റെ ലെങ്ത് ആണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തിലോട്ട് പോയാലോ? അടുത്ത എന്താ കേസ് എന്നറിയോ? ഇതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നോക്കിക്കോട്ടോ. അതായത് ഈ പോയിന്റ് പി ഓൺ ആക്സിസ് വിട്. ഓക്കെ അല്ലേ? അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നോക്കണേ, ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. എന്താണെന്നറിയോ? വാട്ട് ഇഫ്, ഇവിടെ നോക്കിക്കോട്ടോ. ഇതല്ല ടപ്പ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതല്ല, ഇത് വിട്. ഇതിന് പകരമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. നോക്കിക്കോ. ഇൻഫിനിറ്റ് ഓൺ 1 end. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. ഇങ്ങനെ ചോദ്യം കണ്ടിട്ടുണ്ട്. ഒരു സൈഡിൽ ഇൻഫിനിറ്റ് ആണ്. അങ്ങനെയാണ്, ഒരു സൈഡിൽ ഇൻഫിനിറ്റ് ആണ്. കണ്ടാ ഇങ്ങനെ വരും. അതിൽ ഒരു സൈഡിൽ എന്താണ്? ഇൻഫിനിറ്റ് ആണ്. എങ്ങനെയാ ഒരു സൈഡിൽ ഇൻഫിനിറ്റ് വരയ്ക്കുക? എങ്ങനെയാണ്? ഈ സൈഡ് ഇങ്ങനെ ഇൻഫിനിറ്റ് ആണ്. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? മറ്റേ ഇൻഫിനിറ്റ് അല്ലാത്ത എൻഡിന്റെ തൊട്ട് മണ്ടയിൽ എന്ത് ചെയ്യും? നമ്മുടെ പോയിന്റ് പി മാർക്ക് ചെയ്യും. അവിടെ ഉള്ള ആ പോയിന്റിലുള്ള എന്ത് കണ്ടുപിടിക്കാൻ പറയും? മാഗ്നറ്റിക് ഫീൽഡ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. ശരിയാണ്, നമുക്ക് കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നോക്കിക്കോ. എങ്ങനെ നമ്മളത് കണ്ടുപിടിക്കാം? നോക്കിക്കോ. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ആദ്യം എനിക്ക് ആർ പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഞാൻ ആർ പെർപെൻഡിക്കുലർ വരച്ചു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ആർ പെർപെൻഡിക്കുലർ വരച്ചതിന് ശേഷം നോക്കിക്കോട്ടെ. ഇതാണ് എൻ്റെ ആർ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ആർ പെർപെൻഡിക്കുലർ വരച്ചതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണം? രണ്ട് എൻഡുമായി കണക്ട് ചെയ്യണം. ഫസ്റ്റ് എൻഡ് ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ തീറ്റ എത്രയായി? 0 ആയി. θ1 0 ഡിഗ്രി ആയി. θ2 നോക്കണേ. ഇങ്ങനെയാണോ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ എടുത്താൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ പറ്റുമോ? ഇല്ല. ഇവിടെയാണോ ലെങ്ത്? അല്ല. ഇവിടെ ഇൻഫിനിറ്റി ആണ്. ഇങ്ങനെ പോയി ഇവിടെയാണോ? അല്ല. അങ്ങനെയാണോ? അല്ല. ഇങ്ങനെയാണ്. ഏകദേശം എന്ത് ചെയ്യും? 90 ഡിഗ്രിയോളം വരും. θ2 എന്ന് പറയുന്നത് ഏകദേശം 90 ഡിഗ്രി തന്നെ വരും. θ2 90 ഡിഗ്രി ആയിട്ട് വരും. ഓക്കെ അല്ലേ? അങ്ങനെ θ1 0, θ2 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ പറ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരിക? ഇവിടെ നമ്മൾ എങ്ങനെ എഴുതാം? μ0 I/4πr ഇൻറ്റു സൈൻ θ1 പ്ലസ് സൈൻ θ2 അല്ലേ നമ്മൾ പഠിച്ചത്? ഇതല്ലേ നമ്മുടെ ഫോർമുല ഉണ്ടായിരുന്നത്, ബി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്. അതിലെന്താ? സൈൻ θ 0യാ. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? അപ്പോൾ ഇത് 0 ആയിപ്പോയി. ഇതെന്താ? 1. അപ്പോൾ 0 + 1 1. അപ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബി എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിരിക്കും? μ0 I/4πr ആയി പോവും. ഓക്കെ അല്ലേ? μ0 I/ എന്താണ്? 4πr ആയി പോവും. സെറ്റ്. അതും പഠിച്ചു. കഴിഞ്ഞു. μ0 I/4πr എങ്ങനെയാണ്? ഒരു എൻഡ് ഇൻഫിനിറ്റ് ആണ്, മറ്റേ എൻഡ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് നോക്കാം. ഇനി ഇവനെന്താ പറഞ്ഞത്?
പോയിന്റ് പി ഓൺ ദ ആക്സിസ് എന്താ പറയുന്നതെന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാം, അപ്പൊ പറഞ്ഞുതരാം. അയ്യോ, അതായത് ഒരു ലൈൻ ഇങ്ങനെ ഞാൻ വരച്ചാല് കളർ മാറ്റാം, നീ മഞ്ഞ തന്നെ ആവട്ടെ. ഒരു ലൈൻ ഇങ്ങനെ ഞാൻ വരച്ചു, അതിന്റെ ആക്സിസിൽ നോക്കണം, അതിന്റെ ആക്സിസിൽ ഒരു പോയിന്റിലാണ് നമുക്ക് പി തന്നതെന്ന് വിചാരിക്കുക. അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ദാറ്റ് ബി ഓൺ ആക്സിസ് വിൽ ബി 0. ഏതിന്റെ? കറന്റ് കാരി സ്ട്രേറ്റ് കണ്ടക്ടർ ആണ് കേട്ടോ. സ്ട്രേറ്റ് കണ്ടക്ടറിന്റെ ആക്സിസിൽ എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. കാരണം എന്താ വരിക? ഇവിടെ നോക്കുക, ഈ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന സ്ഥലത്താണ് വരേണ്ടത്. ഈ ഭാഗത്തൊക്കെ വരും, അതേപോലെ ഈ ഭാഗത്തും വരും. ഈ ഭാഗത്ത് എന്താ, അതിന്റെ ആക്സിസിൽ എന്തായിരിക്കും? 0 ആയിരിക്കും ഇരിക്കുക. മനസ്സിലാക്കി വെക്കുക, സിമ്പിൾ കാര്യമാണ്. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമാണ്. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഉപകാരപ്പെടും. അടുത്തതിലോട്ട് പോവാം, സമയം കളയുന്നില്ല. എന്താണ് അടുത്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ ലൂപ്പ്. ഒരു സ്ക്വയർ ലൂപ്പിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാ കണ്ടുപിടിക്കാം, സിമ്പിൾ കാര്യം, വാ കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ ഓക്കെ, ഒരു സ്ക്വയർ ഞാൻ വരച്ചു. ഓക്കെ അല്ലേ? ഒരു സ്ക്വയർ ഞാൻ വരച്ചു. ഇതിന്റെ സെന്ററുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ലോജിക് അപ്ലൈ ചെയ്യും. എന്താണ് ഇത് കാണുന്നത്? നോക്കാം, 1 2 3 4 ഫിനിറ്റായ സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സ് അടക്കി വെച്ചിരിക്കുന്ന പോലെയല്ലേ കാണുന്നത്? കറണ്ട് ഇങ്ങനെ പോവുകയാണ്, കറണ്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ വരും, ഇങ്ങനെ കറണ്ട് ഒഴുകുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് ഒരു ഫിനിറ്റ് കണ്ടക്ടർ. ഇതിനെ മാത്രം കൺസിഡർ ചെയ്താൽ, നോക്കുക, ഇങ്ങനെ മാത്രം കൺസിഡർ ചെയ്യാൻ എന്താണ്? ഇതൊരു ഫിനിറ്റ്, 4 ഈക്വൽ ലെങ്ത്. കാരണം സ്ക്വയറാ. 4ന്റെ സെൻട്രോട് 4ന്റെയും ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. കാരണം എന്താ? സ്ക്വയർ ആണ്. എത്രയായിരിക്കും വരിക? a/2 ആയിരിക്കും വരിക അല്ലേ? ഈ ഡിസ്റ്റൻസ് a ആണെങ്കിൽ, ഈ മൊത്തമുള്ള ഡിസ്റ്റൻസ് a ആണെങ്കിൽ ഇതിന്റെ പകുതിയുള്ള ഡിസ്റ്റൻസ് ഇത് എത്ര? a/2 ആയിരിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 4 സെയിം സാധനം, എങ്ങനെയാണ്? 4 സെയിം എന്താ പറയാ കണ്ടക്ടർ, 4 സെയിം ഫിനിറ്റ് ആയ കണ്ടക്ടർ. അവരെന്ത് കാണണം? അവരെ സെന്ററിൽ കാണണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ? ഒരെണ്ണം കാണാൻ × 4 അടിക്കുക അല്ലേ? ഒരെണ്ണം കാണാ × 4 ടൈംസ് അടിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കുന്നു, ഒരെണ്ണം കാണാ × 4 ടൈംസ് അടിക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇവന്റെ പോയിന്റ് പിയിലേക്കുള്ളത് ആദ്യം ഞാൻ എന്ത് ചെയ്യണം? കുട്ടികൾ പറയാം, ആദ്യം ഞാൻ എന്ത് ചെയ്യണം? സർ, ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് പെർപെൻഡിക്കുലർ ലൈനാണ്. എന്താ ഞാൻ ചെയ്യേണ്ടത്? ആദ്യം ഞാൻ വരയ്ക്കേണ്ടത് പെർപെൻഡിക്കുലർ ലൈനാണ്. നോക്കാം, എന്നാ വരയ്ക്കാം. ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. കളർ മാറ്റാം അല്ലേ? ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിന് r പെർപെൻഡിക്കുലർ കൊടുത്തു. ദിസ് ഈസ് മൈ r പെർപെൻഡിക്കുലർ. ദാറ്റ് വിൽ ബി അത് എത്ര ലെങ്ത്? r പെർപെൻഡിക്കുലർ എത്ര ലെങ്ത് എന്ന് പറഞ്ഞു? a/2 ലെങ്ത് ആണ് അല്ലേ? a/2 ലെങ്ത് ആണ് വരിക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം a ആ. അതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി, അതായത് ഈ ഡിസ്റ്റൻസ്, അത് എത്ര? a/2. ഇങ്ങനെ കിട്ടിയത് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇനി സാറേ രണ്ട് എൻഡും കൂടെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാലോ നമുക്ക്. ഒരു എൻഡ് ഇവിടെ കണക്ട് ചെയ്തു, ഒരു എൻഡ് ഇവിടെ കണക്ട് ചെയ്തു, ഒരു എൻഡ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തു. ഈ ആംഗിൾ എത്രയായിരിക്കും? പറഞ്ഞുതരാം, നോക്കിക്കോ. സിമ്പിൾ ലോജിക് നോക്കിക്കോ. ഇത് 90, ഇത് 90 ഡിഗ്രി. കാരണം അതായത് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചേ, ഇത് മൊത്തം 90 ഡിഗ്രിയാ. അതിന്റെ പകുതിയാണെങ്കിൽ 45 ഡിഗ്രിയാ. ഓക്കെ ആണ്. അപ്പൊ ഇത് 90, ഇത് 45. അപ്പൊ ഇത് ഇത്രയും 45. കാരണം എന്താ? ഒരു ട്രയാങ്കിൾ 180 ഡിഗ്രിയാണ്. 90 + 90 180 ഡിഗ്രി. ഓക്കെ അല്ലേ? അങ്ങനെയാണ് 45 ഡിഗ്രി. അതേപോലെ തന്നെ ഇവിടെയും ഇത് 90, ഇത് മൊത്തം 90, ഇത് 45. അപ്പൊ ഇതും 45. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? r പെർപെൻഡിക്കുലർ കിട്ടി, 2 ലെങ്ത്തും കിട്ടി. ഇനി കണ്ടുപിടിച്ചോ. വാ, b കണ്ടുപിടിക്കാം. b = പറ μ0 × I/4π. r എത്ര? 4π. r പെർപെൻഡിക്കുലർ a/2. ഞാൻ എന്ത് ചെയ്തു? a/2 എന്ന് എഴുതി. ഇനി എന്താ sin θ1 + sin θ2. sin 45 ഡിഗ്രി എത്രയാ? 0 1/2 1/√2. 1/√2 + 1/√2 എന്ന് വരും. ദാറ്റ് ഈസ് 2/√2 വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതും കൂടി ക്യാൻസൽ ആയി 2 ആയി. μ0 I/2πa × 2/√2 എന്ന് വന്നു അല്ലേ? ഈ 2 ക്യാൻസൽ ആയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടിയ എന്താണ്? μ0 I/√2πa എന്ന് വന്നു. √2πa എന്നല്ലേ വന്നത്? അങ്ങനെയാണ് വന്നത്. ഇനി ഇതോടെ നമ്മൾ നിർത്താൻ പാടും ഇല്ല. ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചത് ഒറ്റ ലൈനിന്റെ ആണ്. ഒറ്റ
ഒറ്റ സ്ട്രേറ്റ് കണ്ടക്ടറിനാണ്. ഇനി ഇതുപോലത്തെ എത്ര ഉണ്ട്? 1 2 3 4 ഇൻറ്റു 4 അടിക്കണം. ഓക്കെ അല്ലേ? ഇൻറ്റു 4 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു ബി ഈക്വൽ ടു ബി ഓഫ് സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു എത്ര? ഒരെണ്ണത്തിന്റെ എത്രയാ? √0i/√2πa. √2πa എന്ന് വരും. ഈ √2 മേലേക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് എഴുതും? മേലെ പോയി ഞാൻ 2 × 2 എഴുതും. 2 × 2 എന്ന് എഴുതി വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? √2. ഈ √2 ഇവിടെ മേലേക്ക് കയറും. 2√2 √0i/πa എന്ന് വരും. ദാറ്റ് വിൽ ബി മൈ ആൻസർ. എങ്ങനെയാണ്? ബി സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ വരിക? 2√2 √0i/πa. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? നമ്മളിപ്പോൾ എങ്ങനെ കിട്ടിയത്? വളരെ എളുപ്പത്തിൽ നമ്മൾ ഇത് കണ്ടുപിടിച്ചില്ലേ? എളുപ്പം കാര്യം. അങ്ങനെ അടുത്തേക്ക് പോകാം. എന്താ അടുത്ത കാര്യം എന്ന് പറയാം? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെന്റർ ഓഫ് എൻ സൈഡ് റെഗുലർ പോളിഗൺ. ഒരു റെഗുലർ പോളിഗൺ തന്നു. റെഗുലർ ആയിട്ടുള്ള ഒരു പോളിഗൺ ഈക്വൽ സൈഡ് ആവണം. റെക്ടാങ്കിൾ പറ്റത്തില്ല. ഓക്കെ അല്ലേ? സ്ക്വയർ, ട്രയാങ്കിൾ, ഇക്വലാറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, പിന്നെ ഒരു റെഗുലർ സൈഡ് പെന്റഗൺ, ഹെക്സഗൺ ഒക്കെയാണ് തരുന്നെങ്കിൽ അതിന്റെ ഇപ്പൊ നമ്മൾ ഇത്ര വഴി ഒന്നും ചെയ്യേണ്ടെന്നാ പറയുന്നത്. എങ്ങനെ ചെയ്യാം? ഒന്നില്ല നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാം. അപ്പോൾ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു സൈഡ് കണ്ടുപിടിക്കുക ഇൻറ്റു 3 ചെയ്യുക. അതേപോലെ സ്ക്വയർ നമ്മൾ ചെയ്തു. പെന്റഗൺ ആണെങ്കിൽ ഒരു സൈഡ് കണ്ടുപിടിക്കുക ഇൻറ്റു 5 ചെയ്യുക. ഹെക്സഗൺ ആണെങ്കിൽ ഒരു സൈഡ് കണ്ടുപിടിക്കുക ഇൻറ്റു 6 ചെയ്യുക. അത് കൂടാതെ അങ്ങനെ തരുന്നതിന് പകരം ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. നോക്കാം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൽ എന്താണ് എന്റെ ഇക്വേഷൻ? ബി ഈക്വൽ ടു n × √0i/πa sin π/n tan π/n. എങ്ങനെയാണ്? n × √0i/πa sin π/n tan π/n. ഇവിടെ നമുക്ക് അറിയാത്ത 2-3 വേർഡ്സ് ഉണ്ട്. എന്താ? n അറിയില്ല, a എന്താണെന്ന് അറിയില്ല. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. n എന്ന് പറഞ്ഞാൽ നോക്കിയോടെ കുട്ടികളെ ശ്രദ്ധിക്കണം. n എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. n എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് സൈഡ്സിനെ സൂചിപ്പിക്കുന്നു. എന്തിനെ സൂചിപ്പിക്കുന്നത്? n റെപ്രസെന്റ് ദ നമ്പർ ഓഫ് സൈഡ്സ്. ഇനി എ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? നോക്കിയേ. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? ആ ലെങ്ത് ഓഫ് ദ സൈഡ് ആണ്. ഓക്കെ അല്ലെ? ലെങ്ത് ഓഫ് ദ സൈഡ് ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്, എ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. ഇത് നമുക്ക് നോക്കിക്കുക. ആ സ്ക്വയറിന് ഒന്ന് ചെയ്ത് നോക്കിയാലോ ഈ ഇക്വേഷൻ വെച്ചിട്ട്? ഓക്കെ ആണോ? നോക്കാം. സ്ക്വയറിന് ചെയ്യാൻ പോവാണ്. ബി ഈക്വൽ ടു നോക്കിക്കോ. n എത്രയാ? ഇവിടെ n എന്താ? 4 × √0i/π × a sin π/n എന്ന് പറഞ്ഞാൽ ടാൻ പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാ. 180/4 എത്രയാ? 45 ഡിഗ്രി. sin 45 എന്ന് പറഞ്ഞാൽ 1/√2 ഇൻറ്റു എത്രയാ ഇനി വരുന്നത്? ടാൻ π/n. ടാൻ 45 എന്ന് പറഞ്ഞാൽ 0 1/√3 1 അല്ലേ? 0 30 45 1 എന്ന് വരും. ഇൻറ്റു 1 എന്ന് വരും. അത് പോട്ടെ. അതിന് 4 നമ്മൾ 2 × 2 എന്ന് എഴുതി. 2 × 2 എന്ന് എഴുതി. ഈ √2 കയറിപ്പോയി. അപ്പം എനിക്ക് വരുന്നു 2√2 √0i/πa. ഏത് എളുപ്പം പറ? ഓക്കെ, 2√2 √0i/πa. ഇവിടെ നമ്മൾ എന്താ ചെയ്ത്? ഇത്രയും കാര്യങ്ങൾ എഴുതി ഇൻറ്റു 4 ഒക്കെ ചെയ്തിട്ട് കിട്ടി. ഇവിടെയോ ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടി. ഏതെളുപ്പം? ഇതല്ലേ എളുപ്പം. അപ്പം ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് അങ്ങോട്ട് പഠിച്ച് വെക്കുക. ആവശ്യം വരും. നമുക്ക് നീറ്റ്, JEE നിങ്ങളുടെ എൻട്രൻസ് എക്സാമിലൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ സമയമാണ്. ആ സമയത്തിന് വാല്യൂ കൊടുക്കുക. ഒരു ഇക്വേഷൻ കൂടുതൽ പഠിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും വരാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു 10 സെക്കൻഡ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10 സെക്കൻഡ് നമുക്ക് കിട്ടിയത് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ പഠിച്ചൊരു കുട്ടി ചിലപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളെക്കാൾ 1 മിനിറ്റ് മുന്നേ ആ പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റ് നഷ്ടമാണ്, ആ കുട്ടിക്ക് 1 മിനിറ്റ് ലാഭമാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള ഷോർട്ട് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കാൻ നോക്കുക. ഓക്കെ അല്ലേ? ടൈം ഏറ്റവും കൂടുതൽ ലാഭിക്കാൻ നോക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവസാനം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ അല്ലേ? എന്തായാലും ഉപകാരപ്പെടും. ഈ ഇക്വേഷൻ എന്തായാലും എല്ലാ മക്കളും കാണാപാടാക്കണം, ബൈ ഹാർട്ട് ചെയ്യണം. എന്താണ് ഇക്വേഷൻ? എൻ്റെ ഒപ്പം പറ. ബി ഈക്വൽ ടു n × √0i/πa divided into √0i/πa sin π/n tan π/n. ഒന്നുകൂടി പറ. b equal to n × √0i/πa sin π/n tan π/n. പഠിക്കുക. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. എന്താ പറയുന്നത്? ട്രയാങ്കുലർ ലൂപ്പ്, ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. കാരീസ് എ ഷോൺ ഫൈൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? സാറേ നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചൂടെ? ആ ഇക്വേഷൻ ഉപയോഗിച്ചു. പോസ്റ്റ് ചെയ്തിട്ട് കുട്ടികൾ ചെയ്യും. പോസ്റ്റ് ചെയ്തിട്ട് കുട്ടികളൊക്കെ ചെയ്തിട്ട് കിട്ടാത്ത കുട്ടികൾ മാത്രം ഇങ്ങോട്ടേക്ക് വീണ്ടും വരിക. ഓക്കെ, കിട്ടാതെ വരുന്നവർ മാത്രം എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് വരിക. നോക്കിക്കോ, എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം മറ്റേ ഇത് വെച്ചിട്ട് ചെയ്യാം. ഏത് നമ്മളുടെ ഒരു ഫിനിറ്റ് കണ്ടക്ടറിനെ വെച്ചിട്ട് ചെയ്യുക, ഇൻറ്റു 3 അടിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എന്താണ് നമ്മുടെ ഇക്വേഷൻ? b equal to n × √0i/ sin π/n tan π/n. അത് വെച്ച് ചെയ്ത് നോക്കല്ലേ നമുക്ക്? ചെയ്യാതെ. b equal to n × √0i/πa sin π/n
π/n. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ പഠിച്ചോ, പറഞ്ഞോ. ബി കൊണ്ട് n എത്രയാ 3 ആണ് സാറേ. µ0i by pi into a, ഇത് a തന്നെയാണ്. അപ്പൊ a into sin π/n, sin 60 tan 60 എന്ന് വരും അല്ലേ. എങ്ങനെ വരിക? sin 60 എങ്ങനെ വന്ന് 180/3 അല്ലെ. പൈ എന്ന് പറഞ്ഞാൽ 180, n എന്ന് പറഞ്ഞാൽ 3, അപ്പൊ 180/3 60 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണ് sin 60 tan 60 എന്ന് വരും. ഓക്കെ, ഇനി എഴുതാൻ പറ്റും. sin 60 എത്ര? 0 1/2 1/√2 √3/2. ഓക്കെ അല്ലെ. sin 60 എന്ന് പറഞ്ഞാൽ √3/2. tan 60 എത്ര? 0 1/√3 1√3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വരും √3 3 ആവും. 3 into 3 9/2 µ0i by pi a ആയിരിക്കും എൻ്റെ ആൻസർ. എളുപ്പല്ലേടാ, ഇത് വെച്ച് ചെയ്യാൻ എളുപ്പമല്ലേ? ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക കുട്ടികൾ? പെൻഡഗണ്ടി, ഹെക്സഗണ്ടി ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും പറയുന്നു, റെക്ടാങ്കിൾ ഇത് പറ്റത്തില്ല കേട്ടോ. റെക്ടാങ്കിൾ ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? അതിന്റെ ലെങ്ത് വ്യത്യാസമല്ല, രണ്ട് സൈഡിൽ ലെങ്ത് വ്യത്യാസമില്ല. അപ്പൊ അത് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. റെക്ടാങ്കിൾ എങ്ങനെ നമ്മൾ ചെയ്യുക? പറയും. റെക്ടാങ്കിൾ അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുക? ആദ്യം ഇതിന്റെ കണ്ടുപിടിക്കുക, ഈ പോയിന്റുകളിൽ കണ്ടുപിടിക്കുക. പിന്നെ ഇത് അതേ ഇൻറ്റു 2 അടിക്കുക. ഇത് എടുക്കുക, അതേ ഇൻറ്റു 2 അടിക്കുക. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്തതിലോട്ട് പോവാം. എന്താ അടുത്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പ്. വെരി സിമ്പിൾ കാര്യമാണ്. നോക്കാം എന്താണ് കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പിന്റെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. നോക്കിക്കോട്ടോ. കണ്ട, ഒരു സർക്കിൾ തന്നിട്ട് ഒരു എടാ ഇത് എങ്ങനെയാണെന്നറിയോ? ഇതിന്റെ ആക്സിസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. സർക്കിളായിട്ട് ഇവിടെ ഒന്നുമില്ല അല്ലേ. നോക്കാം, എന്റെ കൈ നോക്കാം. ഇതാണ് എന്റെ സർക്കിൾ എന്ന് വിചാരിക്കും. ഇതെന്റെ സർക്കിളാണെന്ന് വിചാരിച്ചോ. ഇതാണ് സർക്കിൾ എങ്കിൽ ഇതിന്റെ ആക്സിസ് എങ്ങനെയാണ്? ഇങ്ങനെയാണോ? അല്ല, ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കണ്ട, ഇങ്ങനെയാണ് ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിന്റെ ആക്സിസ് ഇതാണ് എന്റെ സർക്കിൾ എങ്കിൽ ഇതിന്റെ ആക്സിസ് ഒരിക്കലും ഇങ്ങനെയല്ല. അതിന്റെ എല്ലാമുള്ള ഡയമീറ്റർ അല്ല അതിന്റെ സർക്കിൾ വരിക. ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് ഇത് ഒരിക്കലും എങ്ങനെയല്ല, ഇതിപ്പോ ഡയാമീറ്റർ അലോങ്ങാണ് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഇതല്ല എന്റെ ആക്സിസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് പിന്നെ എന്റെ ആക്സിസ് എന്ന് പറയുന്നത്? ആ സെന്റർ കൂടെ ഇങ്ങനെ മേലെ കണ്ട, ഇതാണ് സർക്കിൾ എങ്കിൽ സെന്റർ കൂടെ ഇങ്ങനെ പോകുന്നതാണ് എന്റെ ആക്സിസ്. ആ ആക്സിസിൽ ഒരു പോയിന്റ് തന്നിട്ട് എന്നോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതിക്കോ, B = µ0 IR². വേണമെങ്കിൽ n കൂടി. ഇപ്പൊ ഇത് 1 ടേണാ. ഓക്കെ, ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്. B = µ0 IR² by 2 into x² plus r² whole raised to 3/2. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ n = 1 ആയ കാരണമാണ് ഇങ്ങനെ. ഇതിന് പകരം 3 ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും µ0 NIR². കേട്ടോ, ഇവിടെ ഒരു n കൂടി ചേർത്ത് ഇങ്ങനെ പഠിക്കാം. അപ്പൊ n = 1 ഇട്ട് കൊടുത്താൽ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, B = µ0 NIR² divided by 2 into r² plus x² whole raised to 3/2. ഇതിൽ x എന്താ? x എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്. ആ പോയിന്റ് P-യിലേക്കുള്ള സെന്ററിൽ നിന്ന് ലെങ്ത്തിനാണ് x എന്ന് പറഞ്ഞാൽ. r എന്താ? റേഡിയസ് r. ഓക്കെ, r എന്ന് പറഞ്ഞാൽ റേഡിയസ് r. ഓക്കെ അല്ലേ? എന്താണ് B എന്ന് പറഞ്ഞാൽ? B = µ0 into NIR² divided by 2 into r² plus x² whole raised to 3/2. കേട്ടോ, r² plus x² whole raised to 3/2. സിമ്പിൾ കാര്യമാണ്. അധികം പറയുന്നില്ല. അടുത്തതിലോട്ട് പോവാം. എന്താണ് സെന്റർ ഓഫ് ദ ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെന്റർ ഓഫ് ദ ലൂപ്പ്? അങ്ങനെയാണെങ്കിൽ ആ സെന്റർ ഓഫ് ദ ലൂപ്പ് നോക്കിക്കോട്ടെ കുട്ടികളെ. നോക്കിക്കോ, ഈ സെന്റർ ഓഫ് ദ ലൂപ്പിൽ വരികയാണ്. ഈ സെന്ററിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്തായി പോവും? നമ്മൾ പഠിച്ച എക്സ് എന്തായി പോവും? ഈ എക്സ് എന്താണ്? 0 ആയി പോവും. കാരണം എന്താ? സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെന്ററിൽ തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്താണ്? എക്സ് എന്തായി പോവും? 0 പോകും. വിച്ച് ഇംപ്ലൈസ് x = 0. ഇനി നമ്മൾ B = µ0 IR² n 1 ആണ്. ഇവിടെ n 1 ആണ്. അപ്പൊ n എഴുതുന്നില്ല. IR² by 2 into r² plus x² എന്ന് പറഞ്ഞാൽ 0 ആയി പോവും അല്ലേ? എഴുതാം x² whole raised to 3/2. ഈ x 0 ആയി പോകും. ഈ 2 ക്യാൻസൽ ആയി പോകും. r³ ഉണ്ട് മേലെ, ഒരു r ഇതില്ല. അപ്പൊ ഈ സ്ക്വയറും ഈ ക്യൂബും കൂടി ക്യാൻസൽ ആയി µ0i by 2r വരും. ചെയ്തു നോക്കാം. µ0i by 2r ആണ്. എപ്പോ വരിക? ഇൻ ദ സെന്റർ ഓഫ് എ കറന്റ് ക്യാരിയിങ് ലൂപ്പ്. ഓക്കെ, എന്താണ്? µ0i by 2 into r എന്നാണ് വരിക. ഓക്കെ അല്ലേ? ഇതിങ്ങനെ കാണാപ്പാടം പഠിക്കണ്ട. ഇതിനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ട്രിക്ക് ഉണ്ട്, കാണാപ്പാടം പഠിക്കണ്ട. ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോകാം. സമയം കളയുന്നില്ല, അടുത്തേക്ക് പോകാം. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ആർക്ക്? ഇതാണ് പഠിക്കേണ്ടത്. ഒരേ ഒരു ഇക്വേഷൻ പഠിക്കാം. സർക്കിളിന്റെ എങ്ങനത്തെ മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ആ ട്രിക്ക്? എന്താണ് ആ സൂപ്പർ ട്രിക്ക്? µ0i by 4πr into θ. എന്താണ്? µ0i by 4πr into θ. ഓക്കെ, ഇതാണ് നമ്മളുടെ ആ സൂപ്പർ ട്രിക്ക്. എന്താണ് µ0i by 4πr into θ. എങ്ങനെയാണ്? θ എന്ന് പറഞ്ഞാൽ പൈ എത്രയാണ്? ഇപ്പൊ ഞാൻ പറയാം, ഒരു ഫുൾ സർക്കിൾ ആണെങ്കിൽ നോക്കിക്കോ, ആ θ എത്രയാ?
പൈ പ്ലസ് പൈ 2π അല്ലേ, പൈ പ്ലസ് പൈ 2π. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു ബി ഈക്വൽ ടു ന്യൂ 0 i 4πr ഇൻറ്റു തീറ്റ എത്രയാണ് ഇവിടെ, തീറ്റ എന്ന് പറഞ്ഞാൽ 2π എന്ന് എഴുതാം. അങ്ങനെ പൈയും പൈ ക്യാൻസൽ ആയി, ഇവിടെ 2 വരും, ന്യൂ 0 i/2r. ഇതല്ലേ നമ്മളിപ്പോൾ പിടിച്ച് ന്യൂ 0 i/2r, ഇതല്ലേ നമുക്ക് കിട്ടിയ ന്യൂ 0 i/2r. ഇനി ഒരു സെമി സർക്കിളാണ്, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ ഇതേ സെയിം ഇക്വേഷൻ വേറെ ഒന്നുമിലേക്കും പോകണ്ട. ഈ ന്യൂ 0 i/4πr ഇൻറ്റു തീറ്റ ഇവിടെ എത്ര പൈ മാത്രമാണ് അല്ലേ, തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ പൈ ആണ്, പൈ ക്യാൻസൽ. അപ്പോൾ എനിക്ക് കിട്ടും ന്യൂ 0 i/4r. ബി സെമി സർക്കിൾ. ഓക്കെ അല്ലേ, സെമി സർക്കിളാണ്. ഇനി ഒരു ക്വാർട്ടർ സർക്കിളാണ് നമ്മളോട് പറഞ്ഞത്, ഒരു ക്വാർട്ടർ സർക്കിൾ മാത്രം, ഒരു പൈ ഇതണ്ട 90 ഡിഗ്രിയുള്ള ഒരു ക്വാർട്ടർ സർക്കിളാണ് നമ്മളോട് പറഞ്ഞതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വാർട്ടർ സർക്കിളിന്റെ സെൻട്രൽ ഇത് സെൻട്രലാണ് ക്വാർട്ടർ സർക്കിളിന്റെ സെൻട്രൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ എങ്ങനെ കണ്ടുപിടിക്കുക, ഈ സെയിം ഇക്വേഷൻ എന്താ, ബി ഈക്വൽ ടു ന്യൂ 0 i/4πr ഇൻറ്റു തീറ്റ ഇവിടെ എത്രയാ, തീറ്റ ഇവിടെ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/2 അല്ലേ, 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/2. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ π/2 എന്ന് എഴുതി, പൈ ക്യാൻസൽ. അങ്ങനെയാണെങ്കിൽ എഴുതുന്നു ന്യൂ 0i/8 ഇൻറ്റു r. സിമ്പിൾ. അങ്ങനെ അതും കഴിഞ്ഞു അല്ലെ, അങ്ങനെ അത് നമ്മൾ കറക്റ്റ് ആക്കി കഴിഞ്ഞു. അടുത്തേക്ക് പോകാം, ഒന്നും സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ പോവേണ്ടതുണ്ട്. ഓക്കെ, അടുത്തേലോട്ട് പോകുന്നു. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? എടാ ഈ കാര്യം ഉണ്ടല്ലോ, ഒന്നില്ല നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ പഠിച്ചു വെക്കാം. ജസ്റ്റ് ഒന്ന് ഡെയിലി ഒരു 10 ദിവസം വായിച്ച് നമ്മുടെ തല്ലിൽ കയറുന്ന ഒരു സാധനമാണ്. ഞാൻ പറയുന്നത് ഇത് മനസ്സിലാക്കി വെക്കാൻ, ചെയ്ത് കണ്ടുപിടിക്കേണ്ട, ഇതിങ്ങനെ ഇതിങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കിത് ഓർമ്മ വരണം. കാരണം എന്താ, പെട്ടെന്ന് തന്നെ ഇതേപോലെ ചോദിക്കടാ. എന്താ ചോദിക്കാന്ന് അറിയാം, റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഡിവൈഡ് ബൈ ദ അറ്റ് ആക്സിസ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എഴുതണം BC/B ആക്സിസ് 1 + x²/r² ഹോൾ റേഷ്യോ 3/2 എന്ന് എഴുതണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ, ആദ്യം ബി സെൻട്രൽ എത്ര ന്യൂ 0i/2r അല്ലേ, ഡിവൈഡഡ് ബൈ ന്യൂ 0i/r² ഡിവൈഡ് ബൈ 2 ഇൻറ്റു r² + x² ഹോൾ റേഷ്യോ 3/2 എന്ന് എഴുതുക. 2 ക്യാൻസൽ ചെയ്യുക, ന്യൂ 0 i ക്യാൻസൽ ചെയ്യുക, ഇങ്ങനെ മേലെ പോവുക, അങ്ങനെ ചെയ്തിട്ട് അവസാനം ഇതിലേക്ക് എത്തും. ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട, നമ്മൾ കണ്ടാൽ തന്നെ അപ്പം കുത്തണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ അപ്പം കുത്തണം. നമുക്ക് എത്ര സെക്കൻഡ്, ഒരു 30 സെക്കൻഡാണ്, 30 സെക്കൻഡ് ലാഭിക്കട്ടെടാ അല്ലേ, അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ ചെയ്യാം. അറിയാത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് അപ്ലൈ ചെയ്തൂടെ. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, ഈ സാധനം എന്ത് ചെയ്യുക, മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. എങ്ങനെ പറയും, എൻ്റെ ഒപ്പം പറയും, ബി സെൻറ്റർ ബൈ ബി ആക്സിസ് ഈക്വൽ ടു 1 + x² ഡിവൈഡ് ബൈ r² ഹോൾ റേഷ്യോ 3/2. എങ്ങനെയാണ് 1 + x² ഡിവൈഡ് ബൈ r² ഹോൾ റേഷ്യോ 3/2. സിമ്പിൾ കാര്യം. അടുത്തിലേക്ക് പോകുന്നു, സമയം കളയുന്നില്ല. എന്താണ് അത്, an infinitely long straight conductor is bent as shown below. ഓക്കെ, ഇങ്ങനെ ഇതിലൊരു കാര്യം മിസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞുതരാം. ഇപ്പൊ ശരി കേട്ടോ. എങ്ങനെയാണെന്നറിയോ, ഇത് നോക്കി, ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇത് വളരെ അടിപൊളിയായ ഒരു ക്വസ്റ്റ്യനാണ്. നോക്കിക്കോ, കണ്ട കറണ്ട് ഇങ്ങനെ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാം. ക്വസ്റ്റ്യൻ നോക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് വേണം. ഇവിടെ ഒരു ഇൻഫിനിറ്റ് കറണ്ട് കാര്യം കണ്ടക്ടർ ഉണ്ട്. ഇൻഫിനിറ്റിൽ കറണ്ട് കാര്യം കണ്ടക്ടർ ഉണ്ട്. അതായത് ഇങ്ങോട്ടേക്കും ഇൻഫിനിറ്റി ആണെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, ഇനി ഇപ്പോൾ സെൻട്രലെ പോയിന്റ് കാണാം. ആദ്യം എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കും നമ്മൾ. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോട്ടോ, ഇവൻ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം എന്താ, ഇവൻ്റെ എങ്ങോട്ടേക്ക്, ആ പോയിന്റ് പിയിൽ നോക്കുക, ഈ സൈഡിൽ ഉള്ളിലോട്ട്, ഈ സൈഡിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അപ്പോൾ ഞാൻ എഴുതുന്നു ബി ഡ്യൂ ടു ദ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എത്രയാണ്, ന്യൂ 0i/2πr അല്ലേ, ന്യൂ 0i/2πr. എങ്ങനെ 2πr വന്ന്, ന്യൂ 0i/4πr sin θ1 + sin θ2 ആണ്. sin θ 90 ആണ്, sin θ2 90 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര, 1 + 1 2 വരും, 2 കട്ടി. ഇങ്ങനെ തന്നെ എഴുതാൻ പഠിക്കണം കേട്ടോ, അത് നമ്മുടെ മനസ്സിൽ വരണം കേട്ടോ. ന്യൂ 0i/2πr. ഇതിന് ഡയറക്ഷൻ എങ്ങോട്ടാണ്, ആ പോയിന്റ് നോക്കുമ്പോൾ എങ്ങനെ, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. എങ്ങനെയാണ്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് ഡോട്ട് ചെയ്തിട്ട്. ഓക്കെ അല്ലേ, ഇനി സർക്കിളിന്റെ നോക്കാം കേട്ടോ. സർക്കിളിന്റെ ഡയറക്ഷൻ കുട്ടികൾ 2 രീതി കണ്ടുപിടിക്കാം. നോക്കിക്കോ, ഞാൻ എപ്പോഴും സർക്കിളിന്റെ ഡയറക്ഷൻ എന്താണെന്ന് അറിയോ, 2 രീതി കണ്ടുപിടിക്കാം. ഒന്നില്ലേ നമ്മുടെ തമ്പ് റൂളിനെ വെച്ച് നിങ്ങൾ ചെയ്യാം. എങ്ങനെ, ആ പോയിന്റിൽ ഇങ്ങനെ വെക്കുക, ഉള്ളിലോട്ട്, കണ്ട ആ പോയിന്റിൽ ഇങ്ങനെ വെക്കുക, ഉള്ളിലോട്ട്. 2 കാണിച്ചു തരാം. ഇങ്ങോട്ടേക്കാണെങ്കിൽ നോക്കിയോ, ഒന്നില്ലെങ്കിൽ തമ്പ് നേരെ കൊണ്ടിട്ട് അവിടെ വെക്കുക, അതിൻ്റെ ഉള്ളിലോട്ട്, കണ്ട ആ നേരെ ഫിംഗർ കാണിക്കുന്ന ഉള്ളിലോട്ട്. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ വരും, തിരിഞ്ഞ് വരുമ്പോൾ പുറത്തോട്ട്. ഇവിടെ എങ്ങനെയാണ്, ഉള്ളിലോട്ട് ഇൻറ്റു ഇവിടെ പുറത്തോട്ട്. അല്ലെങ്കിൽ നേരെ തിരിച്ച് ചെയ്യാനും പറ്റും. സർക്കിളിൻ്റെ കേസിൽ നേരെ തിരിച്ച് ചെയ്യാൻ പറ്റും. ഇതെന്ത് ചെയ്യാം, കണ്ട ഈ ഫിംഗേഴ്സ് എന്ത് ചെയ്യുക, ഇതല്ലേ കുറച്ചുകൂടി എളുപ്പം. കണ്ട ഫിംഗേഴ്സ് എന്ത് ചെയ്യുക, നമ്മൾ ഫിംഗർ എന്ത് ചെയ്യാന്നറിയോ, ഫിംഗർ കറണ്ടാക്കി എടുക്കുക.
തമ്പ് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഫിംഗർ കറണ്ട് ആക്കി എടുത്താൽ തമ്പ് എന്ത് ചെയ്യും? ഡയറക്ഷൻ ഓഫ് ഫീൽഡ് കിട്ടും, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. എങ്ങനെയാണ് അത് നോക്കാലോ? എങ്ങനെ? ആദ്യം ഞാൻ എൻ്റെ ഫിംഗർ എടുത്തു, കറണ്ടിന്റെ ഡയറക്ഷൻ കേൾ ചെയ്തു, അപ്പോൾ നോക്കിക്കോ, കറണ്ട് ഡയറക്ഷൻ കേൾ ചെയ്തപ്പോൾ എന്റെ തമ്പ് ഇങ്ങടെ ഉള്ളിലോട്ടല്ലേ വന്ന്, കണ്ട ഉള്ളിലോട്ടല്ലേ വന്നത്. അപ്പൊ ഇൻടു ദ പ്ലേ. അടുത്തത് ഇവിടെ നോക്കുക, തമ്പന്റെ റൈറ്റ് ഹാൻഡ് തന്നെ എടുക്കണേ. അടുത്തത് കറണ്ടിന്റെ ഡയറക്ഷൻ കേൾ ചെയ്തു, ഫിംഗർ ഞാൻ കറണ്ടിന്റെ ഡയറക്ഷൻ കേൾ ചെയ്തു, അപ്പൊ എന്റെ തമ്പ് എന്ത് വരും? ഔട്ട് ഓഫ് ദ പ്ലേ. രണ്ട് രീതിക്കും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. കുട്ടികൾക്ക് ഏതാണോ കംഫർട്ട് അത് വെച്ച് ചെയ്യാം. ഓക്കെ, പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കിട്ടി ബി ഇ ടു ദ സ്ട്രൈറ്റ് കണ്ടക്ടർ. എങ്ങനെയാണ്? ഞാൻ ഇങ്ങനെ എടുത്തു ഉള്ളിലോട്ട്. ഓക്കെ അല്ലേ? സോറി, സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ് അല്ലേ? ഞാൻ നമ്മൾ ഇങ്ങനെ പിടിച്ചു പുറത്തോട്ട്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ കിട്ടി. ഇനി സർക്കിൾ, കാരണം സർക്കിൾ എത്രയാ നമ്മൾ പഠിച്ച? എത്രയാ? ബി ഈക്വൽ ടു സർക്കിൾ µ0 I ബൈ 2 × r 2 × r. എങ്ങോട്ടേക്കാ പറയും? ഞാൻ ഇങ്ങനെ സർക്കിൾ ചെയ്തു ഉള്ളിലോട്ടാണ്. ദാറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ. അയ്യോ, ഒരെണ്ണം ഔട്ട് ഓഫ് ദ പ്ലെയിനാ, ഒരെണ്ണം ഇൻ ടു ദ പ്ലെയിനാ. എങ്ങനെയാണ്? ഒരെണ്ണം ഉള്ളിലേക്ക് പോകുന്നു, ഒരെണ്ണം പുറത്തേക്ക് വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടും പുറത്തോട്ടാണെങ്കിൽ പ്ലസ് ചെയ്യുക, രണ്ടും ഉള്ളിലോട്ടാണെങ്കിൽ പ്ലസ് ചെയ്യുക, ഒരെണ്ണം പുറത്തോട്ട് ഒരെണ്ണം അകത്തോട്ട് അങ്ങനെ മൈനസ് ചെയ്യുക. സിമ്പിൾ കാര്യം. അപ്പൊ എന്ത് ചെയ്യുക? ഇതെടുക്കാം, നേരെ മൈനസ് ചെയ്യുക. ഡയറക്ഷൻ കണ്ടുപിടിച്ചു, നേരെ മൈനസ് ചെയ്യുക. ഏതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യും? വലുതിൽ നിന്ന് ചെറുതിനെ മൈനസ് ചെയ്യുക. ഇവിടെ നോക്കുമ്പോൾ µ0I/2πr, ഇവിടെ ഒരു അടിയിൽ ഒരു പൈ എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടുതലാണ്. അപ്പൊ ഇതായിരിക്കും വലുത്. ഡിനോമിനേറ്റർ പൈ ഉണ്ട്, അപ്പൊ ഇതായിരിക്കും വലുത്. അപ്പൊ ഇതിൽ നിന്ന് ഇതിലേക്ക് മൈനസ് ചെയ്യുക, ഇതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. 10 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് നോക്കിക്കോട്ടെ. അപ്പൊ മനസ്സിലാക്കിക്കോ, 10 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് തള്ളുന്നുണ്ട്, 5 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് തള്ളുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എങ്ങനെ? ലാസ്റ്റ് എന്താ ഉണ്ടാവുക? 5 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് പോണ പോലെയല്ലേ ഉണ്ടാവുക. അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടേക്ക്? അങ്ങോട്ട്, വലുതിന്റെ ഡയറക്ഷനിലായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ സർക്കിളിന്റെ വലുതാണ്, µ0I/2r ആണ്, അതും ഇൻ ടു ദ പ്ലെയിൻ ആണ്. അപ്പൊ അതിൽ നിന്ന് ഇതിനെ മൈനസ് ചെയ്യുക, സർക്കിളിന്റെ ഡയറക്ഷൻ ആയിരിക്കും കൂടുതൽ. സിമ്പിൾ കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു µ0I/2r മൈനസ് µ0I/2πr. ഇതായിരിക്കും എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ ബി. അത് വേണമെങ്കിൽ പുറത്തേക്കൊക്കെ എടുത്ത് ചെയ്യുക. ആൻഡ് ദാറ്റ് വിൽ ബി ഇൻ ടു ദ പ്ലെയിൻ. സെറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായ ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോഴും നോക്കിയത്. അടുത്തതിലോട്ട് പോകുന്നു, സമയം കളയുന്നില്ല. എന്താണ് അടുത്തത്? ഇനി ഞാൻ എന്ത് ചെയ്യാം? കുറച്ച് സ്പെസിഫിക് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് തരാം. ഓക്കെ അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കുട്ടികൾക്ക് തരാൻ പോകണേ. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാട്ടോ. ഇതിങ്ങനെ ചോദിക്കും. എന്താണെന്നറിയോ? ഒരു പവർ ലൈൻ ഉണ്ട്. എങ്ങനെയാണ്? ഒരു ഓവർ ഹെഡ് പവർ ലൈൻ പോകുന്നുണ്ട്. ആൻഡ് ദ പവർ ലൈൻ, ഞാൻ പറയുന്നത് മനസ്സിലാക്കി വെക്കട്ടോ. ഒരു പവർ ലൈൻ ഉണ്ട്. ആ പവർ ലൈൻ ട്രാവൽസ് ഫ്രം നോർത്ത് ടു സൗത്ത്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ആ പവർ ലൈൻ ട്രാവൽ ചെയ്യുന്നു. ആ പവർ ലൈൻ ക്യാരീസ് എ കറണ്ട് ഓഫ് 10 ആംപിയർ. ആ പവർ ലൈൻ്റെ ക്യാരി ചെയ്യുന്ന കറണ്ട് 10 ആംപിയർ ആണ്. എനിക്ക് കണ്ടുപിടിക്കണം എന്ത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം, വാല്യൂ കണ്ടുപിടിക്കണം. എത്ര? എവിടെ? 10 സെന്റിമീറ്റർ ബിലോ ദ ലൈൻ. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ അല്ലേ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു പവർ ലൈൻ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്നു. അതിന് ആദ്യം നോർത്ത് എവിടെ, ഈസ്റ്റ് എവിടെ, സൗത്ത് എവിടെ, വെസ്റ്റ് എന്ന് അറിയണം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് പോകുന്നത്. ഇനി കുട്ടികൾ പറയാം എന്താ ചെയ്യുന്നത്? സാറേ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഒരു കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ടക്ടർ ഒരു ലൈനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, കറണ്ട് അടിയിൽ ഇങ്ങനെ സൗത്തിലോട്ടാണ് പോകുന്നത്. അതിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 10 ആംപിയർ. ഇന്ന് തന്നിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. എന്തിനാണ്? മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്, ഡയറക്ഷനും കണ്ടുപിടിക്കണം, ബിലോ ദ ലൈനാണ് കണ്ടുപിടിക്കുന്നത്. ബിലോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ഇതിനെ ഇങ്ങനെ വെച്ചു. ഓക്കെ കേട്ടോ, ഇങ്ങനെ വെച്ചു. ഇതെന്റെ നോർത്ത്, ഇതെന്റെ സൗത്ത്, ഇതെന്റെ ഈസ്റ്റ്, ഇതെന്റെ വെസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ വെച്ചു, കൈ ഇങ്ങനെ വെച്ചു. എന്നിട്ട് 10 സെന്റിമീറ്റർ ബിലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്കിയിട്ട് കണ്ടാ നോക്കിക്കോളെ. ഞാൻ എന്ത് ചെയ്തു? ഇതാണ് എന്റെ കറണ്ട് തമ്പ് ട്ടാ. ഇതാണ് എന്റെ തമ്പ്, റൈറ്റ് ഹാൻഡിൽ തമ്പ്. അങ്ങനെ എടുത്തു. എനിക്ക് 10 സെന്റിമീറ്റർ ബിലോ ആണ് വരേണ്ടത്. ഞാൻ ഫിംഗർ കേൾ ചെയ്തിട്ട് 10 സെന്റിമീറ്റർ ബിലോ വന്നപ്പോൾ എങ്ങോട്ടേക്ക് ഡയറക്ഷൻ നോക്കിക്കാം? ഡയറക്ഷൻ ടുവേർഡ്സ് എന്റെ നേരേക്ക് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ഈസ്റ്റിലേക്ക് ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് ഈസ്റ്റ്. മനസ്സിലായോ? എങ്ങനെ മനസ്സിലായോ? അതായത് നോക്കിക്കോട്ടോ, ഇതാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കിക്കോ, ചൂടി വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും പറഞ്ഞുതരാം. ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കൈ ഇങ്ങോട്ടേക്ക് വെച്ചു. കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി വരുമ്പോൾ അടിയിലോട്ട് എത്തുമ്പോൾ അത് ഇങ്ങോട്ടേക്കാണ് വരിക. നോക്കാം. ഒന്നുകൂടി നോക്കാം. നോർത്ത് ബോർഡ്, സൗത്ത് നിങ്ങൾ, ഈസ്റ്റ് ഞാൻ, വെസ്റ്റ് അപ്പുറത്ത്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണ്. നോർത്ത്
ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ കറണ്ട് എവിടുന്ന നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാ, നിങ്ങളുടെ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. ഞാൻ എന്റെ റൈറ്റ് ഹാൻഡ് എടുത്തു, തമ്പ് വെച്ചു നിങ്ങളുടെ സൈഡിലേക്ക് കറക്കി. ഇനി എവിടെ കണ്ടുപിടിക്കാനാ പറഞ്ഞത്? 10 സെന്റിമീറ്റർ ബിലോ ദ ലൈൻ എന്നാ പറഞ്ഞത്. അപ്പൊ 10 സെന്റിമീറ്റർ ഈ ഒരു പോയിന്റിലാണ്, ബിലോ ദ ലൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ കൈ വെച്ചു, കറക്കി വരുമ്പോൾ ആ പോയിന്റ് എത്തിയപ്പോൾ എന്റെ നേരേക്കാണ്. കണ്ട ഈ ടിപ്പ് എങ്ങോട്ടാ? എന്റെ നേരേക്കല്ലേ. അത് ഞാൻ ഏതാ ഡയറക്ഷൻ ഉണ്ടായിരുന്നത്? നോർത്ത് ഈസ്റ്റ്. അപ്പൊ ടുവേർഡ്സ് ഈസ്റ്റ് ആണ് എന്റെ ഡയറക്ഷൻ വരിക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ കാര്യമാണ്. മനസ്സിലാകത്ത ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടി കാണുക. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ കിട്ടി, വാല്യൂ കിട്ടി. എന്താണ്? ടുവേർഡ്സ് ഈസ്റ്റ് എന്ന് കിട്ടി. ഇനി വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് സാറേ. എന്താണ് ഇത്? ഇൻഫിനിറ്റി അല്ലേ? ഒരു നോർത്ത് നിന്ന് സൗത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദൂരമായില്ല. അപ്പൊ അത് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കുക. B = μ0I/2πr. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 4πr × 2 എടുക്കുക. ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇതാണ് എളുപ്പം. μ0/4π എന്ന് പറഞ്ഞാൽ എന്താവും? 10⁻⁷ ആവും. ഇൻറ്റു I എത്ര? 10 ഡിവൈഡ് ബൈ R എത്ര? 10 × 10⁻2 × 2. ഇത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ വാല്യൂ കൂടെ കിട്ടും. എളുപ്പല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ ചെയ്യലേ? എളുപ്പം ക്വസ്റ്റ്യൻസ് അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നറിയോടാ? ശ്രദ്ധിച്ചേക്കണേ. നമ്മളോട് എന്താ ചോദിക്കാന്നറിയാം? നമ്മളോട് പറയും 2 കറണ്ട് ക്യാരിങ് ഇൻഫിനിറ്റ് ആയ കണ്ടക്ടർ ഇങ്ങനെ അടുത്തു കൂടെ പോകുന്നുണ്ട്. അതിന്റെ സെൻട്രലുള്ള എന്ത് കണ്ടുപിടിക്കാൻ പറയും? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ ആണോ? അങ്ങനെയാണ് ഇതിന്റെ കണ്ടുപിടിച്ചാൽ ഇതിന്റെ കറണ്ട് 10 ആണ്, ഈ ലെങ്ത് ഒരു 5 ആണെങ്കിൽ കുട്ടികൾ കണ്ടുപിടിക്കും. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കേണ്ടത് രണ്ടും 10 ആണ്, കറണ്ട് രണ്ടിടത്തും 10 ആണ്. ഇത് രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണ്. 5 എന്ന് പറയുന്നത് ഈക്വൽ മിഡ് പോയിന്റിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 5 സെന്റിമീറ്ററോ 5 മീറ്ററോ എന്തേലും ആയിക്കോട്ടെ. ഓക്കെ, സെന്റിമീറ്റർ ഇട്ടാ 2 സെന്റിമീറ്റർ ആയി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവന്റെ ഡയറക്ഷൻ നോക്കാട്ടെ. ഇവന്റെ ഡയറക്ഷൻ നോക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് എന്റെ റൈറ്റ് ഹാൻഡ് എടുത്തു, തമ്പ് എടുത്തു, കറണ്ടിൽ വെച്ചു, ഫിംഗർ കേൾ ചെയ്തു. ഇവ എങ്ങോട്ടാ? ഇൻ ടു ദ പ്ലെയിൻ. ഇവന് കാരണം ഇൻ ടു ദ പ്ലെയിൻ ആണ് അവിടെ വരുന്നത്, അല്ലെ? ഇൻ ടു ദ പ്ലെയിൻ ആണ് ആ പോയിന്റിൽ വരുന്നത്. ഇവനെടുത്തു, നോക്കിക്കോ, ഇവനെടുത്തു റൈറ്റ് ഹാൻഡ് എടുത്തു, തമ്പ് എടുത്തു, കറണ്ട് ഡയറക്ഷൻ വെച്ചു, ഫിംഗർ കേൾ ചെയ്തപ്പോൾ ഇവൻ ഔട്ട് ഓഫ് ദ പ്ലെയിനാ. ഇവൻ കാരണം ഇവിടെ ഔട്ട് ഓഫ് ദ പ്ലെയിനാ. ഞാൻ നോക്കുമ്പോൾ രണ്ടും സെയിം കറണ്ടാ, രണ്ടിന് ഡിസ്റ്റൻസ് സെയിമാ, രണ്ടും ഒരേപോലെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതാ, രണ്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സെയിമാ. ഒരെണ്ണം ഉള്ളിലോട്ട്, ഒരെണ്ണം പുറത്തോട്ട്. ദാറ്റ് വിൽ ബി ഒരെണ്ണം ഉള്ളിലോട്ട്, ഒരെണ്ണം പുറത്തോട്ട്. ക്യാൻസൽ ഔട്ട് ആവും. B0 ആയി പോകും. ഓക്കെ, B0 ആയി പോകും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി രണ്ടും ഒരേ ഡയറക്ഷനില്ല, രണ്ടും ഡിഫറെന്റ് ഡയറക്ഷൻ ആണെങ്കിലോ? ഒരെണ്ണം ഇങ്ങനെ പോകുന്നു, ഒരെണ്ണം ഇങ്ങോട്ടേക്ക് പോകുന്നു, സെൻട്രൽ. അപ്പൊ എന്ത് ചെയ്യാ? ഇവൻ എങ്ങോട്ടേക്കാ? ഇവൻ ഇൻ ടു ദ പ്ലെയിനാ. ഇവനും ഇൻ ടു ദ പ്ലെയിനാ. അപ്പൊ രണ്ടും എന്ത് ചെയ്യുക? ആഡപ്പ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നാലോ? എന്താണെന്നറിയോ? നമ്മളോട് എന്താ ചോദിക്കാന്ന് അറിയോ? ഒരു സർക്കിൾ, ഒരു ലൂപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അതിന്റെ റേഡിയസ് R ആണ്, മാഗ്നറ്റിക് ഫീൽഡ് B ആണെന്ന് വിചാരിച്ചോ. ഈ സെയിം സാധനം ഞാൻ എന്ത് വെട്ടി മുറുക്കിയിട്ട് ഞാൻ എന്താ N സർക്കിളാക്കി മാറ്റി. എന്താണ്? ഞാൻ N സർക്കിളാക്കി മാറ്റി. ഓക്കെ അല്ലേ? N എന്ന് പറഞ്ഞ ഒരു വാല്യൂ ചിലപ്പോൾ 3 ചോദിക്കാം, ചിലപ്പോൾ 4 ചോദിക്കാം, ചിലപ്പോൾ 5 ചോദിക്കാം. ഞാൻ എന്ത് ചെയ്തു? N സർക്കിളാക്കി മാറ്റി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ N സർക്കിളാക്കി മാറ്റിയാൽ എനിക്ക് കിട്ടുന്ന പുതിയ B' എന്താണെന്ന് ചോദിക്കും. ഓക്കെ അല്ലേ? പഠിച്ചു വെച്ചോ. B' = N²B. എങ്ങനെയാണ്? N²B ആയിരിക്കും. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ. എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലം ചെയ്തുതരാം. B = നോക്കിക്കോടാ, നമുക്ക് എന്താ? μ0I/2r അല്ലേ നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരിക, അല്ലെ? μ0I/2r ആണ് വരിക. ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്തായി? B = μ0NI/2 × R. പുതിയ R അല്ലെ? R നമുക്ക് അറിയത്തില്ല. നോക്കിക്കോണേ, 2 പുതിയ R ആണ് വരിക. എന്നിട്ട് എന്താ? ഈ N എന്താണ്? പറയും. ഈ N എന്താണ്? ഈ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്. ഇപ്പൊ N ടൈംസ് ആക്കി എന്ന് പറഞ്ഞു. ഇനി R എങ്ങനെ കണ്ടുപിടിക്കുക? ഈ R എങ്ങനെ കണ്ടുപിടിക്കുക? എടാ, എങ്ങനെ നോക്കിയാലും അതിന്റെ പെരിമീറ്റർ സെയിം അല്ലേ ഉണ്ടാവുക. ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ നോക്കുക, ഇതിപ്പോ ഒരു 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. ഇതിന്റെ പെരിമീറ്റർ. ഓക്കെ, ഇതിന്റെ പെരിമീറ്റർ 10 സെന്റിമീറ്റർ. ദാറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 2πr അല്ലെ? അപ്പൊ 2πr = അതിനെന്ത് ചെയ്തു? ഞാൻ 10 കഷ്ണാക്കി എന്ന് പറഞ്ഞാൽ 10 × ആ ചെറിയ 2πr. ഇപ്പൊ എന്ത് ചെയ്യുക? N × 2πr. അങ്ങനെ 2π ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഈ വലിയ ഞാൻ എന്ത് ചെയ്തു? വലിയ R എന്ന് പറഞ്ഞാൽ ഞാൻ R/N കൊടുക്കാൻ പോകണം. R എന്ന് പറഞ്ഞാൽ R/N ആയി. ഓക്കെ അല്ലേ? R എന്ന് പറഞ്ഞാൽ R/N ആയി. അങ്ങനെ ഞാൻ ഇവിടെ എഴുതുന്നു R/N എന്ന് ഞാൻ എഴുതി. ഓക്കെ അല്ലേ? ഇതിന് പകരം ഞാൻ എന്ത് എഴുതി? 2/R/N എന്ന് എഴുതി. N മേലേക്ക് പോകുമ്പോൾ ഞാൻ എഴുതുന്നു B' = നോക്കിക്കാണാം. B' = എങ്ങനെ വന്നേ? μ0
ഐ ഇൻറ്റു എൻ സ്ക്വയർ എൻ മേലെ പോയി, ഇവിടെ ഓൾറെഡി എൻ ഉണ്ട്, ഈ എൻ മേലെ പോകുമ്പോൾ എൻ സ്ക്വയർ വന്നു ഡിവൈഡ് ബൈ 2r. ഇതെന്താ ഈ ന്യൂസറോ ഐ ബൈ 2r എന്താ, ഈ ന്യൂസറോ ഐ ബൈ 2r എന്താ, എൻ്റെ ഫസ്റ്റത്തെ ബി അല്ലേ. അപ്പം എനിക്ക് കിട്ടി ബി ഡാഷ് ഈക്വൽ ടു എൻ സ്ക്വയർ ബി എന്ന് കിട്ടി. ഓക്കെ അല്ലേ, പഠിച്ചു വെക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ തന്നു, അതിനെ മൂന്ന് സർക്കിൾ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ കൺസെൻട്രിക് ആക്കിയിട്ട് വെച്ചു. അതിന് സെൻട്രൽ കണ്ടുപിടിക്കാൻ പറയാം, നമ്മൾ എന്ത് ചെയ്യും, ബി ഡാഷ് ഈക്വൽ ടു അവിടെ എന്നെ എത്രയാണ് 3 അപ്പോൾ 9b ആവും, 9 ടൈംസ് ബി ആവും. ഓക്കെ അല്ലേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാലും കുട്ടികൾ ചെയ്യാൻ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ, ഓക്കെ അടുത്തതിലോട്ട് പോകാം. എന്താ അടുത്തത്, ആംബിയർ സർക്യൂട്ടിലാണ്. അധികമൊന്നും പറയുന്നില്ല, ജസ്റ്റ് കാര്യം പറഞ്ഞുതരാം. എന്താണെന്നറിയോ, ലൈൻ ഇന്റഗ്രൽ, അതായത് ഇപ്പൊ പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ന്യൂ സീറോ ടൈംസ് ദ കറന്റ് എൻക്ലോസ്ഡ് എന്നേ പറയുന്നുള്ളൂ. ഇത് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ന്യൂ സീറോ ആൻഡ് ഐ എൻക്ലോസ്ഡ്. ഇതിന്റെ എന്താ പറയുക അപ്ലിക്കേഷൻസ് നമുക്ക് പെട്ടെന്ന് നോക്കാം. നോക്കിയോടാ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ വന്നാൽ ലോങ് സ്ട്രൈറ്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. നോക്കിക്കോ, ലോങ് സ്ട്രൈറ്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇത് നമ്മൾ പഠിച്ചതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആംബിയർ സർക്യൂട്ടിലോ വെച്ചിട്ടും ഇതിനെന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്യാൻ പറ്റും. ഞാൻ അതൊന്നും എഴുതുന്നില്ല, നമ്മളിത് പഠിച്ചതാണ്. ന്യൂ സീറോ ഐ ബൈ 4πr ഇൻറ്റു 2 അതായത് 2πr എന്ന് വരും. ഓക്കെ അല്ലേ, ഇങ്ങനെയാണ് വരിക. അത് ഞാൻ അധികം ഒന്നും പറയുന്നില്ല, സ്ട്രെസ് ചെയ്യുന്നില്ല, നമുക്ക് അടുത്തോട്ട് നമ്മൾ പഠിച്ചാൽ ആവശ്യമൊന്നും മാത്രം പഠിക്കാം. അടുത്തത് ഒരു ഹോളോ സിലിണ്ടർ ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. നോക്കി കേട്ടോ, എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒരു ഹോളോ സിലിണ്ടർ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നോക്കാം, ഹോളോ സിലിണ്ടർ ഞാൻ വരയ്ക്കാൻ പോവാണ്. ഒരു ഹോളോ സിലിണ്ടർ ഞാൻ വരച്ചു. ഓക്കെ അല്ലേ, ഒരു ഹോളോ സിലിണ്ടറിന്റെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓക്കെ ആണ്, ആദ്യം ഇത് നോക്കിയാണ് കേട്ടോ, ഇതാണ് ഇതിൻ്റെ റേഡിയസ് 6. ഓക്കെ അല്ലേ, ഇതാണ് ഇതിൻ്റെ റേഡിയസ് 6. ഈ ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇതൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് ഇതിനെ ഞാനിങ്ങനെ 6 എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ അല്ലേ, 6 ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക, ദാറ്റ് ഇസ് മൈ ആർ വിച്ച് ഇംപ്ലൈസ്. നോക്കിക്കോട്ടോ ഫസ്റ്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇൻസൈഡ് ആണ്. ഇൻസൈഡ് ആകുമ്പോൾ ബി ഇൻസൈഡ് ആണ് ഫസ്റ്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്, ബി ഇൻസൈഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒന്നിൽ സെൻട്രലാവും അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലാവും. അപ്പോൾ ഞാൻ എഴുതുന്നു എൻ്റെ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും, വലുതായിരിക്കും ആറിനെക്കാട്ടിയും, ഈ ആറിനെക്കാട്ടിയും അല്ലേ. കാരണം എന്താ, ഉള്ളിലാണ് പറയാൻ പോകുന്നത് അല്ലേ, ഈ ഒരു പോയിന്റിലൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പം എന്താ, ഈ ആർ എന്താണ്, ഈ ചെറുതാണ്. ആർ ഈസ് എനി അതർ ഡിസ്റ്റൻസ് ദാൻ റേഡിയസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ എക്സ് എന്ന് എഴുതിക്കുക, എന്താണ് കുട്ടികൾക്ക് എഴുതിക്കുക കേട്ടോ, ഇങ്ങനെ ഞാൻ എഴുതും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണെങ്കിലും ഉള്ളിലാണെങ്കിൽ എന്താണ്, ആറിനേക്കാൾ റേഡിയസിനേക്കാൾ ചെറുതല്ലേ ആർ എന്ന്, അത് ഞാൻ അവിടെ സൂചിപ്പിച്ചു. ആൻഡ് ബി ഇൻസൈഡ് വിൽ ബി 0 ഫോർ ഹോളോ സിലിണ്ടറിന് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. അടുത്തത് ബി സർഫസിലുള്ളതാണെങ്കിൽ ഞാൻ എഴുതുന്നു ആർ ഈക്വൽ ടു 6 അല്ലേ. നോക്കിക്കേ, ഈ ഒരു ഡിസ്റ്റൻസ് ഈ ആറിനോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു ബി സർഫസ് ഈക്വൽ ടു ന്യൂ സീറോ ഐ ബൈ 2πr. സിമ്പിൾ കാര്യം. അടുത്ത് ബി ഔട്ട് സൈഡ് ആകുമ്പോൾ എന്താണ്, ആർ വലുതായി. എന്താണ്, ആർ വിൽ ബി ഗ്രേറ്റർ ദാൻ ആർ. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, അതിനെക്കാട്ടി പുറത്താണെങ്കിൽ മറ്റേ നമ്മുടെ സ്മോൾ ആർ വലുതാവും. അങ്ങനെയാണെങ്കിൽ ഈ ആറ് മാറ്റി ഇവിടെ മറ്റേ ചെറിയ ആർ ഇട്ട് കൊടുക്കുക, ദാറ്റ് ഈസ് ന്യൂ സീറോ ഐ ബൈ 2πr. സിമ്പിൾ, കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കണം. എങ്ങനെയാണ്, നമുക്ക് ഇത് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാനുണ്ട്. ശ്രദ്ധിക്കണേടാ, എങ്ങനെ ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞുതരാം. നോക്കിക്കോ, ഗ്രാഫ് വരയ്ക്കാൻ പഠിപ്പിച്ചു തരാം, നോക്കിക്കോട്ടോ. ഓക്കെ അല്ലേ, ഞാനിവിടെ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാൻ പോവാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ എൻ്റെ ഡിസ്റ്റൻസ് റേഡിയസ് 6. ഓക്കെ അല്ലേ, ഇതാണ് എൻ്റെ റേഡിയസ് 6, ഇതെൻ്റെ ഡിസ്റ്റൻസ് 6, മറ്റേ സ്മോൾ ലെറ്റർ 6, അല്ലെങ്കിൽ എക്സ് വേണം, കുട്ടികൾക്ക് എക്സ് കൊടുക്കാം. ഞാൻ ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഹോളോ സിലിണ്ടറിനെ വരയ്ക്കാൻ പോകുന്നത്. നോക്കിക്കോ, സെൻറ്റർ വരെ എന്താ, എനിക്ക് 0 അല്ലേ. സെൻറ്റർ വരെ ബി ഇൻസൈഡ് സെൻറ്റർ വരെ 0 ആണ്. അപ്പോൾ എന്ത് ചെയ്തു, 0 കൂടെ പോകണം. എങ്ങനെ പോകേണ്ടത്, ഇങ്ങനെ പോയി, ഇങ്ങനെ 0 കൂടെ അങ്ങനെ പോയി സർഫസിലെത്തുമ്പോൾ എന്തായി, ബി സർഫസിൽ എന്തായി പോയി, ന്യൂ സീറോ ഐ ബൈ 2πrലേക്ക് പോയി, ഒരു വാല്യൂ അവിടെ വന്നു. അപ്പം നേരെ ഇവിടേക്ക് എത്തും. ഓക്കെ, ഇവിടെയാണ് വാല്യൂ വരും. ന്യൂ സീറോ ഐ ബൈ 2πr എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണെന്ന് വിചാരിച്ചോ. എന്നിട്ട് നോക്കാം, ബി ഔട്ട്സൈഡ് എന്താണ്, ബി ഔട്ട്സൈഡ് ന്യൂ സീറോ ഐ ബൈ 2π ചെറിയ ആറാണ്. ദാറ്റ് ഈസ് ബി പ്രൊപ്പോർഷണൽ 1/r ആറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുക, ഇങ്ങനെ. ഓക്കെ അല്ലേ, ഇങ്ങനെ വരും.
അപ്പോൾ ഇതാണ് ഹോളോ സിലിണ്ടറിൻ്റെ, ഇങ്ങനെയാണ് ഹോളോ സിലിണ്ടറിൻ്റെ നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ? ഹോളോ സിലിണ്ടറിൻ്റെ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അടുത്തിട്ട് പോയാലോ? അടുത്തെന്തായിരിക്കും? അപ്പോൾ ഒബ്വിയസ്ലി സോളിഡ് സിലിണ്ടറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമായ കാര്യം, വളരെ എളുപ്പം. സോളിഡ് സിലിണ്ടർ നമുക്ക് വരയ്ക്കാം. നോക്കിക്കോ, സോളിഡ് സിലിണ്ടർ ഞാൻ വരയ്ക്കാൻ പോകുന്നത്. സോളിഡ് സിലിണ്ടർ ഇതിലുള്ള സോളിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ഇൻസൈഡ് ഒരിക്കലും ഇവിടെ 0 അല്ല. അല്ലെങ്കിൽ ഇവിടെ ബി ഇൻസൈഡ് എന്താണ്? 0 അല്ല. ദിസ് ഈസ് മൈ റേഡിയസ് R, ദിസ് ഈസ് മൈ മറ്റേ എക്സ് അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ R. ഇവിടെ ബി ഇൻസൈഡ് ഒരിക്കലും എന്തായാലും 0 അല്ല. ബി ഇൻസൈഡ് ഈക്വൽ μ0I/2πr². ദാറ്റ് ഈസ് ബി ഇൻസൈഡ് ബി എന്ന് പറയുന്നത് ഇവിടെ പ്രൊപ്പോർഷണൽ ടു R ആയിരിക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ബാക്കിയൊക്കെ കോൺസ്റ്റന്റാ. μ0 മാറോ? μ0/4π2π എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉണ്ട്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ആണ്. റേഡിയസ് മാറ്റണമെങ്കിൽ അത് തല്ലി പൊടിച്ച് വലിപ്പാക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബി വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് സ്മോൾ ലെറ്റർ R. അങ്ങനെ കൂടി കേട്ടി എത്തിയിട്ട് ബി സർഫസിൽ എത്തുമ്പോൾ അവരെന്തായി? μ0I/2r എത്തി. μ0I/2πr എത്തി. ഇനി പുറത്തും ബി ഔട്ട് സൈഡ് ആണ് μ0I/2πr. എടാ ബി സർഫസും ബി ഔട്ട് സൈഡും ഹോളോയ്ക്കും സോളിനും സെയിം ആണ്. ആകെ മാറ്റം വരുന്നത് എന്താണ്? ഇൻസൈഡ് ആണ്. ഇൻസൈഡ് അവിടെ 0 ആണ്. ഇവിടെ μ0I/2πr² ആണ്. μ0IR/2πr². ഗ്രാഫ് വരച്ചാലോ? ഗ്രാഫ് വരയ്ക്കാം. സിമ്പിൾ ആയിട്ട് ഗ്രാഫ് വരച്ചാലോ? നോക്കിയോട്ടോ, ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ എന്താ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ എന്താ? ഡിസ്റ്റൻസ് R. ഇവിടെ എന്താണ്? ഇതിന്റെ റേഡിയസ് അതിൽ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഡിസ്റ്റൻസിൽ ഞാൻ റേഡിയസ് മാർക്ക് ചെയ്താൽ ഫസ്റ്റ് നോക്കുക, ബി പ്രൊപ്പോർഷണൽ 1/r. അപ്പോൾ ബി പ്രൊപ്പോർഷണൽ R. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്തു? പ്രൊപ്പോർഷണാലിറ്റി ഇങ്ങനെ കൂടി R എത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ്. R എത്തുമ്പോൾ എന്താ? ബി പ്രൊപ്പോർഷണൽ അവിടെ കഴിഞ്ഞു. ഇനി ബി ഔട്ട് സൈഡ് എങ്ങനെ? ബി പ്രൊപ്പോർഷണൽ 1/r ആണ്. ബി പ്രൊപ്പോർഷണൽ 1/r ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് സോളിഡ് സിലിണ്ടറിന്റെ ഗ്രാഫ് വരിക. ഓക്കെ അല്ലേടാ? മനസ്സിലായില്ലേ? സിമ്പിൾ കാര്യല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തതിലോട്ട് പോയല്ലോ. എന്താ അടുത്ത് പറയുന്നത്? കറണ്ട് കാര്യം സോളിനോഡിലേക്ക് എത്തി. എങ്ങനെയാണ് നമ്മൾ സോളിനോഡിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ഒന്നുമില്ല, ജസ്റ്റ് പഠിക്കുക. ബി ഈക്വൽ μ0NI/2 cos θ1 + cos θ2. അങ്ങനെയാണെങ്കിൽ എന്താ θ1 എന്താ θ2 എന്നൊക്കെ അറിയണ്ടേ? നോക്കിക്കോട്ടോ, ഇതാണ് എൻ്റെ സോളിനോഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോളിനോഡ് എന്ന് വിചാരിക്കുക. അതിൽ ഈ പോയിന്റ് ഉള്ളത് എനിക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നോക്കിക്കോട്ടോ, ആ രണ്ട് എൻഡിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ആ രണ്ട് എൻഡിലേക്ക് ഞാനൊരു വര വരച്ചു. ഇതാണ് എൻ്റെ θ1. ദിസ് വിൽ ബി മൈ θ2. ഓക്കെ അല്ലേ? ദിസ് വിൽ ബി മൈ θ2. ഓക്കെ ആണ്. ഇതാണ് θ1/θ2 എന്ന് പറയാം. ഇത് ഒബ്വിയസ് ഇതൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. ബി ഈക്വൽ μ0NI/2 cos θ1 + cos θ2. അതിൽ n എന്താ? നമ്പർ ഓഫ് ടേൺസ് ബൈ ലെങ്ത് ആയിരിക്കും. ഓക്കെ അല്ലേ? എത്ര ടേൺസ് ഉണ്ട് എന്നാണ് എന്നെ അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ നോക്കാം. ഒരു തിങ് ലോങ് സോളിനോഡ് ആണെങ്കിൽ നോക്കിക്കോട്ടോ, ഒരു തിങ് ലോങ് സോളിനോഡാണ്. ആ സോളിനോഡ് എന്താണ്? തിന്നാണ്, ഭയങ്കര ലെങ്ത് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോട്ടോ, തിൻ ലോങ് സോളിനോഡ് ആകുമ്പോൾ തിന്നായി ഇങ്ങനെ ലെങ്ത് ഇങ്ങനെ കൂടി ഇങ്ങനെ വന്നാൽ ഈ ആംഗിൾ എന്താവും? ഇവിടെ നോക്കിയോ, ഈ ആംഗിൾ എന്താവും? ഇവിടെ ഞാൻ വരയ്ക്കാം. ഈ ആംഗിൾ എന്താവും? നേരെ ഇങ്ങനെ ആയിപ്പോവും. തിങ് ലോങ് സോളിനോഡ് ആണെങ്കിൽ എന്താവും? വളരെ ചെറുതായി പോകും. ദാറ്റ് മീൻസ് θ1 0 ആയി പോകും, θ2 0 ആയി പോകും. ഓക്കെ അല്ലേ? θ1 0 ആയി പോകും, θ2 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ അതിന് ഇതിലെന്ത് വരും? ഇവിടെ എന്ത് വരും? μ0 നോക്കിക്കോട്ടോ, θ1 0 ആയി പോയി, θ2 0 ആയി പോയി. 0 ഡിഗ്രി കേട്ടാ, 0 ഡിഗ്രി ആയി പോയി. അപ്പോൾ cos θ എത്ര? 1. cos 0 1, cos θയും 1 ആകുമ്പോൾ μ0NI/2 1 + 1 2 ക്യാൻസൽ ആയി പോകും. ദാറ്റ് സിംപ്ലൈസ് ഇൻസൈഡ് ഓഫ് എ ലോങ് തിൻ സോളിനോഡ് ബി ഈക്വൽ ടു μ0NI ആയിരിക്കും. ഓക്കെ അല്ലേ? ബി ഈക്വൽ μ0NI. ഇനി 1 എൻഡ് ആണെങ്കിൽ 1 എൻഡിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്ത്? ഇൻസൈഡ് ഇപ്പോൾ കണ്ടുപിടിച്ചു. ഇനി 1 എൻഡിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബി ഈക്വൽ ടു μ0NI/2. അവിടെ cos θ1 0 ആയി പോകും, cos θ 90 ഡിഗ്രിയിലോട്ട് പോകും. ഓക്കെ അല്ലേ? അപ്പോൾ 1 + 0 1 ആയി പോകും. ബി ഈക്വൽ ടു μ0NI/2 ഇക്വേഷനിലോട്ട് പോകും. ഇത്രേ ഉള്ളൂ. ഇത് അധികം സ്ട്രെസ് ചെയ്യണ്ട. ഈക്വേഷൻ മാത്രം മനസ്സിലാക്കുക. ഈ ലോങ് സോളിനോഡ് എന്ന് പറയുന്നത് ഒരു ബാർ മാഗ്നറ്റിന്റെ ഈക്വൽ ആണ്. അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ അല്ലേ, അതൊക്കെ കുട്ടികൾ സെറ്റ് ചെയ്ത് പോകാം. ഓക്കെ അല്ലേ? അടുത്തിട്ട് പോകുന്നു. ടോറോയിഡ്. എന്താണ് ടോറോയിഡ്? ടോറോയിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എടുത്ത് ഒരു സർക്കുലർ ഷേപ്പിൽ ഇതിനെ വെച്ചാൽ, ഒരു സോളിനോട് ഞാൻ മടക്കിയിട്ട് ഒരു സർക്കുലർ ഷേപ്പിൽ വെച്ചാൽ അതിൻ്റെ ടോറോയിഡായി. ഈ ടോറോയിഡിൽ 3 പോയിന്റ് ഉണ്ട്. ദാറ്റ് ഈസ് എ പോയിന്റ്, ദിസ് ബി പോയിന്റ്, ദിസ് ഇസ് സി പോയിന്റ് എന്ന് വിചാരിക്കുക. എ ബി സി എന്ന് വിചാരിച്ചോ. ബി എയും ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു 0 ആയി പോകും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എവിടെയുള്ളത്? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് എന്തായിരിക്കും? ഇതിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും. ബി പോയിന്റിൽ മാത്രമായിരിക്കും എന്താ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആവുന്നത്. അവിടെ അത് മാഗ്നറ്റിക് ഫീൽഡ് കാണപ്പെടുന്ന എവിടെയായിരിക്കും?
എന്താണ് ബി പോയിന്റിൽ മാത്രമായിരിക്കും എന്ന് എഴുതി വെക്കുക. ഇനി ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ബി ഈക്വൽ ന്യൂസറോ എൻ ഐ എന്ന് വരും. ആ എൻ എന്താണ് ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ലെങ്ത് തന്നെയാണ്, പക്ഷേ ഈ ലെങ്ത് എന്താ പറയുക ഒരു സർക്കിൾ അല്ല, അപ്പോൾ 2πr ആയി പോകും. n/2πr ആയി വന്നു. ഓക്കെ അല്ലേ, പെരിമീറ്റർ n/2πr ആവും. ഇനി r ഈക്വൽ ടു r1 + r2. എന്താ r1 + r2 എഴുതാൻ കാരണം നോക്കിക്കോട്ടോ, ഇവിടെ 2 റേഡിയസ് വരുന്നില്ലേ, നോക്കിയോ, അത് ഉള്ളിലത്തെ റേഡിയസ്, ഇത് പുറത്തത്തെ റേഡിയസ്. ഇതിൻ്റെ ഉള്ളിലല്ലേ ഇങ്ങനല്ലേ നിൽക്കണത്, ഓക്കെയാണ് അല്ലേ. അപ്പോൾ ഇത് r1 പ്ലസ്, അപ്പോൾ ഇത് r2, അപ്പോൾ ഇതിൽ ഏത് എടുക്കണം, മീൻ എടുത്താൽ മതി. r1 + r2 / 2 ആണ് എൻ്റെ മീൻ എടുക്കേണ്ടത്. ഓക്കെ അല്ലേ, സിമ്പിൾ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു, അടുത്തിലോട്ട് പോകുന്നു. ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ഇമ്പോർട്ടൻറ്റ് കാര്യമായി. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിക്കേണ്ടത് എന്താണ് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചോളൂ. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പോയാൽ അവൻ അനുഭവിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞത്. എന്താണ് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അവിടെ, ഓക്കെ അല്ലേ. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്ഥലത്ത് പ്രസന്റ് ആണ്. അതിലൂടെ ഒരു ചാർജ് പാർട്ടിക്കിൾ പോയി കഴിഞ്ഞാൽ അവൻ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിനെ ഞാൻ എന്ത് ചെയ്തു? ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് F = Q × V × V. ഓക്കെ അല്ലേ, ഇത്ര പഠിക്കാമല്ലോ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പ്രസന്റ് ഉണ്ട് വിചാരിച്ചു. ഇതിലൂടെ എന്ത് ചെയ്തു? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ പോവാണ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ Q ഇങ്ങനെ പോയാൽ അവനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യും. എന്തിനാ? ഒരു ഫോഴ്സിനെ. ആ ഫോഴ്സിനാണ് F = Q × V × V എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആയിട്ട് പഠിക്കുന്നത്. ഇനി എപ്പോഴാണ് പറയുന്നത്, എപ്പോഴാണ് ഫോഴ്സ് അനുഭവപ്പെടാതിരിക്കുക? അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ പ്രസന്റ് ആണെന്ന് വിചാരിച്ചോ, ഓക്കെ അല്ലേ. ഇവിടെ എങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ചില സമയങ്ങളിൽ നോക്കിക്കോട്ടെ, ചില സമയങ്ങളിൽ കുറച്ച് ഒരു 3 പ്രത്യേക സാഹചര്യത്തിൽ എന്ത് അനുഭവപ്പെടില്ല? ഫോഴ്സ് അനുഭവപ്പെടില്ല. ആ 3 പ്രത്യേക സാഹചര്യം എന്താണെന്ന് നോക്കാം. ഒന്ന്, ചാർജ് റെസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് F = QVB sin θ എന്നല്ലേ, Q × V × V, അതായത് QVB sin θ എന്നല്ലേ വരിക. നോക്കിക്കോട്ടോ, QVB sin θ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ നോക്കിക്കോട്ടോ, ചാർജ് റെസ്റ്റിലാണെങ്കിൽ V 0 ആയി പോയി, ഫോഴ്സ് 0 ആയി പോയി. ഒന്നാമത്തെ കേസ് അല്ലേ. രണ്ടാമത്, ചാർജ് 0 ഡിഗ്രി അല്ല 180 ഡിഗ്രി അല്ല, അങ്ങനെയാണ് സൈൻ 0 ആവും. സൈൻ 0 ആയി, അപ്പോൾ മൊത്തം പോയി. അതായത് പാരലലോ ആന്റി പാരലലോ ആയിട്ട് പോകണം. ഓക്കെ അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ അതിന് പാരലൽ അല്ലെങ്കിൽ ആന്റി പാരലായിട്ട് ആര് പോകണം? നമ്മുടെ ചാർജർ പാർട്ടിക്കിൾ പോയാൽ നമുക്ക് മനസ്സിലാവാം അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 0 അല്ലെങ്കിൽ 180 ഡിഗ്രി ആവും. അതുകൊണ്ട് സൈൻ θ എന്ന് പറയുന്നത് സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. അങ്ങനെ ഫോഴ്സ് 0 ആയി പോകും. രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ്, ചാർജ് ന്യൂട്രൽ ആണ്. ഈ Q എന്ന് പറഞ്ഞാൽ 0 ആയി പോകണം, അതിന് ചാർജ് ഇല്ലാണ്ടായി പോകണം. അങ്ങനെയാണെങ്കിൽ എന്താ? F = QVB എന്തായിരിക്കണം? 0 ആയി പോകും. ഇനി വേറെ കേസ് കൂടി പറഞ്ഞുതരാം. ഈ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഇല്ലാണ്ടായിരിക്കണം. അപ്പോൾ എന്താ? പെട്ടെന്ന് ഇങ്ങനെ ചാർജ് പാർട്ടിക്കിൾ പോകുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് പെട്ടെന്ന് ഇല്ലാണ്ടായി, അപ്പോൾ B 0 ആയി. അപ്പോഴെന്തായി? ഫോഴ്സ് 0 ആയി. കണ്ടീഷൻസ് ഓക്കെ അല്ലേ. ഒന്നാമത്തത് ചാർജ് റെസ്റ്റിലാവണം, അതാവുമ്പോൾ Q 0 ആയി പോകും. ചാർജ് റെസ്റ്റിലാവുന്ന പറഞ്ഞാൽ V 0, വെലോസിറ്റി 0 ആയി പോയി. എടാ ഇതിൽ എന്തൊക്കെയെന്ന് പറഞ്ഞില്ല അല്ലേ. Q എന്ന് പറഞ്ഞാൽ ചാർജ് എത്രയാണ്, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചാർജ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ V എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ആ വെലോസിറ്റി 0 ആയി പോയി. രണ്ടാമത്തെ ആംഗിൾ 0 180 ആണ്. അതായത് ഇങ്ങോട്ടേക്ക്, അതായത് ആംഗിൾ, അതായത് ഒന്നിലെ പാരലാവണം അല്ലെങ്കിൽ ആന്റി പാരലായിട്ട് പോകണം. മൂന്നാമത് ചാർജ് ന്യൂട്രൽ ആണ്. ആ ചാർജിന്റെ വാല്യൂ എന്താ? 0 ആയി പോകണം. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്ത് പോകണം. ഇങ്ങനെയുള്ള കണ്ടീഷൻ വന്നാൽ എന്തായി പോയി? എന്തായാലും ഫോഴ്സ് എന്തായി പോകും? 0 ആയി പോകും. ഓക്കെ അല്ലേ. അടുത്തിലോട്ട് പോകും. എന്താണ് അടുത്ത് പറയുന്നത്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. ഈ മാഗ്നറ്റിക് ഫോഴ്സിന്റെ നമ്മൾ അവിടെ എന്താ പഠിച്ചത്? അവിടെ നമ്മൾ ഫീൽഡിന്റെ ഡയറക്ഷൻ പഠിച്ചു. ഇനി മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് 3 ചെയ്യാം. ഒന്നിനെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം. എങ്ങനെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം? V × B ചെയ്യാം. ഓക്കെ, V എടുക്കുക, ക്രോസ് ചെയ്യുക, B എടുക്കുക, കണ്ടീഷൻ കിട്ടി. V എടുക്കുക, ക്രോസ് ചെയ്യുക, B എടുക്കുക, ഡയറക്ഷൻ കിട്ടും. അത് പറയുന്നില്ല. പിന്നെന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എടുക്കുക. എങ്ങനെയാണ്? റൈറ്റ് ഹാൻഡ് എടുക്കണ്ടല്ല, ലെഫ്റ്റ് ഹാൻഡ് എടുത്തു, ഫ്ലെമിംഗ് എടുത്തു, 3 എടുത്തു. ഓക്കെ അല്ലേ. 3 കാര്യങ്ങൾ. തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ. തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ. തമ്പ് ഗീവ്സ് ഫോഴ്സ്. ഓക്കെ, ഇങ്ങനെ പഠിക്കുക. ഫാദർ, മദർ, ചൈൽഡ്. ഇങ്ങനെ ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഫാദർ, മദർ, ചൈൽഡ്. എന്താ? ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ്. ഓക്കെ, എങ്ങനെയാണ്? ഫാദർ മദർ ചൈൽഡ്, ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ്. ഓക്കെ അല്ലേ, സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ പറഞ്ഞുതരാം. പിന്നെ റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഞാൻ പറയുന്ന കുട്ടികളോട് ഇതൊന്നും പഠിക്കരുത്, ഇത് മാത്രം പഠിച്ചു വെക്കുക. ഇത് അറിഞ്ഞിരിക്കണം, കാരണം ഇങ്ങനെ ചോദിക്കും. ഓക്കെ, ഇങ്ങനെ ചോദിക്കാൻ നമുക്കത് പറയാൻ പറ്റണം. അല്ലാതെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒന്ന് ഉപയോഗിക്കുക, റൈറ്റ് ഹാൻഡ് പാം റൂൾ പഠിപ്പിച്ചുതരാം. ഓക്കെ അല്ലേ. റൈറ്റ് ഹാൻഡ് പാം റൂൾ പഠിക്കാം. അതിന്
റൈറ്റ് ഹാൻഡ് പാം റൂൾ പഠിക്കാം. ആദ്യം എന്ത് ചെയ്യുക, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതെന്താ, എന്ത് മാഗ്നറ്റിക് ഫീൽഡാ? ഇത് ഇൻ ടു ദ പ്ലെയിൻ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഈ ബോർഡിന്റെ ഉള്ളിലേക്കാണ് എൻ്റെ ഫീൽഡ് ഉള്ളത്. ബി എന്ന് പറയുന്നത് ഇൻ ടു ദ ഫീൽഡാണ്. എങ്ങനെ ബോർഡിന്റെ ഉള്ളിലോട്ടാണ് ഉള്ളത്. അതിൽ നിന്ന് ഒരു ചാർജ് പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പോവാണ്. ഒരു ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ പോവാണ് കേട്ടോ, ക്യൂ ഇങ്ങനെ പോവാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എടുത്തു. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എടുത്ത ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫാദർ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉള്ളിലോട്ടാ, കണ്ട മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ട്, ചാർജ് ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാ, മേലോട്ട്. ഫോഴ്സ് എങ്ങോട്ടാണ്, മേലോട്ട്. എഫ് വിൽ ബി ഇങ്ങനെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഒരെണ്ണം കൂടി പറഞ്ഞുതരാം. ഒരെണ്ണം കൂടി ഇങ്ങനെ പോവാണ്. ചാർജ് എങ്ങനെ പോകുന്നത്? ചാർജ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുന്നു എന്ന് വിചാരിച്ചോ. ഇങ്ങനെയാണ് ചാർജ് പോകുന്നത്. കണ്ടുപിടിച്ചോ, ചാർജ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഫോഴ്സ് കണ്ടുപിടിച്ചോ. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, ചാർജ് എങ്ങനെയാ നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, ചാർജ് ഇങ്ങനെ കണ്ട, ചാർജ് ഇങ്ങനെ. അപ്പോൾ ഫീൽഡ് എങ്ങോട്ടാ, അടിയിലോട്ട് അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, ചാർജ് ഇങ്ങോട്ടേക്ക്, ഫീൽഡ് അടിയിലോട്ട്, നേരെ അടിയിലോട്ട്. ഫോഴ്സ് അടിയിലോട്ട്. ഓക്കെ അല്ലേ? ഫോഴ്സ് അടിയിലോട്ട്. ഇനി നോക്കാം, ഫ്ലെമിംഗ് കഴിഞ്ഞു. ഞാൻ റൈറ്റ് ഹാൻഡ് പാം റൂൾ പഠിപ്പിച്ചത് നോക്കിക്കോ. റൈറ്റ് ഹാൻഡ് പാം റൂൾ പഠിച്ചത് വളരെ എളുപ്പം. നോക്കിക്കോളേ. തമ്പെടുക്കുക, കറണ്ട് ഡയറക്ഷനിൽ വെക്കുക. കണ്ട, തമ്പെടുത്തു, കറണ്ടിന്റെ ഡയറക്ഷൻ, ക്യൂ പോണ സൈഡിൽ കറണ്ട്, ആ ഡയറക്ഷനിൽ വെച്ചു. ഫിംഗർ കേൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഫിംഗർ കേൾ ചെയ്യരുത്. എന്റെ ബാക്കിയുള്ള 4 ഫിംഗേഴ്സും എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ വെക്കുക. ഇപ്പൊ എന്ത്, കറണ്ട് ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, എന്റെ പാം ഫേസ് ചെയ്യുന്നു ഫോഴ്സിലോട്ട്. സിമ്പിൾ. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നാക്കൊന്നും വേണ്ട അല്ലെ? എന്ത് ചെയ്തത്, കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ് മേലോട്ട്. ഇവിടെ എടുക്കുക. കറന്റ്, മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ് അടിയിലോട്ട്. കറന്റ്, മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ് അടിയിലോട്ട്. കണ്ട, ഇതിൽ എളുപ്പം. കണ്ട, പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ നോക്കാം. സപ്പോസ് ഇത് മൈനസ് ചാർജ് ആണെന്ന് വിചാരിച്ചോ. മൈനസ് ആണെങ്കിൽ കറണ്ട് എങ്ങോട്ടായിരിക്കും, ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകുമ്പോൾ കറണ്ട് ഇങ്ങോട്ടേക്ക് ആയിരിക്കും. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് എടുക്കണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ കറണ്ട് ഇങ്ങോട്ടേക്ക് എന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് എടുക്കണം. ഇനി ഇതിന് ഇങ്ങോട്ടേക്ക് അടിയിലോട്ട്, ഫോഴ്സ് നേരെ അടിയിലോട്ട് വരും. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? ഇനി ഇവിടെ ഈ ഇങ്ങനൊരു ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ കറണ്ട് ഇങ്ങനെ പോവാണ്. കറണ്ട് എങ്ങനെ പോകുന്നത്, ഇങ്ങനെ ക്യൂ അല്ലെ, ഒരു ചാർജ് പാർട്ടിക്ക് ഇങ്ങനെ പോവാണ് വിചാരിച്ചോ. കണ്ടുപിടിച്ചോ. എങ്ങനെയാ, ചാർജ് പാർട്ടിക്കൽ വെച്ചു. ഫീൽഡ് എങ്ങോട്ടേക്കാ, നോക്ക്. ഫീൽഡ് എങ്ങോട്ടേക്കാ, ഔട്ട് ഓഫ് ദ പ്ലെയിനാ. ഇങ്ങനെ വെച്ചു, നേരെ ഈ സൈഡിലോട്ട്. അങ്ങനല്ലേ ഏരിയ, ഈ സൈഡിലോട്ട്. ഫോഴ്സ് ഇങ്ങോട്ടേക്ക്. സിമ്പിൾ കാര്യം അല്ലേ? കഴിഞ്ഞു. സിമ്പിൾ കാര്യം. പാം റൂൾ. എളുപ്പം. ഇനി കുട്ടികൾ പറ, ഇത് മാറിയിട്ടാ. ഇതിന് പകരം നോക്കിക്കോട്ടോ. ഈ കുട്ടികൾ പറ, നോക്കിക്കോണേ. ഇങ്ങനെ ഒരു ഫോഴ്സ് ആണ് വിചാരിച്ചോ. ഇങ്ങനൊരു ഇപ്പൊ എങ്ങോട്ടേക്ക് പറയാം, നമുക്ക് ഇങ്ങനെ പോകുന്നു. ഇങ്ങനൊരു ചാർജ് പാർട്ടിക്കിൾ പോകുന്നു. പറഞ്ഞോ. ക്യൂ ഇങ്ങനെ വെച്ചു സാറേ, ഇങ്ങനെ വെച്ചു, ഇങ്ങോട്ടേക്ക് ഫോഴ്സ്. സിമ്പിൾ. അല്ലാണ്ട് ഇത് വെച്ചിട്ട് ക്യൂ മേലോട്ട്, ഇത് എടുക്കുമ്പോൾ തന്നെ കുറെ കുട്ടികൾ സംശയമാവും. ഇതാ ഇങ്ങനെ ആലോചിച്ചിട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. നേരെ കറണ്ട്, ഫീൽഡ്, ഫോഴ്സ്. സിമ്പിൾ കാര്യം അല്ലേ? ഇങ്ങനെയല്ലേ പഠിക്കുക. ഇവിടെ നോക്കുക, ഇങ്ങോട്ടേക്ക് മൈനസ് ആണ്. അപ്പൊ ഇലക്ട്രോൺ ആണെങ്കിലും കറണ്ട് ഇങ്ങോട്ടേക്കായിരിക്കും. കറണ്ട് ഇങ്ങോട്ടേക്ക്, ഫീൽഡ് ഇങ്ങോട്ടേക്ക്, ഫോഴ്സ് അടിയിലോട്ട് അല്ലെ? ഫോഴ്സ് അടിയിലോട്ട്. ഇത് ഫസ്റ്റ് തന്നെ എഴുതിയാണ് അല്ലെ? ഫോഴ്സ് അടിയിലോട്ട്. ഓക്കെ അല്ലേ? ഫോഴ്സ് അടിയിലോട്ട്. വേറെ ഇങ്ങനെയുള്ള കുറെ ഇനി എന്ത് ചെയ്യുക, കുട്ടികൾ എന്ത് ചെയ്യുക, ഇത് കണ്ടുപിടിക്കാൻ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കുക. അടുത്തിലോട്ട് പോയാലോ. എന്താ അടുത്തത്, പാത്ത് ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ് അടുത്തത്. അപ്പോൾ പാത്ത് ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് കേസ് ആണ് സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന കേസ്. ഏതാണ്? സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന കേസാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അതായത് അൺഡീവിയേറ്റഡ് ആയിട്ട് പോകണം. ഓക്കെ അല്ലേ? അൺഡീവിയേറ്റഡ് ആയിട്ട് പോകണം. ഇവിടെ ചാർജ് പാർട്ടിക്കിൾ ആണ്. അതേപോലെ സ്ട്രെയിറ്റ് ലൈൻ പോകുന്ന കേസാണ് പറയുന്നത്. എപ്പോഴാണ് പോകാന്ന് പറഞ്ഞുതരട്ടെ. നോക്കിക്കോട്ടോ. ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നോക്കട്ടോ, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് വിചാരിച്ചോ. മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉള്ളത്. ഈ ഏരിയയിൽ ഇവിടെ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ ഏരിയക്ക് പാരലൽ ആയിട്ടോ
ആൻറ്റി പാരലൽ ആയിട്ടോ നമ്മളുടെ ക്യൂ പോയാൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 0 ആണെന്ന് പറഞ്ഞിരുന്നില്ലേ? അതായത് ഫസ്റ്റ് കേസ് ഇതാണ്. വെൻ തീറ്റ 0 ഡിഗ്രിയോ അല്ലെങ്കിൽ തീറ്റ 180 ഡിഗ്രിയോ ആണെങ്കിൽ അവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ല. ആ മാഗ്നറ്റിക് ഫീൽഡ്സിലേക്ക് പാരലായിട്ടോ ആൻറ്റി പാരലായിട്ടോ നമ്മളുടെ ചാർജ് പാർട്ടിക്കിൾ പോയാൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. കാരണം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ അവിടെ അൺഡീവിയേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ആര് പോകും? സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ആര് പോകും? നമ്മളുടെ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യും. ഇത്രേ പഠിക്കാനുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നോക്കാം. അടുത്ത കേസ് നോക്കാം. എന്താ? സർക്കുലർ പാത്ത്. എപ്പോഴാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ പോവുക എന്നുള്ളതാണ് അടുത്ത ഒരു പാർട്ട് എന്ന് പറയുന്നത്. നോക്കിക്കോ എങ്ങനെയാണെന്നറിയോ? ഒരു 90 വെൻ തീറ്റ 90 ഡിഗ്രിയിൽ കയറുകയാണ്. എങ്ങനെയാണ്? തീറ്റ 90 ഡിഗ്രിയിലാണ് കയറുന്നത്. നോക്കിക്കോട്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? തീറ്റ ഇതാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ഇങ്ങനെ വേണ്ട 90 ഡിഗ്രിയിൽ ആര് കയറി? ചാർജ് പാർട്ടിക്കിൾ കയറി. ഓക്കെ അല്ലേ? ഇതിനെ 90 ഡിഗ്രിയിൽ എന്ത് ചെയ്തു? ചാർജ് പാർട്ടിക്കിൾ കയറി എന്ന് വിചാരിക്കാം. ഇങ്ങനെ വരയ്ക്കണ്ട. ഓക്കെ അല്ലേ? ഇവിടെ ഫീൽഡ് ഉള്ളിലോട്ടുണ്ട്. ഇങ്ങനെ വേണ്ട, ഫീൽഡിലോട്ട് ചാർജ് പാർട്ടിക്കിൾ എന്ത് ചെയ്തു? ഇങ്ങനെ കയറിട്ടാ. ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ 90 ഡിഗ്രിയിൽ കയറി എന്ന് വിചാരിക്കാം. ഇത് 90 ഡിഗ്രി ആണോ? 90 ഡിഗ്രി. അതെ. എങ്ങനെയാണ്? ഇങ്ങോട്ടേക്കാണ് ഫീൽഡ്, ഉള്ളിലോട്ട് ഫീൽഡ്. ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ കയറുന്നു. കണ്ട ഇപ്പൊ എത്ര ഡിഗ്രി ആയത്? നോക്കി. ഇത് 90 ഡിഗ്രി അല്ലേ? നോക്കി, ഇത് 90 ഡിഗ്രി അല്ലേ? ഇങ്ങനെ വെച്ച് കയറുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആലോചിക്കും കുട്ടികളെ. ഞാൻ ആദ്യം കറണ്ട് ചാർജ് പാർട്ടിക്കിൾ ക്യൂ എന്ന് എഴുതി. ആ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങോട്ട് ഫീൽഡ് ഇങ്ങോട്ടേക്ക് അപ്വേർഡ് ഫോഴ്സ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യും. ഇവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ പോകും. ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ടേക്ക് കണ്ടാ ഇവിടേക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എത്തുമ്പോൾ ഇവിടേക്ക്, അത് കഴിഞ്ഞ് ഇങ്ങനെ എത്തുമ്പോൾ ഇവിടേക്ക്, അങ്ങനെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ടേക്ക്, അങ്ങനെ ഇവിടെ എത്തും. കണ്ട ഇങ്ങനെ ഒരു സർക്കുലാർ ലെവലിൽ എന്ത് ചെയ്യും? ഇവിടൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇവിടൊക്കെ ഇൻടു ദ പ്ലെയിൻ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്യും? ഒരു സർക്കുലാർ ട്രജക്ടറി അവർ കംപ്ലീറ്റ് ചെയ്യും. എപ്പോ 90 ഡിഗ്രി ആയിട്ട് ആര് കയറണം? ചാർജ്ഡ് പാർട്ടിക്കിൾ കയറണം. ഓക്കെ, ഒരു 90 ഡിഗ്രിയിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു സർക്കുലാർ ട്രജക്ടറി അവർക്ക് കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. നോക്കണം കുട്ടികൾ, നോക്കണം ഇവിടെ ശ്രദ്ധിക്കണം. ഈ സർക്കുലാർ ട്രജക്ടറി അവർക്കൊരു പാത്ത് അവർ ഫോളോ, അവർക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവില്ലേ? ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? നമ്മളുടെ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് അല്ലേ? അപ്പൊ ഞാൻ എഴുതുന്നു എഫ് മാഗ്നറ്റിക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു എഫ് സെൻട്രിപെറ്റൽ എന്ന് എഴുതി. എങ്ങനെ? മാഗ്നറ്റിക് എന്താ? എഫ് ക്യൂ ഇൻറ്റു വി ബി. ഓക്കെ, ക്യൂ വി ബി എന്ന് എഴുതി. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താ? mv²/r അല്ലേ? അങ്ങനെയാണെങ്കിൽ വിയും ക്യാൻസൽ ചെയ്ത് പോയാൽ ഞാൻ എഴുതുന്നു ക്യൂ ബി ഈക്വൽ ടു mv/r. r ഈക്വൽ ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് r ഈക്വൽ ടു mv/qb. ഓക്കെ അല്ലേ? ഒന്നാമത്തെ കേസ് നമുക്ക് കിട്ടി. എന്താണ്? r ഈക്വൽ ടു mv/qb. പഠിക്കണം. ഓക്കെ, ഒന്നാമത്തെ ഇതെന്താണ്? r എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ റേഡിയസ് ഓഫ് ട്രജക്ടറി. ഈ സർക്കിൾ ആണെങ്കിൽ റേഡിയസ് ഉണ്ടാവില്ല, r ആണ്. എന്ത്? m × v/qb ചെയ്താൽ മതി. ഓക്കെ അല്ലേ? m എന്താ? മാസ് ഓഫ് ചാർജ് പാർട്ടിക്കിൾ, v വെലോസിറ്റി, q ചാർജ്, b മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത് എഴുതാൻ പോകുന്നത് ടൈം പീരീഡ്. എന്താണ്? ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇത് പാത്ത് ഫോളോ ഡിവൈഡ് ബൈ വെലോസിറ്റി ചെയ്താൽ മതി. അതായത് 2πr ഡിവൈഡ് ബൈ വെലോസിറ്റി ചെയ്താൽ മതി. അല്ലേ? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലേ? വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും മാറ്റിയിട്ട് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി നമുക്ക് ടൈം പീരീഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, r/v എന്താ? ഇവിടെ നോക്കിയൊക്കെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? r/v എന്ന് എഴുതിയാൽ എനിക്ക് എന്ത് കിട്ടും? m/qb എന്ന് കിട്ടത്തില്ലേ? ഓക്കെ, ഇവിടെ m/qb എന്ന് കിട്ടത്തില്ലേ? സ്മോൾ നോക്കിക്കോ, 2πr/v ട്ടാ. സ്മോൾ ലെറ്റർ തന്നെ എഴുതിക്കോ, 2πr/v. ഓക്കെ അല്ലേ? 2πr/v. ഇനി അങ്ങനെയാണെങ്കിൽ നോക്കിക്കോട്ടെ, ഇവിടെ എന്താ? r/v എന്ന് പറയുന്നത് ഓക്കെ, r/v എന്ന് പറയുന്നത് എന്താണ്? m/qb ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതി 2πr/v എന്ന് എഴുതി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ r/v എന്താ? m/qb അല്ലേ? അപ്പൊ ഞാനത് എഴുതാൻ പോവാണ് 2π × m ഡിവൈഡ് ബൈ QB എന്ന്. 2πm/QB ആണ് എൻ്റെ ടൈം പീരീഡ് വരുന്നത്. എന്താണ് എൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്? എന്താണ്? 2πm/QB ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി ആണ്. അല്ലേ? ഇവിടെ വെലോസിറ്റിയുടെ ടൈം കാണാനുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി ആണ്.
ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായില്ല? ഇതാണ് സംഭവം. എന്താണ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു സർക്കുലർ പാത്ത് ട്രജക്ടറി കിട്ടണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിലായിട്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ കയറണം. ചാർജ് പാർട്ടിക്കിൾ 90 ഡിഗ്രി ആയിട്ട് ആ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് കയറിയാൽ അവൻ എന്ത് ചെയ്യും? ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ സെൻട്രലോട്ട് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് അതൊരു സർക്കുലർ പാത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ആ സർക്കുലർ പാത്ത് എന്ന് പറയുന്നത് ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അവിടെ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് ആണ്. അത് രണ്ടും ഇക്വേറ്റ് ചെയ്തു. QV = mv²/r എന്ന് എഴുതി. അങ്ങനെ QB = mv/r എന്ന് കിട്ടി. അതൊന്ന് റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് കിട്ടി. R = mv/QB എന്ന് കിട്ടി. ആ R/V എന്ന് പറഞ്ഞാൽ m/QB ആണ്. നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാം. 2πr/v വെച്ച് ചെയ്തു. 2πm/QB എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇനി ഫ്രീക്വൻസി ചോദിച്ചാൽ 1/t ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഫ്രീക്വൻസി ചോദിച്ചാൽ 1/time പീരീഡ് ചെയ്യാം. കഴിഞ്ഞു. സിമ്പിൾ കാര്യം അല്ലേ? എളുപ്പല്ലേ? അടുത്തതിലോട്ട് പോകുന്നു. എന്താണ്? ഹെലിക്കൽ പാത്താണ് പോകുന്നത്. എപ്പോഴാണ് ഒരു ഹെലിക്കൽ പാത്ത് അവർ ഫോളോ ചെയ്യാന്നാണ് ചോദിക്കുന്നത്. നമുക്ക് പറയാം. ആദ്യം എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ചിട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. അതിലേക്ക് അറ്റ് ആൻ ആംഗിൾ തീറ്റ ഇൻക്ലൈൻ ചെയ്തിട്ട് ഒരു തീറ്റ ഇൻക്ലൈൻ ചെയ്തിട്ട് ആര് കയറി? എൻ്റെ ചാർജ് പാർട്ടികൾ കയറി എന്ന് വിചാരിക്കുക. ഇറ്റ് ഫോളോസ് എ ഹെലിക്കൽ പാത്ത്. എന്തുകൊണ്ടാണ് നോക്കിയോ? ഇങ്ങനെയാണ് കയറുന്നത്. അങ്ങനെ ഇങ്ങനെയാണ് അവരുടെ വെലോസിറ്റി. ആ വെലോസിറ്റി എങ്ങനെയുണ്ട്? കമ്പോണൻ്റ് ആക്കി മാറ്റിയാൽ ഇതാണ് എൻ്റെ തീറ്റ വരിക. അപ്പോൾ ഇത് V cos തീറ്റ വരും. ഇത് V sin തീറ്റ എന്നല്ല വരിക. ഇത് V sin തീറ്റ വരും. ഓക്കെ, V cos തീറ്റ, V sin തീറ്റ. ഈ V sin തീറ്റ എന്ത് ചെയ്യും? ഈ V sin തീറ്റ എന്ത് ചെയ്യുന്ന പറയും? ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. അതായത് നമ്മുടെ സർക്കുലർ പാത്തിനെ കംപ്ലീറ്റ് ചെയ്യും. V cos തീറ്റ എന്ത് ചെയ്യും? ഇതിന് ഇങ്ങോട്ടേക്കുള്ള മൂവ്മെന്റ് നടത്തും. അതായത് ഹൊറിസോണ്ടൽ മോഷനും വെർട്ടിക്കൽ മോഷനും. ഹൊറിസോണ്ടൽ മോഷൻ നടത്തുന്നത് കോസ് കമ്പോണന്റും കോസ് തീറ്റ കമ്പോണന്റും, വെർട്ടിക്കൽ മോഷൻ നടത്തുന്നത് സൈൻ കമ്പോണന്റും ആയിരിക്കും. സൈൻ തീറ്റ കമ്പോണന്റ് ആയിരിക്കും നടത്തുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത് ഞാൻ എഴുതാൻ പോകുന്നു. നോക്കിക്കോട്ടെ. അടുത്ത് ഞാൻ എഴുതാൻ പോവാണേ. ഇവിടെ എഴുതാണ്. നോക്കിക്കോട്ടെ. അപ്പോൾ എന്തുണ്ട്? ഒരു പുതിയ പേജിൽ എഴുതാം. നോക്കിക്കോ. എന്താണ് പറഞ്ഞത്? ഒരു സൈൻ കമ്പോണന്റ് ഉണ്ട്, ഒരു കോസ് കമ്പോണന്റ്. എൻ്റെ V ഇതാണ്. V cos തീറ്റ, V സൈൻ തീറ്റ എന്ന് ഞാൻ എഴുതി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം വെർട്ടിക്കൽ മോഷൻ എഴുതാൻ പോവാണ്. നോക്കിക്കോട്ടോ. എന്താണ് എഴുതുന്നത്? ഇതിങ്ങനെ സർക്കിൾ ഇങ്ങനല്ലേ? ഈ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ അവരെങ്ങനെ മൂവ് ചെയ്യാന്ന് ആദ്യം പറഞ്ഞുതരാം. നോക്കിക്കോട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നോക്കിക്കോട്ടോ. ഇവിടെ നോക്കുക. ഇവരിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പോയാൽ അവർക്ക് എന്തുണ്ടാവും? ഒരു വെർട്ടിക്കൽ മോഷൻ ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ടാവും. വെർട്ടിക്കൽ മോഷൻ ഉണ്ടാവും, ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ടാവും. വെർട്ടിക്കൽ മോഷൻ ഉണ്ടാവും, ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ടാവും. വെർട്ടിക്കൽ മോഷൻ ഉണ്ടാവും, ഹൊറിസോണ്ടൽ. അതിങ്ങനെ കറങ്ങിക്കൊണ്ട് അവരിങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും. ഈ മോഷനെ നമ്മൾ എന്ത് വിളിച്ചത്? ഹെലിക്കൽ മോഷൻ എന്ന് വിളിച്ചത്. ഓക്കെ അല്ലേ? ഈ മോഷനെ ഞാൻ എന്ത് വിളിച്ചു? ഹെലിക്കൽ മോഷൻ എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? ഈ മോഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ട്? അതിനൊരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആവും. ഈ വെർട്ടിക്കൽ കമ്പോണന്റ് കൊടുക്കുന്നതാണ് ആര്? നമ്മളുടെ V sin തീറ്റയും ഹൊറിസോണ്ടൽ കമ്പോണന്റ് കൊടുക്കുന്നതാണ് V cos തീറ്റയും. ഓക്കെ, ഇത്ര കാര്യം മനസ്സിലായില്ലേ? ഇനി ഈ V sin തീറ്റ ഉണ്ട്. ഈ V sin തീറ്റ മേലേക്ക് പോകുന്ന വെർട്ടിക്കൽ കമ്പോണന്റ് ഇതിന് എന്ത് ചെയ്യുക? ഇതിന് ഞാൻ രണ്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? രണ്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നോക്കിക്കോ. എന്താ ചെയ്തത്? നോക്കിക്കോ. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യുക. നോക്ക്. ഇപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ ഇങ്ങനെ കൊടുത്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ടേക്ക് മാത്രം, അതായത് ബിക്ക് 90 ഡിഗ്രി ആയിട്ടാണ് പോകുന്നത്. വെൻ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ അതെന്താ ചെയ്യുക? അതൊരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് പറയുക. അപ്പോൾ എന്താണ്? ഇതൊരു സർക്കുലർ മോഷൻ ആണ്. ഇപ്പം എന്ത് ചെയ്യുക? സൈൻ തീറ്റ കമ്പോണന്റ് ചെയ്യുക. V sin തീറ്റ എന്ന് പറയുന്നത് ഒരു സർക്കുലർ മോഷൻ ആണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു. നോക്കിക്കോട്ടെ. MV sin തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ R ഈക്വൽ ടു QV sin തീറ്റ ബൈ R. QV sin തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ തീറ്റ പോകും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ R എന്താ വരിക? R ഈക്വൽ ടു MV sin തീറ്റ ഡിവൈഡഡ് ബൈ MV sin തീറ്റ ഡിവൈഡഡ് ബൈ QB കിട്ടും. ഓക്കെ അല്ലേ? മനസ്സിലായത്? ഇത് മനസ്സിലായില്ലേ? എങ്ങനെയാണ് മനസ്സിലായത്? ഓക്കെ അല്ലേടാ? ഇത് സെറ്റല്ലേ? ഒന്നുകൂടി പറയണോ? നോക്കിയോ. ഒന്നുകൂടി പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേട്ടോളെ കുട്ടികളെല്ലാവരും, ശ്രദ്ധിച്ചേട്ടോളെ പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കോ. ഹെലിക്കൽ മോഷനിൽ കയറുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേക്കുക. ആദ്യം ഒരു പറഞ്ഞുതരാം. ഹെലിക്കൽ മോഷനിൽ കയറുക എന്ന് പറഞ്ഞാൽ അറ്റ് ആൻ ആംഗിൾ തീറ്റയിൽ ഏത് കാരണം മാഗ്നറ്റിക് ഫീൽഡുമായിട്ട്, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു ആംഗിൾ തീറ്റയിൽ കയറിയാലാണ് ഹെലിക്കൽ മോഷൻ ഉണ്ടാവുക. എന്താണ് ഹെലിക്കൽ മോഷൻ എന്ന് പറഞ്ഞാൽ? ഹെലിക്കൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ട, ഇതിനെയാണ് നമ്മൾ ഹെലിക്കൽ മോഷൻ എന്ന് പറയുക. അതായത് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാതെ അവർ ഫ്രണ്ടിലോട്ടും പോകുന്നുണ്ട്. അതായത് അവർക്ക് വെർട്ടിക്കൽ ആണ്. ഇങ്ങോട്ടേക്കും ഒരു മോഷൻ ഉണ്ട്, ഇങ്ങോട്ടേക്കും ഒരു മോഷൻ ഉണ്ട്. ഇതിനെ ആ വെർട്ടിക്കൽ മോഷൻ എന്ന് വിളിച്ചു. ഇതിനെ
ഇതിനെ ഞാൻ ഹൊറിസോണ്ടൽ മോഷൻ എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? ഈ വെർട്ടിക്കൽ മോഷൻ ആരാ നൽകുന്നത്, ഈ ഹൊറിസോണ്ടൽ മോഷൻ ആരാ നൽകുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വെർട്ടിക്കൽ മോഷൻ നൽകുന്ന ആരാ നോക്കിക്കേ, വെർട്ടിക്കൽ മോഷൻ നൽകുന്ന ആരാ നോക്കിക്കേ, ആരാണ്? ഇതിനെ ഞാൻ എന്ത് ചെയ്തു, കമ്പോണൻ്റ് ആക്കി മാറ്റുമ്പോൾ ഇതെൻ്റെ വി കോസ് തീറ്റ, ഇതെൻ്റെ വി സൈൻ തീറ്റ. നോക്കിക്കേ, വെർട്ടിക്കൽ കമ്പോണൻ്റ് നൽകുന്ന ആരാണ്? എൻ്റെ വി സൈൻ തീറ്റ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇനി നോക്കാം, എനിക്ക് വി കോസ് തീറ്റ അല്ല, ഞാൻ ഈ വി സൈൻ തീറ്റ മാത്രമായിട്ട് നോക്കുകയാണ്. ബി ഇങ്ങോട്ടേക്ക്, വി സൈൻ തീറ്റ മേലോട്ട്, അത് 90 ഡിഗ്രി. നമ്മൾ ഒരു മുന്നത്തെ കേസ് പഠിച്ചാണ്. 90 ഡിഗ്രി ആണെങ്കിൽ എന്ത് ചെയ്യും, സർക്കുലാർ മോഷൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ സർക്കുലർ വെർട്ടിക്കൽ മോഷൻ മാത്രമാണ് ഇവിടെ എഴുതാൻ പോകുന്നത് കേട്ടോ. വെർട്ടിക്കൽ മോഷൻ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് സർക്കുലാർ മോഷൻ ആയിരിക്കും. അവിടെ സർക്കുലാർ ട്രജക്ടറി വെർട്ടിക്കൽ മാത്രമാണ് നോക്കുന്നത് കേട്ടോ, വെർട്ടിക്കൽ മാത്രമാണ് നോക്കുന്നത്, സർക്കുലാർ മോഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെയുള്ള വെലോസിറ്റി എത്രയാണ്? ഇത് വി സൈൻ തീറ്റയാണ്. എന്താണ് എൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്? വി സൈൻ തീറ്റ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പഠിച്ച തന്നെ ഈ കറങ്ങാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു ക്യൂ വി എന്താ ഇവിടെ? വി സൈൻ തീറ്റയാണ്. ക്യൂ വി സൈൻ തീറ്റ ഇൻറ്റു ബി, ക്യൂ വി ബി അല്ലേ, ഈക്വൽ ടു എം ഇൻറ്റു വി സൈൻ തീറ്റ സ്ക്വയർ ബൈ ആർ. ഇപ്പം എങ്ങനെ മനസ്സിലായില്ലേ? വി സൈൻ തീറ്റ, ഈ വി സൈൻ തീറ്റ പോകും, ആർ ഈക്വൽ ടു എം വി സൈൻ തീറ്റ ബൈ ക്യൂ ബി എന്ന് വരും. ഇതാണ് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇതാണ് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഈ ടൈം പീരീഡ് എന്താ ഇവിടെ വരിക? അവിടെ ടൈം പീരീഡ് എന്താ വരിക? ദാറ്റ് ഈസ് 2πm/cube. അതാണ് 2πm/cube തന്നെയാണ് വരിക. കാരണം എന്താ? ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി. ടൈം പീരീഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി കാരണം ദാറ്റ് വിൽ ബി എന്നാൽ 2πm/cube. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ മോഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്ത് മോഷനാണെന്നറിയോ? ഇനി നമ്മൾ ഹൊറിസോണ്ടൽ മോഷൻ നോക്കാൻ പോവുകയാണ്. സിമ്പിളാണ്, ഇപ്പോൾ പറഞ്ഞത്, ഇതും കൂടി നോക്കിയാൽ മതി. ഇനി ഹൊറിസോണ്ടൽ മോഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയോ, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നു അല്ലേ? അതിലേക്ക് എന്തുണ്ട്? അതിലേക്ക് എൻ്റെ ഹൊറിസോണ്ടലായിട്ട് ആര് കയറി? ഇൻക്ലൈനിൽ ആര് കയറി? ഒരു ചാർജഡ് പാർട്ടിക്കൽ കയറി. അതിന് രണ്ടെണ്ണമായിട്ട് ഞാൻ കമ്പോണൻറ്റ് സ്പ്ലിറ്റ് ചെയ്തു. വി സൈൻ തീറ്റയിൽ പഠിക്കേണ്ടതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി വി കോസ് തീറ്റയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ എങ്ങനെ പോകുന്നത്? എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിനോട് പാരലലായിട്ടാണ് ആര് പോകുന്നത്? എൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് പോകുന്നത്. അപ്പോൾ അതിന് ഡീവിയേഷൻ ഉണ്ടാവും? ഇല്ല, കാരണം നമ്മൾ കേസ് 1 പഠിച്ചാണ് എന്ത്, പാരലലോ ആൻറ്റി പാരലോ ആയിട്ട് പോയാൽ അതിന് ഡീവിയേഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നോക്കടാ കുട്ടികളെ, ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കോടാ, ഇതിങ്ങനെ ഡീവിയേറ്റ് ഇല്ലാണ്ട് പോവും. ഓക്കെ അല്ലേ? ഈ വി കോസ് തീറ്റ കമ്പോണന്റ് ഡീവിയേഷൻ ഇല്ലാതെ പോവും. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ അല്ലേ? ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത്? ഇനി രണ്ടും ഇത് കമ്പൈൻ ചെയ്യാൻ പോകണം. നോക്കിക്കോട്ടോ, ഈ ഇങ്ങനെ കറങ്ങുന്നു ഫ്രണ്ടിലോട്ട് പോകുന്നു. അതിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്? എൻ്റെ ഹെലിക്കൽ മോഷൻ എന്ന് വിളിച്ചത് അല്ലേ? ഹെലിക്കൽ മോഷൻ എന്ന് വിളിച്ചത് എന്തിനാണ്? കറങ്ങുന്നു ഫ്രണ്ടിലോട്ട് പോകുന്നു. ദാറ്റ് ഈസ് വെർട്ടിക്കൽ മോഷൻ പ്ലസ് ഹൊറിസോണ്ടൽ മോഷൻ. ഓക്കെ അല്ലേ? അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു. ഇനി ഒരേ ഒരു കാര്യം കൂടി പഠിച്ചാൽ മതി. ഇത് കഴിഞ്ഞു. ദാറ്റ് ഈസ് പിച്ച്. എന്താണ് പിച്ചും കൂടി? എന്താണെന്ന് പഠിച്ചാൽ എനിക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞു. പിച്ച് ഈസ് നത്തിങ് ബട്ട് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് covered in one time period. ഒരു ടൈം പീരീഡിൽ കണ്ട ഇത്, അതായത് ഇവിടുന്ന് തുടങ്ങിയിട്ടാ. ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങി വിചാരിച്ചോ, ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് എത്തി, ഇവിടെ എത്തിയില്ല കണ്ട. അപ്പം എന്തായി? വീണ്ടും അതേ പൊസിഷനിലെത്തി. അപ്പം ഇതാണ് എൻ്റെ പിച്ച്. മനസ്സിലായോ? ഒരു ടൈം പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ കണ്ട, ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എത്ര ഫ്രണ്ടിലോട്ട് പോയി, അതാണ് എൻ്റെ പിച്ച്. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? സിമ്പിളാണ്. അങ്ങോട്ടേക്കുള്ള വെലോസിറ്റി എടുക്കുക. അങ്ങനെയാണ്. അങ്ങോട്ടേക്ക് ഏതാണ് വെലോസിറ്റി? നോക്കിക്കുക, അങ്ങോട്ടേക്ക് പോകുന്ന വെലോസിറ്റി ഏതാണ്? ഡിസ്റ്റൻസ് കാണാൻ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വി ഇൻറ്റു ടി ചെയ്താൽ ഡിസ്റ്റൻസ് കിട്ടില്ലേ? അങ്ങോട്ടേക്ക് പോകുന്ന ഫ്രണ്ടിലോട്ട് തള്ളുക. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകുന്ന ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഫ്രണ്ടിലോട്ട് തള്ളുന്ന വെലോസിറ്റി എടുത്താൽ മതി. ദാറ്റ് ഈസ് വി കോസ് തീറ്റ. ഇനി എന്താ കാണുന്നത്? ഏതാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്? ഒരു ടൈം പീരീഡ് എന്നാണ് ചോദിച്ചത് അല്ലേ? ഒരു ടൈം പീരീഡ് ടൈം പീരീഡ് അപ്പോൾ എഴുതാം. ടൈം പീരീഡ് T ഈക്വൽ ടു 2πm/cube. കഴിഞ്ഞു. ദാറ്റ് വിൽ ബി മൈ ആൻസർ. എന്താണ്? വി കോസ് തീറ്റ ഇൻറ്റു 2πm/cube ആണ് എൻ്റെ പിച്ച് എന്ന് പറയുന്നത്. എളുപ്പല്ലേ? മനസ്സിലാക്കി പഠിക്കാൻ എളുപ്പല്ലേ അല്ലേ? പിച്ച് എന്താണെന്ന് മനസ്സിലാക്കി ഇത് എഴുതാൻ പറ്റും. എന്താണ് പിച്ച് എന്ന് പറഞ്ഞാൽ? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ വൺ ടൈം പീരീഡ്. ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവൻ എത്ര ഫ്രണ്ടിലോട്ട് പോയി, അങ്ങനെ അവരങ്ങോട്ടേക്ക് തള്ളുന്നത്. മേലോട്ടേക്ക് പോകുന്ന ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യേ വേണ്ട, നമുക്ക് ഫ്രണ്ടിലോട്ട് പോകുന്ന ഡിസ്റ്റൻസ് മാത്രം മതി അല്ലേ? അങ്ങനെയാണ് വി കോസ് തീറ്റ ഇൻറ്റു ടൈം എത്രയാണ്? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ പറയും ഒരു ടൈം പീരീഡിൽ. അങ്ങനെയാണ് ഒരു ടൈം പീരീഡ് 2πm/cube. അപ്പോൾ കിട്ടി പിച്ച് ഈക്വൽ ടു വി കോസ് തീറ്റ ഇൻറ്റു 2πm/cube. കഴിഞ്ഞു. ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കിയോ, റിവൈസിങ് പെട്ടെന്ന് കുട്ടികൾക്കെല്ലാം മനസ്സിലാവാൻ വേണ്ടി. ഫസ്റ്റ് കേസ് പറഞ്ഞത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് പാർട്ടിക്കൽ എൻ്റർ ചെയ്യാണ്. പെട്ടെന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് പറയുക.
ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ യൂണിഫോം ഫീൽഡാണ്. സ്ട്രൈറ്റ് ലൈനിൽ പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിന് ഈക്വൽ ആണ്, അതായത് പാരലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, ആൻറ്റി പാരലാണ്. അങ്ങനെ പോകുമ്പോൾ തീറ്റ 0യോ 180 ഡിഗ്രി ആവും. തീറ്റ എന്താവും 0 180 ഡിഗ്രി ആവും. പാരലലോ ആൻറ്റി പാരലോ ആയി മാറും. ഇതാണ് വേർഡിങ്സ്, പാരലർ ഓർ ആൻറ്റി പാരലൽ. അങ്ങനെ പോകുമ്പോൾ എന്താവും, അവിടെ ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഫോഴ്സ് 0 ആവുന്ന കാരണം അവരെന്തായി പോവും, അവർ സ്ട്രൈറ്റ് ലൈനിൽ പോകും. രണ്ടാമത് സർക്കുലർ പാത്തിൽ പോകണമെങ്കിൽ അവർ തീറ്റ 90 ആവണം. ഇങ്ങനെ ഉണ്ട് ഒരു ഇത് 90 ഡിഗ്രിയിൽ കയറി എന്ന് വിചാരിക്കട്ടെ. കണ്ടാ ഇവിടെ ഇങ്ങനെ 90 ഡിഗ്രി ചാർജ് പാർട്ടിക്കിൾ കയറി. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇങ്ങോട്ടേക്ക് മേലോട്ട്, പിന്നെ അങ്ങനെ പോയി ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവും. ഈ സർക്കിൾ കംപ്ലീറ്റ് ആവാൻ കാരണം ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവും ഒരു സെൻട്രൽ പെറ്റർ ഫോഴ്സ് ഉണ്ടാവും. ആ സെൻട്രൽ പെറ്റർ ഫോഴ്സ് നൽകുന്ന അവിടുത്തെ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് ആണ്. അത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് R കിട്ടി. R എന്ന് പറഞ്ഞാൽ എം വി ബൈ ക്യൂ ബി ആണ്. R/V എന്ന് പറഞ്ഞാൽ M/Q B ആണ്. നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ടൈം പീരീഡ് പറഞ്ഞാൽ 2πr/V ആണ്. അങ്ങനെയാണെങ്കിൽ 2πm/Q B കിട്ടി. സെറ്റ്. അടുത്തത് മൂന്നാമത് ഹെലിക്കൽ പാത്തിൽ എങ്ങനെ പോവുക, ഒരു തീറ്റ ഡിഗ്രിയിൽ പോയാലാണ് ഹെലിക്കൽ പാത്തിലേക്ക് പോവുക. രണ്ട് മോഷൻ ഉണ്ട് അതിന്. ഒന്ന് അതിനെ ഞാൻ കമ്പോണൻ്റ് ആക്കി എടുത്താൽ എന്നെ ഫ്രണ്ടിലോട്ട് തള്ളുന്ന V cos തീറ്റയും മേലോട്ട് തള്ളുന്ന V sin തീറ്റയും. ഓക്കെ അല്ലേ? എന്നിട്ട് ആദ്യം ഞാൻ വെർട്ടിക്കൽ കമ്പോണൻറ്റ് പറയാൻ പോകുന്നത്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സർക്കുലർ മോഷൻ ആയിരിക്കും. കണ്ടാ V sin തീറ്റ ആ മാഗ്നറ്റിക് ഫീൽഡിന് 90 ഡിഗ്രി ആയി കാരണം ഇങ്ങനെ ഒരു സർക്കുലർ മോഷൻ അവിടെ കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ സർക്കുലർ മോഷൻ V എന്ന് പറഞ്ഞാൽ അവിടുത്തെ V sin തീറ്റയാണ്. ആ ഇക്വേഷനിലോട്ട് R എന്ന് പറഞ്ഞാൽ MV sin തീറ്റ ബൈ QB ആണ്. അവിടെയും ടൈം പീരീഡ് 2πm/QB ആണ്, ബിക്കോസ് ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി. കഴിഞ്ഞു. ഇനി ഹൊറിസോണ്ടൽ മോഷൻ ആണ്. ഹൊറിസോണ്ടൽ മോഷൻ ഞാൻ പറയാൻ പോവാണ്. ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറഞ്ഞാൽ നേരെ സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് പോവുക. കാരണം എന്താ, അവിടെ ഫോഴ്സ് അവനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം എന്താ, അത് പാരലാണ്, 0 ഡിഗ്രിയാണ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട്. കഴിഞ്ഞു. അടുത്തത് പിച്ച്, അതായത് ഈ വെർട്ടിക്കൽ മോഷൻ പ്ലസ് ഹൊറിസോണ്ടൽ മോഷൻ ആണ് എൻ്റെ ഹെലിക്കൽ മോഷൻ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കി കേട്ടോ, ഹെലിക്കൽ മോഷൻ അതിങ്ങനെ പോകുമ്പോൾ അതിന് ഒരു ടൈമും കൂടി പഠിച്ചു നമ്മൾ, പിച്ച് എന്ന് പറയുന്ന ടൈം. ആ പിച്ച് പഠിച്ചാൽ കഴിഞ്ഞു. പിച്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 ടൈം പീരീഡ് ആണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 ടൈം പീരീഡ് കാണാം. വെലോസിറ്റി ഇൻറ്റു ടൈം പീരീഡ് ചെയ്താൽ മതി. വെലോസിറ്റി എന്താണ്, ആ ഡയറക്ഷനിലോട്ട് അതിനെ ആരാണ് തള്ളുന്നത്, അത് V cos തീറ്റ കമ്പോണൻ്റ് ആണ്. അപ്പോൾ V cos തീറ്റ ഇൻറ്റു 2πm/QB. കഴിഞ്ഞു. സെറ്റ്. ഇനി നോക്കാം, ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ആറിനെ കുറിച്ച് ഡിഫറെൻറ്റ് ടേംസിലാണ് നമ്മൾ എഴുതാൻ പോകാം. നോക്കിക്കോട്ടോ. ഫസ്റ്റ് ഞാൻ എഴുതുന്നു R = MV/QB. അവിടെ എഴുതിയത് എന്നിട്ട് ഞാൻ MV എന്ന് പറഞ്ഞാൽ എന്താ, മൊമെൻറ്റം P/QB എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത് മനസ്സിലായി. MV എന്ന് പറഞ്ഞാൽ മൊമെൻറ്റമാണ്. P = MV. ഓക്കെ. അപ്പം എന്ത് ചെയ്ത് ആ MVക്ക് വരെ ഞാൻ P എഴുതി. ഇനി നോക്കാം. കൈനറ്റിക് എനർജി ½ m × V². ഞാൻ മേലെ M കൊണ്ട് ചെയ്തു, അടിയിലും M കൊണ്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ½ × m² V² ഡിവൈഡ് ബൈ M എന്ന് വന്നു. m² V² എന്ന് പറഞ്ഞാൽ P². അപ്പോൾ ഞാൻ P² എഴുതി. അങ്ങനെയാണെങ്കിൽ 2m കൈനറ്റിക് എനർജി P². അങ്ങനെയാണെങ്കിൽ എനിക്ക് P എന്ത് കിട്ടും? √2m കൈനറ്റിക് എനർജി എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ √2m/k എന്ന് പറയുന്നത് ആറിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ മൂന്നാമത്തെ ഇത് കിട്ടി. ഇനി ഒരു ചാർജ് പാർട്ടിക്കലിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ വിയിലൂടെ ഞാൻ എന്ത് ചെയ്തു, ഒരു Q എന്ന് പറയുന്നതിനെ ആക്സിലറേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? R = കൈനറ്റിക് എനർജി, അതായത് വർക്ക് ഡൺ അവിടെ എന്തായിരിക്കും, QV ആയിരിക്കും. വർക്ക് ഡൺ = അവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദാറ്റ് ഇസ് QV. ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ചേഞ്ചിങ് കൈനറ്റിക് എനർജിക്ക് ഞാൻ എന്ത് കൊടുത്തു, ഈ QV എന്ന് കൊടുത്തു. നാലാമത്തേത് കിട്ടി. ഓക്കെ അല്ലേ? ഈ 4 കാര്യങ്ങളും പഠിക്കണം. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. 2 ചാർജ് പാർട്ടിക്കിൾ ആക്സിലേറ്റർ ത്രൂ എന്താ പറയുക, ഇപ്പോൾ ഇവാണെങ്കിൽ സെയിം മൊമെൻ്റ് ആണ് അവർക്ക്. അവരുടെ മാഗ്നറ്റിക് ഫീൽഡ് 1 ഉം 2 ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരെണ്ണം B ആണ്, ഒരെണ്ണം 2B ആണ്. ഓക്കെ അല്ലേ? സെയിം ചാർജ് പാർട്ടിക്കിളാണ്, ചാർജ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അവരുണ്ടാക്കുന്ന റേഡിയസിൻ്റെ റേഷ്യോ വയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിലിട്ട് കൊടുക്കുക. മൊമെൻ്റ് ആയ കാരണം ഇത് വെട്ടിപ്പോവും. ഇനി അതേസമയം കൈനറ്റിക് എനർജി സെയിം എന്ന് ചോദിക്കും. അപ്പോൾ ഇതിട്ട് കൊടുക്കുക. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ അല്ലേ? അത് നമ്മളുടെ ടെല്ലയുടെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസിൽ കുറേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. അവിടെ പോയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്തിലോട്ട് പോകാം. എന്താ അടുത്ത കാര്യം നോക്കാം. ഓക്കെ. Mutual perpendicular electric and magnetic field are applied perpendicular to the direction of motion of charged particles. Then charged particle moves and divides. ഒന്നുമില്ല, എന്താ പറയുക. ഇനി ഇലക്ട്രിക് ഫീൽഡും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്, ഇങ്ങോട്ടേക്ക്, അതായത് ഇൻടു ദ പ്ലെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോട്ടോ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് നോക്കിയാണേ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ ഫോഴ്സ് കണ്ടുപിടിച്ച കുട്ടികൾ ഇങ്ങനെ മേലോട്ട് അല്ലേ, ഇങ്ങനെ നമ്മൾ കണ്ടിച്ച് തമ്പ് ഫീൽഡ് മേലോട്ടേക്ക്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടാക്കുന്ന ഫോഴ്സ് മേലോട്ടും, ഇലക്ട്രിക് ഫീൽഡ് ഈ ചാർജ്ഡ് പാർട്ടിക്കളിനെ മേലോട്ടും ഒരാൾ പിടിച്ച് വലിക്കും. ഇലക്ട്രിക് ഫീൽഡ് അടിയിലുള്ള കാരണം ഇലക്ട്രിക് ഫീൽഡും അടിയിലോട്ട് പിടിച്ച് വലിക്കും അല്ലേ. മാഗ്നറ്റിക് ഫോഴ്സ് മേലോട്ടും, M
മേലോട്ടും, ചാർജ് പാർട്ടിക്കിൾ ഇവിടെയും, എഫ് ഇലക്ട്രിക് ഫീൽഡ് അടിയിലോട്ടും ഉണ്ടാവും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എഫ് ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് ടു ഇലക്ട്രിക് ഫീൽഡ് എഫ് ഡ്യൂ ടു മാഗ്നറ്റിക്, അതായത് ക്യൂ ഇൻറ്റു ഇ ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ഇൻറ്റു ബി എന്ന് എഴുതിയ കൂടെ. ക്യൂ ക്യാൻസൽ ആയി പോകണേ, വി ഈക്വൽ ടു ഇ ബൈ ബി. എന്താണ്? വി ഈക്വൽ ടു ഇ ബൈ എന്ന് കിട്ടും. ഇതിനെ വെലോസിറ്റി സെലക്ടർ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ അല്ലേ? ഇതിനെന്താ നമ്മൾ പറയുക? വെലോസിറ്റി സെലക്ടർ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി അഥവാ ഇവിടെ നോക്കുക, ഇത് രണ്ട് ഈക്വൽ ആയുള്ള കണ്ടീഷനാണ് അല്ലേ? ഇനി അഥവാ മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലാണെങ്കിൽ എങ്ങനെയാ അപ്പം ഉണ്ടാവുക? അപ്പം അപ്വേർഡ് പാരാബോളിക്കിൽ പോകും. ഇഫ് എഫ് എം വലുതാണെങ്കിൽ ഇവിടെ എഴുതും, ഇവിടെ ഇത് കാണിച്ചിടാം. ഇനി കണ്ടാട്ടാ, ഇപ്പോൾ എഫ് മാഗ്നറ്റിക് ഇങ്ങനെ ഉണ്ട്, ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ പോവാണ്, എഫ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഇനി എഫ് എം ഗ്രേറ്റർ ആണെങ്കിൽ, എഫ് എം ഗ്രേറ്റർ ദാൻ എഫ് ഇലക്ട്രിക് ആണെങ്കിൽ എന്താ ഉണ്ടാവുക? എങ്ങനെ പോവുക? ഇങ്ങനെ പോവും അല്ലേ? ദാറ്റ് ഈസ് അപ്വേർഡ് പാരാബോളിക്കിൽ പോവും അല്ലേ? കാരണം എന്താ? കാരണം ആലോചിച്ച് നോക്കിയൊക്കെ, ഇങ്ങനെ കണ്ട, ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഇനി എഫ് മാഗ്നറ്റിക് കഴിഞ്ഞ്, എഫ് മാഗ്നറ്റിക് ചെറുതാണ് ഇതിനായിട്ട്, എഫ് ഇലക്ട്രിക് ഫീൽഡിനായിട്ട്, അപ്പം ഇങ്ങനെ പോകും, അപ്പം ഇങ്ങനെ പോകും. ദാറ്റ് ഈസ് ഡൗൺവേർഡ് പാരാബോളിക്. രണ്ടും ഈക്വൽ ആണെങ്കിലോ? ഈക്വൽ ആണെങ്കിലോ ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. എന്ത്? എഫ് ഈക്വൽ എഫ് എം ആവും, ക്യൂ ഈക്വൽ ടു ക്യൂ ഇ ബി ആവും, ഈ വെലോസിറ്റി സെലക്ടർ ആവും, വി ഈക്വൽ ടു ഇ ബൈ ബി എന്ന് പറയുന്ന വെലോസിറ്റി സെലക്ടർ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അടുത്തെന്താ? പെട്ടെന്ന് നോക്കാം. ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. പെട്ടെന്ന് പറയാവേ, ടൈം ആയില്ലേ? ഏകദേശം ടൈം ആയില്ലേ? 1.5 hours കഴിഞ്ഞ് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോട്ടോ, നമ്മൾ പെട്ടെന്ന് പറയാൻ പോവാണ്. നോക്കിക്കോട്ടെ. ഇനിയുള്ള പെടപെടാന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. നോക്കിക്കോളേ, എന്താണ് പറയാൻ പോകുന്നത് നോക്കിക്കോട്ടോ. കണ്ട, ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. എന്താണ്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇവിടെ ഉണ്ടെങ്കിൽ അതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതെന്ത് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എങ്ങനെയാണ് ആ ഫോഴ്സ്? എഫ് ഈക്വൾ ഐ ഇൻറ്റു എൽ ക്രോസ് ബി ചെയ്താൽ മതി. ലെങ്ത്തിൻ്റെ ക്രോസ് ബി ചെയ്താൽ മതി. എങ്ങനെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കറണ്ട് ഇതിങ്ങോട്ട് മേലോട്ടായിരിക്കും ഫോഴ്സ്. മറ്റേത് വെച്ചും ചെയ്യാം. ഓക്കെ അല്ലേ? നമ്മളുടെ റൈറ്റ് ഹാൻഡ് പാം റൂളും വെച്ച് ചെയ്യാം. കറണ്ട് ഇങ്ങോട്ടേക്ക്, ഫീൽഡ് ഇങ്ങോട്ടേക്ക്, മേലോട്ട് അടിയിലോട്ട്. ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എഫ് ഈക്വൾ ഐ ഇൻറ്റു എൽ ക്രോസ് ബി വെച്ച് ചെയ്യുക. സിമ്പിൾ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിലധികം ഒന്നും പറയാനില്ല. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അടുത്തത് ഇതെന്താണെന്ന് വെച്ചാൽ നോക്കിക്കോട്ടോ, രണ്ട് കറണ്ട് ഐ ഇത് രണ്ട് ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കുക. രണ്ട് സെയിം ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഇൻഫിനിറ്റ് ആയ പാരലലാണ്. ഇത് പാരലൽ ഇൻഫിനിറ്റ് കറന്റ് ക്യാരിയിങ് വയർ. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള നോക്കിക്കോട്ടെ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള ഫോഴ്സ് പെർ ലെങ്ത് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ µ0 I1 I2 by 2πr ആണ്. ഒരെണ്ണം I1 ഒരെണ്ണം I2, അങ്ങനെ µ0 I1 I2 by 2πr ആണ്. ഇപ്പോൾ നോക്കിയേ, ഇവർ രണ്ടുപേരും തമ്മിൽ സെയിം ഡയറക്ഷനിലാണ് കറണ്ട് എങ്കിൽ ഇവർ തമ്മിലുള്ള കറണ്ട് നോക്കിക്കോട്ടോ, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവരുടെ ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അതേസമയം ഇവർ ഡിഫറൻറ്റ് ഡയറക്ഷനിലാണെങ്കിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, ഓപ്പോസിറ്റ് എന്ന് എഴുതാം. അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവർ കറണ്ട് ക്യാരി ചെയ്യുന്നതെങ്കിൽ അവരുടെ ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അതായത് ഇതാണ് സെയിം ഡയറക്ഷൻ. ഇപ്പം ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരിക, ഒരാൾ ഇങ്ങോട്ട് ക്യാരി ചെയ്യുക, ഒരാൾ ഇങ്ങോട്ട് ക്യാരി ചെയ്യുക. അപ്പോൾ ഇവിടെ റിപ്പൾസീവ് ആയിരിക്കും ഫോഴ്സ് വരിക. ഇത് ഇവിടെ എന്ത് ഫോഴ്സാണ്? ഇനി അഥവാ ഇവർ ഇങ്ങനെയാണ് ക്യാരി ചെയ്യുന്നതെങ്കിലോ, രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അവർ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ കാര്യം ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫോഴ്സ് പെർ ലെങ്ത് എന്ന് പറഞ്ഞാൽ µ0 I1 I2 by 2πr ആയിരിക്കും. അടുത്തല്ലോ എന്താ അടുത്തത്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ് അടുത്ത്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കറണ്ട് ക്യാരിയിങ് ഒരു എലമെൻറ്റിൻ്റെ ഒക്കെ ഒരു മാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള ഒരാളുടെ എന്താ പറയുക മാഗ്നറ്റിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള പാരാമീറ്റർ ആണ് എന്ത് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ. അതെങ്ങനെ കണ്ടുപിടിക്കുക? ജസ്റ്റ് അതിൻ്റെ കറണ്ട് ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. അങ്ങനെ അവർ അതിലുള്ള കറണ്ട് അത് ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഇത് കണ്ടുപിടിക്കുക. നമ്മൾ പഠിച്ച പോലെ എങ്ങനെയാണോ കറണ്ട്, എങ്ങോട്ടേക്കാണോ കറണ്ട് നോക്കുക, നമ്മുടെ തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക്
ഡൈപോൾ മൊമെന്റ്. ഇങ്ങോട്ടേക്കാണ് കറണ്ട് ഒഴുകുന്നതെങ്കിലോ ഇങ്ങനെ പുറത്തോട്ടേക്കായിരിക്കും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. സിമ്പിൾ കാര്യം. I ഇൻറ്റു ഏരിയ. ഇപ്പം n ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. M = NIA. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ അല്ലേ? മാഗ്നറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു പാരാമീറ്റർ ആണ്. ദാറ്റ് ഈസ് കറണ്ട് ഇൻറ്റു ഏരിയ. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് I ഇൻറ്റു എ. അങ്ങനെയാണ് n ടേൺസ് ഉണ്ടെങ്കിൽ M = N ഇൻറ്റു I ഇൻറ്റു എ, NIA എന്ന് എഴുതാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത നോക്കിയാലോ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോർക്കാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ടോർക്ക് ഓൺ എ മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. എന്താണ് ടോർക്ക് ഇവിടെ വരുന്നത് നോക്കിയാലോ. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് M ഇൻറ്റു ക്രോസ് ബി ആണ്. ഓക്കെ, എന്താണ് M ക്രോസ് ബി ആണ്. M എന്താണ് ഡൈപോൾ മൊമെന്റ് NIA എന്ന് പറഞ്ഞില്ലേ, NIAB. ഓക്കെ അല്ലേ? M ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക? NIAB സൈൻ തീറ്റ വരും. ഓക്കെ, NIAB അല്ലെങ്കിൽ നമുക്ക് എഴുതാം NIAB സൈൻ തീറ്റ ആണ് എൻ്റെ ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ടോർക്ക് = M ക്രോസ് ബി, ദാറ്റ് ഈസ് NIAB അല്ലെങ്കിൽ NIAB സൈൻ തീറ്റ എന്നാണ് വരിക. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളുടെ ടോർക്ക്. ഈ മൂന്നെണ്ണം എങ്ങനെയാണോ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് അതനുസരിച്ച് മാറ്റി ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോകാം. എന്താണ് വേറെ കാര്യം പറഞ്ഞ ഒരാളത് ഈ M ക്രോസ് ബി അല്ലെങ്കിൽ NIAB എന്ന് പറയുന്നില്ലേ, ഈ M എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്രോസ് വരുമ്പോൾ സൈൻ തീറ്റയുടെ ആംഗിൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇതാണ് വിചാരിച്ചോ. ഓക്കെ അല്ലേ? ഇപ്പം ഇവിടെ എന്താ പറയുക, ഇവിടെ ഇങ്ങനൊരു തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്നിട്ട് അതിൻ്റെ ഏരിയ വെക്ടറാണ് ഇത്. ഓക്കെ അല്ലേ? ഇതിൻ്റെ പ്ലെയിൻ ആണ് ഇത്, ഇതിൻ്റെ ഏരിയ വെക്ടറാണ് ഇത്. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? ഇതിൻ്റെ പ്ലെയിൻ ആണ് ഇത്, ഇതിൻ്റെ ഏരിയ വെക്ടർ ഏത് തമ്മിലുള്ള ആംഗിൾ നമ്മൾ എടുക്കേണ്ടത്? ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്, സൈൻ തീറ്റയിൽ എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ആ കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി ഇങ്ങോട്ട് വാ. ഇനി നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ്. നോക്കാം. ഇതാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. നോക്കിക്കോട്ടോ. ഇതാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ പ്ലെയിൻ ആണ് ഇത്. ഓക്കെ അല്ലേ? അതിൻ്റെ പ്ലെയിൻ ആണ് ഇത്. ഓക്കെ, അതിൻ്റെ പ്ലെയിനിലൂടെ ആര് പോകുന്നുണ്ട്? പാരലായിട്ട് ആര് പോകുന്നുണ്ടെന്നാ പറഞ്ഞത്? അപ്പോൾ ഇതിൻ്റെ പ്ലെയിനിന് പാരലായിട്ട് ആര് പോകുന്നു? മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് എൻ്റെ പ്ലെയിന്. അതിന് പാരലായിട്ട് ആര് പോകുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അതിന്റെ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി. അതായത് ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും? ഇങ്ങനെയല്ലേ ഉണ്ടാവുക, 90 ഡിഗ്രി ആയിട്ട് ഉണ്ടാവുക. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്, ഏരിയ വെക്ടർ മേലോട്ട്, തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. ടോർക്ക് = NIAB സൈൻ തീറ്റ. സൈൻ 90 ആയിരിക്കും. ദാറ്റ് വിൽ ബി NIAB ആണ് എൻ്റെ ടോർക്ക് വരിക. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ടോർക്ക് മാക്സിമം ആയിരിക്കും ഈ പൊസിഷൻ, ദാറ്റ് ഈസ് NIAB. അടുത്തിലോട്ട് പോയാലോ. അടുത്തെന്താ പറയുന്നത് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ്. പെർപെൻഡിക്കുലർ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സെയിം ഞാൻ ഇങ്ങനെ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെയാണ് ഇതിന്റെ പ്ലെയിൻ പോകുന്നത്. പ്ലെയിൻ ഇങ്ങനെയാണ് പോകുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെയാണ്. അതിന് അപ്പോൾ ഇതിന്റെ ഏരിയ വെക്ടർ എങ്ങനെയാണ്? ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏരിയ വെക്ടർ ഉണ്ടാവും. അതറിയില്ലേ? ഇതാണ് പ്ലെയിൻ. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് പ്ലെയിൻ എങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏരിയ വെക്ടർ ഉണ്ടാവുക. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് മേലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളുടെ ഏരിയ വെക്ടർ മേലോട്ട് വിച്ച് ഗീവ്സ് ദാറ്റ് തീറ്റ = 0 ഡിഗ്രി. അവ തമ്മിലുള്ള ഇടയുള്ള ആംഗിൾ 0 ഡിഗ്രി പോകും. അങ്ങനെ ടോർക്ക് = NIAB സൈൻ തീറ്റ അല്ലേ വരുന്നത്. സൈൻ 0 ആയി പോകും. സൈൻ 0 ആയി ടോർക്ക് 0 ആയിട്ട് പോകും. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? സിമ്പിൾ കാര്യങ്ങൾ. അടുത്തതിലോട്ട് പോകും. സമയം കളയുന്നില്ല. അടുത്തതിലോട്ട് പോകുന്നു. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഇത് തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത് പോട്ടെ. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. അടുത്ത നമ്മൾ അത് വേറെ ആണല്ലേ. എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് മേക്സ് എൻ ആംഗിൾ വിത്ത് ആണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡുമായിട്ടൊരു ആംഗിൾ ഉണ്ടാക്കുകയാണ്. ഓക്കെയാണ്. നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ കറണ്ട് ഇങ്ങനെ കറങ്ങി പോകുന്നു. ഇവിടെ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് ഇതെൻ്റെ പ്ലെയിൻ കേട്ടോ. ഇതാണ് എൻ്റെ പ്ലെയിൻ. ഇതെൻ്റെ ഇതാണ് എൻ്റെ പ്ലെയിൻ. അതിലേക്ക് എന്ത് ചെയ്തു? മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തു? ഇങ്ങനെ. ഇതാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ തമ്മിലൊരു ആംഗിൾ ഉണ്ടാക്കി. ആ പ്ലെയിന് തമ്മിലൊരു ആംഗിൾ ഉണ്ടാക്കി. ഇതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? എൻ്റെ ഏരിയ വെക്ടർ ഏരിയ വെക്ടർ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോർക്ക് = NIAB എന്നാണോ ഞാൻ എഴുതേണ്ടത്? NIAB സൈൻ തീറ്റ എന്നാണോ ഞാൻ എഴുതേണ്ടത്? അല്ല, ഇത് തെറ്റാണ്. ടോർക്ക് = NIAB സൈൻ 90 - തീറ്റ എന്നാണ് എഴുതേണ്ടത്. സൈൻ 90 - തീറ്റ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? സൈൻ എന്താ എഴുതേണ്ടത്? സൈൻ 90 - തീറ്റ എന്നാണ് എഴുതേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നത്? കാരണം എന്താ? നമ്മൾ പറഞ്ഞതാണ് ഏരിയ വെക്ടറും ബിയും തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഈ ആംഗിളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് മൊത്തം 90. ഇത് ഇങ്ങനെയാണ് പോകുന്നത്. ഇത് തീറ്റ. ഓക്കെ, ഇത് മൊത്തം 90. അപ്പോൾ ഇതെന്താ? 90 - തീറ്റ. ഓക്കെ അല്ലേ? അപ്പോൾ സൈൻ 90 - തീറ്റ എടുത്തു. വിച്ച് ഗീവ്സ് അവർ ടോർക്ക് = NIAB സൈൻ 90 - തീറ്റ. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തതിലോട്ട് പോകാം. എന്താ അടുത്തത് നോക്കാം.
പെട്ടെന്ന് പറ്റും കഴിയാറി പാഠം കഴിഞ്ഞു ഇനി നമ്മൾ പെടപെടാന്ന് പറഞ്ഞ് പോകുള്ളൂ കേട്ടോ. ഇനി അധികം അങ്ങനെ കൺസെപ്റ്റ് പറഞ്ഞേണ്ട കാര്യങ്ങളൊന്നുമില്ല. അടുത്ത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ആണ് അടുത്ത് പഠിക്കാനുള്ളത്. എന്താണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ അത് ഒന്നുമില്ല, ജസ്റ്റ് ഡിവൈസ് ആണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കറന്റിന്റെ ഡിഫ്ലക്ഷൻ വഴി കറന്റ് അതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. യൂസ് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറന്റ്. എങ്ങനെ പ്രസൻസ് ഓഫ് കറന്റ് ഡിറ്റക്ട് ചെയ്യുക? അവിടെ ഡിഫ്ലക്ഷൻ നടക്കും. ഓക്കെ അല്ലേ? ഒരു സ്ട്രോങ് രണ്ട് ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ടാവും, അതിനുള്ള കോയിൽ ചെയ്തിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് ഇത് കാണിക്കുക. ഇതിന് അതൊന്നും നോക്കാനില്ല, നമ്മൾ നേരെ ഇതിൽ പോവാണ്. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് പോവാണ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കണേ. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ടോർക്ക് അനുഭവപ്പെടും. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ഒരു റിസ്റ്റോറിംഗ് ടോർക്ക് അനുഭവപ്പെടും. ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതിലോട്ടൊന്നും പോകുന്നില്ല. ഡിഫ്ലക്ഷൻ ഞാൻ പറയാൻ പോകുന്നത്. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫൈ ആണ്, ദാറ്റ് ഈസ് NIAB/K ആണ്. ഇതിൽ N കോൺസ്റ്റന്റ് ആണ്, കറണ്ട് അവിടെ നിൽക്കട്ടെ, ഏരിയ കോൺസ്റ്റന്റ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, K എന്ന് പറഞ്ഞാൽ റിസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ്, അതും ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എനിക്ക് എഴുതാം ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു I കറണ്ട് എന്ന്. എന്തുകൊണ്ട് അവിടെ നമ്പർ ഓഫ് ടേൺസ് കോൺസ്റ്റന്റ് ആയത്? നമ്പർ ഓഫ് ടേൺസ് ആ സാധനം മൂവിംഗ് കോയിലാകാൻ വേണ്ടി തല്ലി പൊട്ടിച്ചിട്ട് അതിന് വീണ്ടും ചുറ്റേണ്ടി വരും. അത് കറണ്ട് അതുകൊണ്ട് കോൺസ്റ്റന്റ്. ഏരിയ ഇതേപോലെ തന്നെ ഏരിയ മാറ്റുന്നത്, അത് പുതിയത് വെക്കേണ്ടി വരില്ലേ, പുതിയൊരു ഇത് വെക്കണ്ടേ? മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫൈ പ്രൊപ്പോർഷണൽ I എന്ന് ഞാൻ എഴുതി. ഓക്കെ അല്ലേ? അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കറന്റ് സെൻസിറ്റിവിറ്റി എന്താണെന്ന് പറയാമോ? എന്താണ് കറന്റ് സെൻസിറ്റിവിറ്റി? അതിൽ IS എന്ന് പറയുന്നത് കറന്റ് സെൻസിറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിഫ്ലക്ഷൻ ബൈ കറണ്ട്. ഡിഫ്ലക്ഷന് നമ്മൾ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കറണ്ട് സെൻസിറ്റിവിറ്റി കിട്ടും. ദാറ്റ് ഡിഫ്ലക്ഷൻ ബൈ കറണ്ട് IS = φ/I. ഫൈ എന്ന് പറഞ്ഞാൽ NIAB, സോറി എന്താണ് ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ NIAB/K, സോറി NIAB ഡിവൈഡഡ് ബൈ K ആയിരുന്നു എൻ്റെ ഫൈ എന്ന് പറഞ്ഞത്. അതേ ഡിവൈഡ് ബൈ I ചെയ്യുക, ഐയും ക്യാൻസൽ ആയി പോകും. എനിക്ക് എന്ത് കിട്ടും? NAB/K എന്ന് കിട്ടും. എന്താ കിട്ടിയ? NAB/K എന്ന് കിട്ടും. ഓക്കെ അല്ലേ? I കറണ്ട് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ NAB/K എന്ന് കിട്ടും. ഓക്കെ അല്ലേ? NAB എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടോ കുറയോ? കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടും. ഓക്കെ ആണോ? ബാക്കി മൂന്നും കോൺസ്റ്റന്റ് ആണ്. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ കറണ്ട് സെൻസിറ്റിവിറ്റി ഇവിടെ കൂടും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആണ്. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്ലക്ഷൻ ബൈ കറണ്ട് ആയിരുന്നു. അപ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ബൈ വോൾട്ടേജ് ആയിരിക്കും. ഡിഫ്ലക്ഷൻ ബൈ വോൾട്ടേജ് ഫൈ = NIAB/K. V എന്ന് പറഞ്ഞാൽ I × R. ഐയും ക്യാൻസൽ ആയി പോയി, ഗീവ്സ് NAB/KR അല്ലെ? NAB/KR എന്ന് കിട്ടും. ഓക്കെ അല്ലേ? NAB/KR എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നോക്കണം മക്കളെ, നോക്കണേ. ഞാനിവിടെ N കൂട്ടിയാൽ ഒബിയസ്ലി എന്ത് കൂടും? N കൂടിയാൽ എന്ത് കൂടും? ഇവിടെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടുമെന്നാണ് ചോദ്യം. N കൂടിയാൽ എന്ത് കൂടും? നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ എന്താണ് കൂടുന്നത്? ലെങ്ത് കൂടും. ലെങ്ത് കൂടിയാൽ എന്താണ്? റെസിസ്റ്റൻസ് കൂടും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ റെസിസ്റ്റൻസും അതേപോലെ കൂടുന്നുണ്ട്. അതായത് നോമിനേറ്റർ കൂടുമ്പോൾ ഡിനോമിനേറ്റർ കൂടുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടത്തില്ല. ഓക്കെ, ഇത് കൂടില്ല. പക്ഷേ കറണ്ട് സെൻസിറ്റിവിറ്റി കൂടുമായിരുന്നു. കാരണം എന്താ? അടിയിലൊരു റെസിസ്റ്റൻസിന്റെ ടേം ഇല്ലല്ലോ, NAB/K എന്നല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണ്? NAB/K R ഉണ്ട്, റെസിസ്റ്റൻസിന്റെ ടേം ഉള്ള കാരണം നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ ലെങ്ത് കൂടുന്നു, റെസിസ്റ്റൻസ് കൂടുന്നു. നോമിനേറ്ററിൽ ഒരു വാല്യൂ കൂടുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു വാല്യൂ കൂടുന്നു. അവിടെ രണ്ടും ക്യാൻസൽ ഔട്ട് ആയി പോകുന്നു. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ കൂടത്തില്ല. കഴിഞ്ഞു. സിമ്പിൾ കാര്യം. 2-3 പോയിന്റ് കൂടി നോക്കിക്കോ. കറണ്ട് സെൻസിറ്റിവ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും NAB/K ഡിവൈഡ് ബൈ NAB/KR ചെയ്താൽ NAB ക്യാൻസൽ ചെയ്യുമ്പോൾ K വെട്ടി പോകും, നേരെ തിരിച്ചു വരും. ദാറ്റ് ഈസ് IS/R എന്ന് വരും. ഈ IS/R, ഈ ആറിനെയാണ് നമ്മൾ എന്ത് പറയുക? G കൊണ്ടൊക്കെ റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഈസ് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ഇതിനെ എന്താ വിളിക്കുക? നമ്മളെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോവാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഗാൽവനോമീറ്റർ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ശ്രദ്ധിച്ചോ, ലാസ്റ്റ് ടോപ്പിക് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. കഴിഞ്ഞു 5 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് പാഠം തീർക്കും. ഗാൽവനോമീറ്റർ നമുക്ക് അമീറ്റർ ആക്കി മാറ്റാൻ പറ്റും, വോൾട്ട് മീറ്റർ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഗാൽവനോമീറ്ററിനെ റെസിസ്റ്റൻസിനെ ഒരു പ്രത്യേക രീതിയിൽ കണക്ട് ചെയ്താൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? അമീറ്റർ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് വോൾട്ട് മീറ്റർ ആക്കാനും വേറൊരു രീതിയിൽ കണക്ട് ചെയ്താൽ മതി. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം മക്കൾ ഇങ്ങനെ 3 കാര്യങ്ങൾ പഠിക്കാം. ഈ G എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചു, എന്താ? ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. ഈ IG എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ കറണ്ട്, ഗാൽവനോമീറ്ററിന്റെ ഉള്ളിലേക്ക് പോകുന്ന കറണ്ട്, അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്. ഈ ഗാൽവനോമീറ്റർ പോയി ഡിഫ്ലക്ഷൻ ആക്കുന്നില്ലേ? അപ്പോൾ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്. VG എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിന്റെ വോൾട്ടേജ്, അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വോൾട്ടേജ്. ഇനിയാണ് പഠിക്കാൻ പോകുന്നത്. എന്താ ചെയ്യുന്നത് അറിയാം? കൺവേർഷൻ ഓഫ് എ ഗാൽവനോമീറ്റർ ടു അമീറ്റർ. ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു സ്മോൾ റെസിസ്റ്റൻസ് എടുക്കുക. അതാണ് നമ്മളുടെ ഷണ്ട് റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് മൈ ഷണ്ട് റെസിസ്റ്റൻസ്. അതിനെന്ത് ചെയ്യുക? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക.
ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഒരു സ്മോൾ റെസിസ്റ്റൻസ് എടുത്തു, സ്മോൾ റെസിസ്റ്റൻസ് ഷണ്ട് ചെയ്തു, ഷണ്ട് റെസിസ്റ്റൻസ് എടുത്തു, അതിനെ പാരലായിട്ട് കണക്ട് ചെയ്തു. ഇനി നോക്കിക്കോളാം, ഇവിടെ നോക്കാം കേട്ടോ. ഈ ഷണ്ട് റെസിസ്റ്റൻസ് കാണാനായിരിക്കും ചോദ്യം വരിക. എന്താണ് ഈ ഷണ്ട് റെസിസ്റ്റൻസ് കാണാനായിരിക്കും ചോദ്യം വരിക. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം അല്ലേടാ, അപ്പൊ എനിക്ക് എഴുതിക്കൂടെ ഈ മേലെ കൂടെ പോകുന്ന VGയും അതിലൂടെ പുറത്തുകൂടെ പോകുന്ന ഷണ്ടിന്റെ വോൾട്ടേജ് സെയിം ആയിരിക്കും. പാരലൽ കണക്ഷൻ അല്ലേ, വോൾട്ടേജ് സെയിം അല്ലേ? അങ്ങനെയാണ് V = I × R, IG × G = വോൾട്ടേജ് സെൻസിറ്റീവിലൂടെ പോകുന്ന എങ്ങനെ I - IG × S. നോക്ക് കറണ്ട് ഇങ്ങനെ വന്നു, കറണ്ട് ഇങ്ങനെ വന്നിട്ട് IG ഗാൽവനോമീറ്റർ കറണ്ട് അങ്ങനെ പോയി. ബാക്കി കറണ്ട് എന്താണ്? I - IG. എന്താണ് ബാക്കി കറണ്ട്? ഏതാണ്? I - IG അല്ലേ? ബാക്കി കറണ്ട് എന്ന് പറഞ്ഞാൽ IG ഇങ്ങോട്ട് പോയി, അപ്പൊ അതിൽ ബാക്കി തന്നെ I - IG ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ നോക്കുക, വോൾട്ടേജ്, അതായത് പാരലൽ കണക്ഷൻ ആയ കാരണം വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ ഗാൽവനോമീറ്ററിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് I × R, IG × G. ഷണ്ടിലൂടെ പോകുന്നത് I - IG, ബാക്കിയുള്ള അതിന്റെ കറണ്ട് ഇൻഡ്യൂന്റെ റെസിസ്റ്റൻസ് ഈക്വൽ ടു വരും. ഷണ്ട് റെസിസ്റ്റ് കാണാൻ എന്ത് ചെയ്യുക? അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി, എങ്ങനെ കിട്ടി? IG G ഡിവൈഡഡ് ബൈ I - IG ചെയ്താൽ മതി. സിമ്പിൾ കാര്യം. കാണാപ്പാഠം പഠിക്കണോ? വേണ്ട, നമുക്ക് ഇത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിന്റെ R എഫക്റ്റീവ് ചോദിക്കും, ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിക്കും. എന്താ ഇത് കാണുക? പാരലൽ കണക്ഷൻ അല്ലേ, അപ്പൊ എന്ത് ചെയ്യുക? R1 R2 ഡിവൈഡ്, എങ്ങനെ പാരലൽ കണക്ഷൻ എങ്ങനെ 1/R = 1/R1 + 1/R2 അല്ലേ? അത് ചെയ്യുമ്പോൾ നമുക്ക് R1 R2 ഡിവൈഡ് ബൈ R1 + R2 എന്ന് വരും. ഇതിന് എനിക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം? GS ഡിവൈഡ് ബൈ G + S എന്നൊക്കെ എഴുതാം. ഓക്കെ, GS ഡിവൈഡ് ബൈ G + S എന്ന് എഴുതാം. ഓക്കെ, R എഫക്റ്റീവ് അതാണ്. ലാസ്റ്റ് സ്ലൈഡ് എന്താണ്? കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമീറ്റർ, വോൾട്ട്മീറ്റർ. ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കാൻ, അമീറ്റർ ആക്കാൻ നമ്മൾ ചെറിയൊരു ഷണ്ടിനെ എന്ത് ചെയ്തു? പാരലൽ കണക്ട് ചെയ്തു. ഇനി വോൾട്ട്മീറ്റർ ആക്കാൻ എന്ത് ചെയ്യേണ്ടത്? വലിയൊരു റെസിസ്റ്റൻസ് എടുക്കുക, സീരീസിൽ കണക്ട് ചെയ്യുക. നമ്മൾ ചെയ്ത് വലിയൊരു റെസിസ്റ്റൻസ് എടുത്തു, സീരീസിൽ കണക്ട് ചെയ്തു. നോക്കിയോട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ പോകുന്ന വോൾട്ടേജ്, ഈ ബ്രാഞ്ചിലൂടെ പോകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് IG × അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര? G + R. എങ്ങനെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ഇതിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് സീരീസ് അല്ലേ, G + R ആയിരിക്കും അല്ലേ? അപ്പോൾ ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചെയ്തു, അതിലൂടെ പോകുന്ന കറണ്ട് ചെയ്തായിരിക്കും എന്റെ വോൾട്ട് കിട്ടും അല്ലെ, വോൾട്ടേജ് കിട്ടും. ആ V/IG = R + G. അപ്പൊ ഇനി ആ റെസിസ്റ്റൻസ് കാണാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇത് ഈ ഫോർമുല വെച്ചിട്ട് നേരെ ചെയ്യുമ്പോൾ V/IG - G ചെയ്താൽ മതി. എൻ്റെ ആൻസർ ആയി. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യം. അങ്ങനെ നമ്മൾ ഈ പാഠം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ഈ പാഠം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം കൺസെപ്റ്റുകളും മാക്സിമം പോയിന്റുകളും നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി മക്കൾ ചെയ്യേണ്ട എന്താണ്? ഇനി എന്താ ചെയ്യേണ്ടത്? എല്ലാവരും പറ. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരെ പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. നിർത്തരുത്. ഇതോടെ നിർത്തിയാൽ നിങ്ങൾ ഇത്ര നേരം പ്രയത്നിച്ചതിന് കാര്യമുണ്ടാവില്ല. ക്വസ്റ്റ്യൻസ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, ക്വസ്റ്റ്യൻസിലൂടെ പുതിയ തിയറി നമ്മൾ പഠിക്കണം. അങ്ങനെയാണ് ഇനി പഠിക്കണം. ഓക്കെ, ഇതിലൂടെ നമുക്ക് എന്ത് അത്യാവശ്യം ഈ പാഠത്തിലെ ബേസിക്സിൽ അതിൽ എബോവ് നോളജ് ഇപ്പോൾ നിങ്ങൾക്കായി. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാണെങ്കിൽ ഏകദേശം 95% ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം, സ്പീഡ് കൂട്ടണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് അവിടെ റാങ്ക് ഉയർത്താൻ പറ്റുകയുള്ളൂ. ഇത്രയും കാര്യം ഒരു 99% കുട്ടികൾ ചെയ്യുന്നതാണ്. ബാക്കി ആ 1% കുട്ടികൾ ചെയ്യുന്നതാണ് പ്രാക്ടീസ്. അവർക്കാണ് ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നത്. അവർക്കാണ് ഇന്ത്യയിലെ നല്ല നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ മക്കളും നന്നായിട്ട് ഒന്നില്ല ടെല്ലയുടെ ക്വസ്റ്റ്യൻ സീരീസ് പോയി കാണുക, അല്ലെങ്കിൽ നല്ലൊരു ഗൈഡ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് നല്ല പ്രാക്ടീസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അവരുടെ ഇഷ്ടപ്പെട്ട കോളേജ് തന്നെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.